ഒരുപാട് സന്തോഷമുണ്ട്. കുന്താപ്പള്ളി മഹൽ കമ്മിറ്റിയുടെയും വിഭജന കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വലിയൊരു ചുവട് വയ്പ്പാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വലിയ സന്തോഷമാണ്. തലേന്ന് ഇന്നലെ കോഴിക്കോട് ഒരു മഹലിലെ പരിപാടി കഴിഞ്ഞിട്ട് അവിടുന്ന് നല്ല മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവച്ച് അവിടുന്ന് ട്രെയിൻ കയറി യാത്ര ചെയ്ത് അങ്ങനെ ഇവിടെ എത്തി സുഗമ യാത്രയായിരുന്നു. പിന്നെ നിങ്ങളുടെ നാട്ടുകാരനായ പ്രിയപ്പെട്ട സിയാദ് കെയുടെ ഒപ്പം ആ കാറിൽ യാത്ര ചെയ്തു. നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു. ഇവിടെ വന്ന് പ്രിയപ്പെട്ട നമ്മുടെ ഇമാമുടെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നു. ഏറെ സന്തോഷം. ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ദിവസം മഴയൊക്കെയാണ്, പ്രത്യേകിച്ച് ഈ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇത്രമാത്രം ആളുകളൊക്കെ കസേര വന്നിരിക്കുമെന്നൊക്കെ ചിന്തിച്ചു. ഞാൻ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് ആളുകൾ നല്ല അടുക്കും ചിട്ടയും നല്ല ഇരിപ്പിടങ്ങളും നല്ല ശബ്ദങ്ങളും ഒക്കെ ഒരുക്കിയ കുന്താപ്പള്ളി മഹൽ എന്തുകൊണ്ടും നിങ്ങൾ ഒരുങ്ങിയാണ് ഒരുപക്ഷെ ഈ സതുദ്യമത്തിന് ഇവിടെ ചുവടുവെക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. ഈ മഹത്തരമായ ചടങ്ങിൻ്റെ സ്വാഗത പ്രഭാഷകൻ പ്രിയപ്പെട്ട KM ഹംസ, കുന്താപ്പള്ളി മഹലിൻ്റെ സെക്രട്ടറി, ഈ പരിപാടി നിയന്ത്രിക്കുന്നത്, എന്നെ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്ത ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട അമീർ കിഴക്കേൽ, അതേപോലെ ഖുർആൻ പാരായണം നടത്തിയ പ്രിയപ്പെട്ട അബ്ബാസ് ബഹവി, അതുപോലെ ഈ മഹത്തരമായ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച പ്രിയങ്കരായ അൽ ഫാരിസ് മുഹമ്മദ് ഷാഫി അൽ ഹസനി, ചീഫ് ഇമാം കുന്താപ്പള്ളി, പ്രിയപ്പെട്ട K ജബാർ കല്ലുംപുറത്ത് അടങ്ങുന്ന മറ്റ് മഹലുകളിലെ പ്രിയപ്പെട്ട ഇമാമാർ, മറ്റു ഉസ്താദുമാർ, പ്രിയപ്പെട്ട മക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഫിലിപ്പമ്പാടൻ്റെ നന്ദി, സ്നേഹം. ഞാൻ നിങ്ങളെ ഒരുപക്ഷെ ഇവിടെ ബോധവൽക്കരണത്തിനൊന്നും വലിയൊരു പ്രശസ്തി ഇന്ന് ഇവിടെ ഇല്ല. കാരണം ഇവിടെ എല്ലാവരും ബോധമുള്ളവരാണ്. പക്ഷേ ചില ബോധ്യപ്പെടുത്തൽ ഒരു കുറഞ്ഞ സമയമാണ്. കൃത്യമായിട്ട് ഞാൻ മൊബൈലിൽ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. മാക്സിമം കുറച്ച് ചൂടൊക്കെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഈ മഴ സമയത്ത് ഇങ്ങനെ സൂര്യൻ ഉദിച്ചാൽ നല്ല ചൂട് കാണും. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചില ഓഡിറ്റോറിയത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി പുറത്തേക്ക് അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് മാക്സിമം ആളുകൾ ഒരു 1.5 മണിക്കൂർ നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ ഈ ഇരുത്തുമൊക്കെ എനിക്ക് തന്ന സന്തോഷമായിരുന്നു. ഞാനിവിടെ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഏകദേശം ഒരു 10ഓളം പേര് ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെതിരെ സംസാരിക്കാൻ കഴിവുള്ളവർ സദസ്സിലും വേദിയിലും ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ സഹോദരന്മാരാകാം, സഹോദരിമാരാവാം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന ഈ 26 വർഷത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുന്ന ചില കാര്യങ്ങൾ എങ്ങനെ, ഒരുപക്ഷെ അതിൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് എടുത്തുപയോഗിച്ചുകൊണ്ട് എൻ്റെ സംഭാഷണ ഇടങ്ങളിൽ, എൻ്റെ സൗഹൃദങ്ങളിൽ, എൻ്റെ സോഷ്യൽ മീഡിയ ബന്ധങ്ങളിൽ, എൻ്റെ കുടുംബ കൂട്ടായ്മയിൽ, ഗ്രൂപ്പുകളിൽ ലഹരി എന്ന മഹാദുരന്തത്തിനെതിരെ എനിക്ക് എങ്ങനെ സംസാരിക്കാം, ആ ഒരു ചിന്തയോട് കൂടിയിട്ട് നമുക്കിരിക്കാം. ഇവിടെ വലിപ്പച്ചെറുപ്പങ്ങളൊന്നുമില്ല. ഇവിടെ ഒരുപക്ഷെ ഇന്ന് ഞാൻ എടുക്കുന്ന ക്ലാസ് 3567 വേദിയാണ്. 19 രാജ്യങ്ങൾ. ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ കുന്താപ്പള്ളി മഹൽ കമ്മിറ്റിയുടെ ഈ കൂട്ടായ്മയെ കാണുന്നത്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് 22-ാം തീയതി നമ്മളെ അയിരൂർപ്പാടം അമല ജമായത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കോതമംഗലത്ത്. ആ പരിപാടിയിൽ ആ മഹലിൻ്റെ സെക്രട്ടറി പറഞ്ഞത് ഭയങ്കര രസകരമായൊരു സംഭവം. അധ്യക്ഷനായിരുന്നു സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ നോട്ടീസുകളും വാഹനപ്രചനമായിട്ട് ഫിലിപ്പ് സാറ് വീടുകളൊക്കെ കയറിയപ്പോൾ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ഒരു 5000 രൂപ ഞാൻ തരാം നിങ്ങൾക്ക് കമ്മിറ്റിക്ക്. ഈ അയിരൂർപ്പാടത്ത് ഹാൻസ് വിൽക്കുന്ന ഒരു കടയുണ്ട്, നമ്മുടെ മഹലിൽപ്പെട്ട 2 ആളുകളാണ്. എന്നോട് എൻ്റെ മകനാ പറഞ്ഞത്, അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ തുണി അലക്കാൻ എടുത്തപ്പം അതിനകത്ത് സിഗരറ്റ് കൊണ്ട് എൻ്റെ നെഞ്ച് തകർന്നു പോകും. ഞാൻ പിന്നെ വഴക്ക് പറഞ്ഞു 2 ദിവസം. ആദ്യത്തെ ദിവസവും കേട്ട് നിന്നു. 2ാമത്തെ ദിവസം വഴക്ക് പറഞ്ഞപ്പം അമ്മ കിടന്ന് പിറുവിറുത്തോണ്ടിരിക്കേണ്ട, ഉമ്മ കിടന്ന് പിറുവിറുക്കണ്ട, ഉപ്പ ഹാൻസ് വാങ്ങുന്നത് എവിടെ നിന്നറിയുമോ, എനിക്ക് കടയറിയാം, അവരെ പോയി നന്നാക്ക്, അത് ഇന്ന കടയാണെന്ന് എൻ്റെ മകൻ പറഞ്ഞു എന്ന് പരസ്യമായി അദ്ദേഹം ഈ അയിരൂർപ്പാടം ഈ ജമായത്തിൻ്റെ പരിപാടി അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് വേദിയിൽ. അപ്പം പ്രസിഡന്റിനോട് പറഞ്ഞു, സാർ സത്യത്തിൽ ഞങ്ങളുടെ ഗണത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്, കച്ചവടം ചെയ്യുന്നവരാണ്, നിർത്തുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈ കാസർഗോഡ് ജില്ലയിൽ പടന്നക്കാവ് മഹൽ ഏകദേശം 1500ഓളം മഹലുകൾ ഞാൻ വേദിയിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു, കാസർഗോഡ് പടന്നക്കാവ് മഹൽ ഏകദേശം 1000ഓളം മഹൽ കുടുംബങ്ങളുണ്ട് അവിടെ.
അത് 21 വിശ്വാസികളെ ആ മഹല് പ്രാഥമിക അംഗത്വം അവിടുത്തെ കമ്മിറ്റിയും ചീഫ് ഇമാമും അവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാം കൂടെ കമ്മിറ്റി ചേർന്ന് എടുത്ത് കളഞ്ഞു. അവർ ആദ്യം ചെയ്ത നിലപാടുകൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു പോയി. ആദ്യം അവർ 22 പേര് ഒരു കൗൺസിലിംഗ് കൊടുത്തു. അതിനുശേഷം അത് നടപ്പിലാക്കാതെ അത് പാലിക്കാതെ വന്ന അവരെ വീണ്ടും വിളിച്ചുകൊണ്ട് ഒരു കത്ത് കൊടുക്കുന്നു മഹല്. മൂന്നാമത് കർശനമായ ഒരു ഫൈനൽ താക്കീത്. ഇതിലൊന്നും ഒതുങ്ങാതെ വന്നവരാണ് 19 പേര്. അവരുടെ പ്രാഥമിക അംഗത്വം എടുത്ത് കളയുന്നൊരു ചടങ്ങിലാണ് ഞാൻ സാക്ഷ്യം വഹിച്ചത്. ആ ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ശരശക്തൻ IPS അവറുകളും അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ അസിസ്റ്റന്റ് സൂപ്രണ്ട് പോലീസ് ഗോപാലകൃഷ്ണൻ സാർ അടങ്ങുന്നവരെല്ലാം വേദിയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഇന്ന് ഈ കൊന്താപ്പള്ളി മഹല് ഇവിടെ വിശ്വാസികളെല്ലാം അത് വിൽക്കുന്നവരും ഇവിടെ മുഴുവൻ ലഹരിക്ക് അടിമപ്പെട്ടവരുമാണെന്ന് പറഞ്ഞുകൊണ്ടല്ല എൻ്റെ ചിന്തയും എൻ്റെ ശ്രദ്ധയും ഒന്നും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി മുതൽ, അതാണ് അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത്. ജനുവരി 18 24 വയസ്സുകാരായ ഒരു ആഷിഖ് താമരശ്ശേരിയിൽ സുബിത എന്ന് പറയുന്ന ഒരു 52 വയസ്സുകാരി ഉമ്മയെ അർബുദം പിടിപെട്ട് ചികിത്സയ്ക്ക് മൂത്ത മകളുടെ വീട്ടിൽ ഓപ്പറേഷൻ ശേഷം കിടന്നുറങ്ങുന്ന ഉമ്മയെ അയൽ വീട്ടിൽ നിന്ന് കത്തി വാങ്ങിക്കൊണ്ടുവന്ന് 6 വെട്ടുകൾ വെട്ടി ആ സാധു സ്ത്രീയെ, സ്വന്തം ഉമ്മയെ കൊന്നുകളഞ്ഞു. ശേഷം താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ആ കത്തിയുമായിട്ട് കടന്നു ചെല്ലുകയാണ് ചെറുപ്പക്കാരൻ. അപ്പോൾ പോലീസ് ചോദിച്ചു, എൻ്റെ സുഹൃത്തുക്കളുടെ സബ് ഇൻസ്പെക്ടർ അവിടുത്തെ 15 മിനിറ്റ് കൊണ്ട് ജീപ്പ് ഈ സംഭവ സ്ഥലത്തെത്തി. അവിടെ എത്തുമ്പോൾ ഈ കട്ടിലടിയിൽ മറ്റൊരു കത്തി ഇരിക്കുന്നുണ്ട്. രക്തത്തിലിങ്ങനെ കുളിച്ച് പാതി കണ്ണ് തുറന്നുകൊണ്ട് ഒരു 35 കിലോ മാത്രം തൂക്കമുള്ള സുബിത എന്ന് പറയുന്ന ഒരു സാധു സ്ത്രീ അങ്ങനെ ശരീരത്തിൽ നിന്നും ജീവൻ നഷ്ടപ്പെട്ടു. പോലീസ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞു. ഈ കത്തി ചോദിച്ചപ്പം ആ കട്ടിലടിയിരിക്കുന്ന കത്തി അടുക്കളയിൽ നിന്നെടുത്ത കത്തിയാണ്. പക്ഷെ ആ കത്തിക്ക് മൂർച്ചയില്ലാത്തത് കൊണ്ട് കത്തി കട്ടിലടി വെച്ചു. പിന്നെ 2-3 വീടുകൾക്ക് അപ്പുറത്ത് പോയി തേങ്ങ വെട്ടാൻ കത്തി വേണമെന്ന് പറഞ്ഞ് മൂർച്ചയുള്ള കത്തി വേണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നത്. നോക്കണം, 9.5 മാസക്കാലത്തോളം ഉദരത്തിൽ ചുമന്ന് പ്രതീക്ഷയും പ്രത്യാശയും അർപ്പിച്ച് വളർത്തി വലുതാക്കിയ 24 വയസ്സുകാരനായ ഒരു മകൻ മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ചുകൊണ്ട് അവൻ 9.5 മാസം കിടന്നുറങ്ങിയ ആ ഉദരത്തിനിട്ടാണ് ആദ്യ വെട്ടിയത്. മോനെ എന്ന് ഉറക്കെ വിളിച്ച് ആ ദേശം മുഴുവനും കേൾക്കത്തരീതിയിൽ കരഞ്ഞ ആ താരാട്ടുപാടിയ കൈകൾ, ഉയർന്ന താരാട്ടുപാടിയ കൈകളെ വെട്ടി വീഴ്ത്തി. 2ാമത്തെ വെട്ട്. അങ്ങനെ 4ഉം 5ഉം 6ാമത്തെ വെട്ടോടുകൂടി ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിച്ചപ്പം രക്തം ഇങ്ങനെ ഉറ്റിച്ചാടുന്ന കത്തിയുമായിട്ടാണ് കയറി ചെന്ന് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക്. അങ്ങനെ നടപടികളും ഈ വൈദ്യപരിശോധന കഴിഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി. അങ്ങനെ റിമാൻഡ് ചെയ്തു. ജയിലിലെത്തുന്നതിന് മുമ്പ് പത്രദൃശ്യ മാധ്യമക്കാർ ചെറുപ്പക്കാരെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളെല്ലാം അത് കണ്ടതാണ്. നിങ്ങൾ എന്തിനു നീചകൃത്യം ചെയ്തതെന്ന് ചോദിച്ചപ്പം ഒരു മടിയുമില്ല, ഒരു കൂസലുമില്ലാതെ പൊതുസമൂഹത്തോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്നെപ്പോലൊരു മകന് ജന്മം കൊടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഉമ്മയെ കൊന്നത്. സാക്ഷര കേരളമേ, ഇനിയൊരു മനിതനും ഈ വാർത്ത കേൾക്കാൻ ഇടവരരുതേ. പക്ഷെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചു. അതോടുകൂടി ഇത്തരം ഒരു മനുഷ്യനും കേൾക്കാൻ കാണാൻ പാടില്ലാത്ത കഥകൾ നിന്നു പോകുമെന്ന് കരുതിയ നമ്മൾ തെറ്റിപ്പോയി. 23 വയസ്സുകാരായ അഫാൻ ഫെബ്രുവരി 24 തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടിൽ 5 പേരെ കൊന്ന് 6ാമതൊരുവൾ സ്വന്തം ഉമ്മ. 16.5 മണിക്കൂർ എടുത്ത് 5 പേരെ കൊന്ന് 16ാമത്തെ മണിക്കൂർ പിന്നിടുമ്പോൾ സ്വന്തം വീടിൻ്റെ മുറിക്കകത്തേക്ക് ചെന്നപ്പം അവന് ജന്മം കൊടുത്ത ഉമ്മ കട്ടിലിൽ തിരിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ കയ്യിലിരിക്കുന്ന വലിയ ചുറ്റിക, ഇരുമ്പിൻ്റെ ചുറ്റിക നിലത്ത് വെച്ചിട്ട് 2 കൈയും ഉപയോഗിച്ചുകൊണ്ട് ആ ഉമ്മയുടെ തട്ടത്തിൽ പിടിച്ച് വലിച്ച് നിലത്തിട്ടു. എന്നിട്ട് ആ നിലത്തിരിക്കുന്ന ചുറ്റിക എടുത്തിട്ടൊരു കൽപ്പനക്കാരൻ കല്ലിലൂടെ എങ്ങനെ പെരുമാറുന്നു അതുപോലെ ആദ്യത്തെ അടി ആഞ്ഞടിച്ചു തലയുടെ വലതു ഭാഗം. തലയൊട്ടി തകർന്നു പോയി. 2ാമത്തെ അടി തലയുടെ ഇടതു ഭാഗം. അങ്ങനെ 3ഉം 4ഉം 5 അടികളെ തലയ്ക്കടിക്കുകയാണ്. ആ തലയൊട്ടി 45 പൊട്ടലുകൾ പൊട്ടിപ്പോയി. എന്നിട്ട് നേരെ അടുക്കളയിൽ പോയി. ഒരിക്കലും ഉമ്മ ജീവിക്കാൻ പാടില്ല. അടുക്കളയിൽ പോയി ആ ഗ്യാസ് തുറന്നു വിട്ടു. എന്ന ശേഷം മുൻവാതിലും പിൻവാതിലും പൂട്ടിയെന്ന് ഉറപ്പാക്കിയ ശേഷം ആ ബൈക്കിൽ ആ ചെറുപ്പക്കാരൻ കടന്നു കളഞ്ഞു. പക്ഷേ ദൈവഹിതമെന്ന് പറയട്ടെ, ഉമ്മ 14 ദിവസങ്ങൾക്ക് ശേഷം അവൾ കണ്ണു തുറന്നു.
ലോകം അവളുടെ സംസാരത്തെ ഉറ്റുനോക്കിയപ്പം ആ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോട് ആ സാധു സ്ത്രീ ഉമ്മ പറഞ്ഞത്, എന്നെ ആരും ചെയ്തതല്ല, ഞാൻ കട്ടിൽ നിന്ന് നിലത്ത് വീണതാണെന്ന്. ചികിത്സിക്കുന്ന ഡോക്ടറോട് ചോദിച്ചു, സ്വാഭാവികമായിട്ടാണ് സംസാരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു, അതെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വീണ്ടും ഒരു റീസ്റ്റേറ്റ്മെന്റ് എടുത്തു. മൂന്നാമത്തെ ദിവസം ആ റീസ്റ്റേറ്റ്മെന്റിലും ഈ ഉമ്മ പറയുകയാണ്, എന്നെ എൻ്റെ കുഞ്ഞ് വലിച്ചിട്ട് ഒന്നുമല്ല, ഞാൻ കട്ടിൽ നിലത്ത് വീണതാണ്, എൻ്റെ കുഞ്ഞ് അങ്ങനെ ചെയ്യില്ല എന്ന്. ഇതും കേട്ട് ഈ സാക്ഷര കേരളം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായിപ്പോയി. ഒരുപക്ഷെ 2025 ഫെബ്രുവരി മാസം ഈ സംഭവം കേട്ടതോടുകൂടി ഈ കേരളത്തിൻ്റെ മുക്കിനും മൂലകളിലുമെല്ലാം ജാഗ്രതയുണ്ടായി. എല്ലാ മഹലുകളും, എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളും, എല്ലാ ക്രൈസ്തവ ആരാധനാലയങ്ങളും, യുവജന സംഘടനകളും, രാഷ്ട്രീയ സംവിധാനങ്ങളും, പോലീസ് സംവിധാനവും, എക്സൈസ് സംവിധാനങ്ങളും എല്ലാം ഉണർന്നു. ലഹരിക്കെതിരെയുള്ള വാഹന പ്രചാരയാത്രകൾ, ലഹരിക്കെതിരെയുള്ള സെമിനാറുകൾ, ഡിബേറ്റുകൾ, കൺവെൻഷനുകൾ, കോൺക്ലേവുകൾ എല്ലാം നടത്തി ഈ കേരളത്തിൻ്റെ മുക്കിനും മൂലയിലുമെല്ലാം ബോധവൽക്കരണങ്ങൾ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു. ഒരുപക്ഷെ ഈ ലഹരിക്കെതിരെയുള്ള വാഹന പ്രചാരയോ കൂട്ടയോട്ടമോ ഒപ്പ് ശേഖരണങ്ങളോ രാത്രി നടത്തുമോ വഴി നടത്തുമോ ഒക്കെ നടത്തിയാൽ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു നാടിന്, ഈ സ്റ്റേറ്റിൻ്റെ ലഹരി എന്ന് പറയുന്ന ദുരന്തത്തെ നമുക്കൊക്കെ പിടിച്ചു കെട്ടാൻ പറ്റുമോ? ഇങ്ങനെ കൂട്ടയോട്ടമൊക്കെ നടത്തിയ ലഹരി നിന്ന് പോകുമോ? കേവലം ഈ ഒരു മഹലിൽ വന്നിട്ട് ഫിലിപ്പമ്പട എന്ന് പറയുന്ന ഈ ഞാൻ ലഹരിക്കെതിരെ പ്രഭാഷണം നടത്തിപ്പോയാൽ ഒരുപക്ഷെ ഈ ദേശം മുഴുവനും ലഹരിയിൽ നിന്ന് വിമുക്തമാകുമോ? നാളെയുടെ ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ പൊതുസമൂഹം നേരിടാൻ പോകുന്ന ദുരന്തമുണ്ട്. ആ ദുരന്തത്തിൻ്റെ ഭീതി കേവലം ഒരു വാക്കിൽ പറഞ്ഞൊതുക്കാൻ പറ്റുന്നതല്ല. 2019 ജനുവരി 7-ാം തീയതി ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന എൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ ഞാൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോലി ചെയ്യുമ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, 2019 ഇത്. നോക്കൂ, ബാംഗ്ലൂർ പോലുള്ള വൻകിട നഗരങ്ങളിൽ നമ്മുടെ മക്കൾ സിന്തറ്റിക് ഡ്രഗുകൾ, ലഹരികൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. MDMA-യും പത്തടിന് ഹെറോയിനും പോലുള്ള മാരകമായ കിൽഡസ് കാറ്റഗറിയിലെ ലഹരി പദാർത്ഥങ്ങൾ ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ സുലഭമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനകത്ത് ഒരു വീഡിയോ ചെയ്തു. പക്ഷെ വീഡിയോയ്ക്ക് വന്ന കമൻറ്റുകൾ ഇപ്പോഴും ഇടയ്ക്കൊക്കെ എടുത്ത് വായിച്ചു നോക്കുന്നുണ്ട്. പലരും അത് ഡിലീറ്റ് ചെയ്തു. അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് കിറുക്ക് പറയുന്നു, നിങ്ങൾ എന്താണ് പറയുന്നത് മനുഷ്യ, അങ്ങനെ സംഭവമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച സംവിധാനം 2025-ൽ 2024 ഈ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ പോലും ഒരുപക്ഷെ ഇന്ന് ലഹരിയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. ഇന്ന് നമ്മളെല്ലാം ഭയപ്പെടുന്ന കാര്യങ്ങളൊക്കെ എത്തി. കാരണം ഈ കുഞ്ഞുനാട് നമ്മൾ ചിന്തിക്കുന്നിടത്തല്ല ഇതിൻ്റെ രീതികളൊന്നും. ആഴത്തിൽ നമ്മൾ അറിഞ്ഞാൽ രാത്രികളിൽ നഗരങ്ങളിലൂടെ, മെട്രോപൊളിറ്റൻ നഗരങ്ങളിലൂടെ, കേരളത്തിൻ്റെ കൊച്ചിയിലും അതുപോലെ തന്നെ ഈ ആലപ്പുഴയിലും തൃശ്ശൂരും കോഴിക്കോടും രാത്രികളിലൊന്ന് സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലഹരിയുടെ ദുരന്തം എവിടെ എത്തിയിട്ടുണ്ടെന്ന്. ഈ കാലഘട്ടം നമ്മളെല്ലാം ജാഗ്രത പാലിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതിനൊക്കെ ഈ കൊന്നാപ്പള്ളി മഹലിലെ ഓരോ വിശ്വാസികൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇതുവരെ നമ്മളൊന്നും ചെയ്തില്ല, ഇനി എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ ബി ഡൺ നൗ? അതൊരു ചോദ്യമാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതുകൊണ്ട് ലഹരിയെക്കുറിച്ച് സംസാരിക്കാനും ലഹരിയെക്കുറിച്ച് ബോധ്യം നേടാനും ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുള്ള മെറ്റീരിയൽസുകളും അതിനുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ വേണമെങ്കിൽ നല്ല പവർ പോയിന്റ് PPT എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. കാരണം ഞാൻ നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റിയുടെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ്. ഡൽഹിയിലെ അടുത്തിടയ്ക്ക് 3 മാസങ്ങൾക്ക് മുമ്പ് അശോക് റോട്ടിൽ നടന്ന വേൾഡ് കോൺക്ലേവ് ഉണ്ടായിരുന്നു. അതിനകത്ത് അമേരിക്കയിലെ ഡോക്ടർ ദീപക് ചോപ്രയുടെ വലിയൊരു പ്രഭാഷണം അസൈൻമെൻ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ലഹരിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ വളരെ രസകരമല്ല, ഏറ്റവും വൈജ്ഞാനികമായിരുന്നു ആ ചർച്ചയും ക്ലാസ്സുമൊക്കെ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം ചിന്തിക്കും, ഈ ലഹരി എന്താണ്? ഇപ്പം നിങ്ങളെല്ലാം ചിന്തിക്കുക, എനിക്കെൻ്റെ ആവശ്യമുണ്ടോ ലഹരിയെക്കുറിച്ച്? എൻ്റെ വീട് ഉപയോഗിക്കുന്നില്ല, ഞാൻ ആരുമില്ല, ഭർത്താവ് ഉപയോഗിക്കുന്നില്ല, മക്കളില്ല, ഞാൻ വിശ്വാസത്തിൽ ജീവിക്കുന്നവനാണ്, എനിക്കെന്നില്ല ലഹരിയുടെ കാര്യമൊക്കെ. ഇത്രമാത്രം ഭയാനകമാണോ ലഹരി? അതെന്നെ ബാധിക്കുമോ? ഞാൻ എന്തിനാ ആശങ്കപ്പെടുന്നത്? അല്ലേ, നമ്മളെല്ലാവരും ലഹരി ഉപയോഗിക്കാത്തവരാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടേണ്ടത്. ഞാൻ പറയുമ്പോൾ ലഹരി ഉപയോഗിക്കുന്നവന് ഒരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാര്യം എന്താ? അവൻ സുബോധത്തിലല്ല. ബോധം നഷ്ടപ്പെട്ട് ചിത്തപ്രമം ബാധിച്ചൊരു തലമുറയ്ക്ക് നാളെയുടെ ദിവസത്തെക്കുറിച്ച് അല്ലെങ്കിൽ വരും തലമുറയെക്കുറിച്ച് എന്തിനാണ് അവരുടെ മനസ്സിൽ അപബോധം? പക്ഷെ ഉപയോഗിക്കാത്ത നമ്മുടെ ഇടയിലാണ് അപബോധം നിലനിൽക്കേണ്ടത്. നാളെ ഈ സമൂഹത്തിലുണ്ടാക്കുന്ന ദുരന്തങ്ങളുണ്ട്, അത് കേവലം നമ്മളിങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്താൽ തീരുന്നൊരു ദുരന്തമല്ല. നാളെയുടെ ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന ദുരന്തം, ലഹരി എന്ന് പറയുന്ന ദുരന്തം ക്ഷണിക്കാതെ നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരും. അതിനെ ക്ഷണിക്കൊന്നും വേണ്ട, അല്ലേ? മക്കളിലൂടെ, ഉറ്റവരിലൂടെ, എവിടെയവരിലൂടെ അത് വീടിൻ്റെ പടികടന്ന് അകത്തേക്ക് വരും. അപ്പം അവിടെ പകച്ചു നിൽക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അയൽവാസിയും ഉറ്റവരും ഉടയവരും നമ്മളെ ഓർത്ത് പരിഹസിക്കും.
ഒരുവനും നമ്മുടെ ഇടയിൽ വന്ന് സാരമില്ല, സങ്കടമില്ല സഹോദര എന്ന് പറയാൻ ഒരുപക്ഷെ ഒരു സഹജൻ, ഒരു മനുഷ്യൻ ഈ മണ്ണിലുണ്ടാവില്ല. ഞാൻ എല്ലായിടങ്ങളും പറയുന്നുണ്ട്, ഏതെങ്കിലും വീടുകളിൽ ലഹരിയുടെ സാന്നിധ്യമുണ്ട്, പോലീസ് എക്സൈസ് ഒക്കെ ഏതെങ്കിലും കുടുംബത്തിൽ ഏതെങ്കിലും കുട്ടിയെ പിടികൂടിയാൽ, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും മഹലി വിശ്വാസത്തിൽപ്പെട്ട ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെട്ടു എന്നറിഞ്ഞാൽ ഒരുപക്ഷെ അവൻ്റെ കൂടെ കൂടരുതെന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെ വിലക്കരുത്. എൻ്റെ മോൻ, ഉമ്മാൻ്റെ കുട്ടി അവൻ്റെ കൂടെ കൂടണം, അവൻ ആരുമില്ല, അവൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മകനെ ബലപ്പെടുത്തണം. നമ്മൾ നമ്മുടെ മക്കളെ വിശ്വസിക്കണം. എനിക്ക് ഉമ്മാൻ്റെ കുട്ടീനെ വിശ്വാസമാണ്, ഉപ്പയ്ക്ക് എൻ്റെ മകനെ വിശ്വാസമാണ്, നീ അവൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവൻ്റെ തെറ്റിൽ നിന്ന് എൻ്റെ കുഞ്ഞ് തിരുത്താനുള്ള പ്രാപ്തി എൻ്റെ കുഞ്ഞിനുണ്ടാകുമെന്ന് പറയുന്നിടത്താണ് നമ്മുടെ ആത്മവിശ്വാസം നിലകൊള്ളുന്നത്. അവിടെയാണ് നമ്മുടെ മക്കളുടെയും സ്നേഹം നിലകൊള്ളുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ വീടിൻ്റെ അയൽപക്കത്ത് ഒരു വീട്ടിനകത്ത് ലഹരിയുടെ ദുരന്തം സംഭവിച്ചാൽ ആ വീട് എല്ലാ സന്തോഷങ്ങളും നശിച്ച് നാമാവിശേഷമാകും, സംശയമൊന്നുമില്ല. ഒരയൽ വീട് വലിയ വീടാണ്, ആ വീടിനകത്ത് 4-5 കുടുംബക്കാരുണ്ട്. അവരുടെ ഒരു 16-17 വയസ്സുള്ള ഒരു മകൻ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു എന്ന് അറിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ സന്തോഷം തകർന്നുപോയി. ഒരു അയൽ വീടിനകത്ത് ഒരു സഹോദരിക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടാൽ കേവലം 10 ദിവസം കൊണ്ട് ആ സങ്കടത്തിൻ്റെ വേദനകളെ അവൾ ഇല്ലാതെ ആക്കിക്കളയും. പ്രാർത്ഥന കൊണ്ടും നിസ്കാരങ്ങൾ കൊണ്ടും ബന്ധുക്കളുടെ സാന്നിധ്യം കൊണ്ടുമെല്ലാം അവൾ ആ സ്ഥായിയായ ആ ഭർത്താവിൻ്റെ അസാന്നിധ്യം അവൾ സ്വീകരിക്കും. അവൾ പിന്നെ അതിൽ ഉൾക്കൊള്ളും. ഇനി എൻ്റെ ഭർത്താവ് ജീവിതത്തിലേക്ക് തിരികെ വരില്ല. അവൾ ആ സങ്കടങ്ങളെ അവൾ മറക്കും. പക്ഷേ ഒരു ഉമ്മ, ഒരു സഹോദരി 9.5 മാസക്കാലത്തോളം ഉദരത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും അർപ്പിച്ച് ഒരു മകനെ സ്വപ്നം കണ്ടുകൊണ്ട് മണ്ണിലേക്ക് പിറന്നു വീണ മകൻ, അവൻ 18, 19, 20 വയസ്സാകുമ്പോൾ പ്രതീക്ഷയും പ്രത്യാശയും അർപ്പിച്ച മകൻ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു തിരിച്ചറിയുമ്പം ഒരു അമ്മയുണ്ടല്ലോ, ഒരു ഉമ്മ, അവൾ തകർന്നു പോകും. അവൾ 10 ദിവസമല്ല തകരുന്നത്, 10 വർഷമല്ല, 30 വർഷമല്ല. അവളെ മണ്ണിൽ ജീവിച്ചിരിപ്പത് എത്ര കാലമോ അത്രയും കാലം സങ്കടം അനുഭവിപ്പത് ഈ മണ്ണില്ല അമ്മ അല്ലേ? അങ്ങനെയുള്ള അമ്മമാരെ നമുക്ക് സങ്കടപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെയുള്ള അമ്മമാരെ നമുക്ക് ഒറ്റപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെയുള്ള ചില ഉപ്പമാരെ നമ്മൾ ഒറ്റപ്പെടുത്താൻ പറ്റുമോ? ഒരുപക്ഷേ ഈ കൊന്നാപ്പള്ളി മഹല് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ലഹരി ബോധവൽക്കരണ ക്ലാസ്സിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഇടപെട്ട ഒരു വീടിനകത്തുനിന്നും ഒരു വ്യക്തി പോലും ഈ സദസ്സിൽ പങ്കെടുക്കൂല. കാരണം എന്താ? മനസ്സ് തകർന്നവരായിരിക്കും, അപമാനിക്കപ്പെട്ടവരായിരിക്കും, തെരുവിൽ പഴിപറച്ചിൽ കേട്ടവരായിരിക്കും, മകനെ ഓർത്ത് ശിരസ് കുനിഞ്ഞവനായിരിക്കും ആ ഉപ്പ, മകനെ ഓർത്ത് ഹൃദയം നൊന്തൊരു ഉമ്മയായിരിക്കും ആ വീട്ടിൽ. അവരൊന്നും ഈ പരിപാടി നോട്ടീസൊക്കെ വേദനയോടെ കാണുള്ളൂ. എൻ്റെ കുഞ്ഞിന് അടിമപ്പെട്ടിട്ടുണ്ടല്ലോ, എൻ്റെ കുഞ്ഞിനെ പോലീസ് പിടിച്ചിട്ടുണ്ടല്ലോ. അവിടെയാണ് മഹലിൽ ഓരോ വിശ്വാസികൾക്കും ഉത്തരവാദിത്തമുണ്ട്. ആ തകർന്നിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് പോകണം. ഞാൻ പറയും, ഒരു മയ്യത്ത് നടന്ന വീട്ടിൽ നിങ്ങൾ കാണാൻ പോയിട്ടില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പോയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ മയ്യത്ത് കാണാൻ പോകുന്നത് ഞാൻ പറയാറ് പലപ്പോഴും അല്ലേ? ഒരു മനുഷ്യന്റെ നല്ല സമയങ്ങളിൽ അവന്റെ അവശതകൾ കാണാൻ പോകില്ല മനുഷ്യൻ. പക്ഷേ ഞാൻ പറയും, ഒരു മയ്യത്ത് നമസ്കാരം കാണുന്ന കൊടുക്കുള്ള ഏറ്റവും കൂടുതൽ പോകേണ്ടത് ഒരുപക്ഷെ ഈ ലഹരിയുടെ ദുരന്തം നടന്നൊരു വീട്ടിലേക്ക് കയറി ചെല്ലണം. ആ തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ ചേർത്ത് പിടിക്കണം. ഞങ്ങളുണ്ട്, ഈ മഹൽ വിശ്വാസിയുണ്ട്, നിങ്ങൾ സങ്കടപ്പെടേണ്ട, ഇത് സ്വാഭാവികമായിട്ടൊരു രീതിയാണ്. നാളെ എൻ്റെ വീട്ടിലും വരും, നീ അതുകൊണ്ട് പുറത്തേക്കൊന്ന് വാ, ചിരിക്ക്, നമുക്ക് അവനെ കൗൺസിലിംഗ് കൊണ്ടുപോകാം, ഒരു ബെറ്റർ ആയിട്ട് സൈക്കാട്രിക് ഇന്റർവെൻഷൻ ഒക്കെ കൊടുത്താൽ അവനെ തിരികെ പിടിക്കാൻ പറ്റും. ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നവനാണ് പ്രവാചക സന്ദേശങ്ങളിലെ അയൽവാസിയെക്കുറിച്ച് പ്രവാചകൻ ഉദ്ദേശിച്ചത്. പരിശുദ്ധ ഖുർആന്റെ എല്ലാ ഹദീസും ആയത്തുകളും ഞാൻ സസൂക്ഷ്മം വായിച്ചു പോയൊരു വ്യക്തിയാണ്. എല്ലാ മഹത് ഗ്രന്ഥങ്ങളും ഞാൻ വായിച്ചൊരു വ്യക്തിയാണ്. എന്നെ ഗ്രന്ഥങ്ങളെല്ലാം എന്നെ ലക്ഷ്യമിട്ടിരിക്കുന്നതൊക്കെ ഞാൻ ഇതിൻ്റെ പരമമായ സ്നേഹത്തെക്കുറിച്ചാണ് അല്ലേ? പരമമായ സ്നേഹമാണ്. പരിശുദ്ധ ഖുർആൻ പ്രവാചക സന്ദേശങ്ങൾ പറയുന്നുണ്ട്, നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ എൻ്റെ ഗണത്തിൽപ്പെട്ടവനെന്ന് പറയുന്നതിന് അർത്ഥം എന്താ? ആ വിശപ്പിനെ കുറിച്ചല്ല പ്രവാചകൻ അത് മാത്രമല്ല ടാർഗറ്റ് ചെയ്തത്. അതിന് ദ്വയാർത്ഥങ്ങളുണ്ട്, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അയൽപക്ക വീട്ടിനകത്ത് ലഹരിയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ, സങ്കടമുണ്ടെങ്കിൽ, വേദനയുണ്ടെങ്കിൽ, സാമൂഹ്യ മാനസിക വൈകാരിക ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഒരു വീട് നിങ്ങളുടെ അയൽപക്കത്തുണ്ടെങ്കിൽ അത് കാണാത്തവൻ എൻ്റെ ഗണത്തിൽപ്പെട്ടതല്ല എന്നും കൂടെ അർത്ഥമാക്കേണ്ടതുണ്ട്. പലപ്പോഴും പക്ഷേ നമ്മൾ അയൽബന്ധങ്ങളെ കാണാറില്ല. അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. ഇന്ന് അങ്ങനെ അയൽബന്ധങ്ങളുണ്ടോ? ഇന്ന് അയൽബന്ധങ്ങളൊക്കെ കുറഞ്ഞു പോയി. ഞാൻ കസാക്കിസ്ഥാനിൽ ഒരു മാസം മുമ്പ് കസാക്കിസ്ഥാനിൽ എയിം പ്ലസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയി. അവിടെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഒരു പ്രോഗ്രാമാണ്, ചീഫ് ഗസ്റ്റായിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു കുഞ്ഞിനോട് ചോദിച്ചു, ആമിറ എന്ന് പറഞ്ഞ കുട്ടി ചോദിച്ചു, യഥാർത്ഥത്തിൽ എന്താണ് സർ ഇവിടുത്തെ പ്രശ്നം? യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം എന്താണ്? കേരളത്തിൻ്റെ പ്രശ്നം എന്താണ്? സത്യത്തിൽ നോക്കൂ, ഈ കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത് 70% മുസ്ലിം കൺട്രിയാണ്. റഷ്യയിൽ നിന്ന് റിപ്പബ്ലിക്കൻ സ്വതന്ത്രത്തോടു കൂടി സ്വയംഭരണം നടപ്പിലാക്കുന്ന, നല്ല ഒരു എൻഫോഴ്സ്മെൻ്റ് ഒക്കെ നടക്കുന്ന, നല്ല പാതകളും നല്ല പ്രകൃതികളും എല്ലാമുള്ള ഷാറ്റിൻ താഴ്വരകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, മഞ്ഞ് പെയ്യുന്ന പാടങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഭൂപ്രദേശമാണ് കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ കസാക്കിസ്ഥാനിനകത്ത് ഒരു കടയ്ക്ക് വേണ്ടി നമ്മളൊരു അപേക്ഷ കൊടുത്ത, മുനിസിപ്പാലിറ്റിക്ക് അപേക്ഷ കൊടുത്താൽ
ആ കടയ്ക്ക് നമ്മൾ അനുമതി നമുക്ക് തരും. പക്ഷേ ഒരു 2000 സ്ക്വയർ ഫീറ്റ് കടയാണ് നമ്മൾക്ക് അനുമതി ചോദിക്കുന്നതെങ്കിൽ അതിനകത്ത് 250 മീറ്റർ സ്ക്വയർ ഫീറ്റ് മദ്യത്തിന് വേണ്ടി അനുവദിച്ചു കൊടുക്കണം. ഒരു പെട്രോൾ പമ്പിനാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ പെട്രോൾ പമ്പിനകത്ത് ഒരു പെട്രോൾ പമ്പിൽ പോലും ഒരു റാക്ക് നിങ്ങൾ മദ്യം വയ്ക്കാനായി ഉണ്ടാക്കി കൊടുക്കണം, സർക്കാരിലേക്ക് കൊടുക്കണം, നിർബന്ധമാണ്. അവിടെ ചെറിയ കടയ്ക്കകത്ത് പോലും മദ്യം കിട്ടും, ഏത് രാത്രിയിലും ഏത് പകലും. പുരുഷനും ആണിനൊക്കെ മദ്യം വാങ്ങാം. പക്ഷെ ഞാനൊരു 10-15 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇവിടെയും മദ്യപിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആരും തെരുവിൽ കിടക്കുന്നതോ ക്യൂവിൽ നിൽക്കുന്നതോ ആരെയും കണ്ടിട്ടില്ല. അവിടെ ക്രൈം ക്രൈറ്റീരിയകൾ വളരെ കുറവാണ്. കുടുംബങ്ങളിലും മറ്റു പ്രശ്നങ്ങളും ഒന്നുമില്ല. കാരണം അവിടെ നല്ല രീതിയിൽ ഈ പറയുന്ന ബോധ്യവൽക്കരണങ്ങൾ നടക്കുന്ന ഒരു കൺട്രീസാണ് കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും പലരും പറയും, വേദികളൊക്കെ ഡിബേറ്റ് നടക്കുമ്പോൾ ചോദിക്കും, ഫിലിപ്പ് സാറേ നിങ്ങളിങ്ങനെ 3050 വേദികളും 19 രാജ്യങ്ങളും നാഷണൽ റെക്കഗ്നൈസ്ഡ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സബ് ഇൻസ്പെക്ടർ അല്ലേ, ലഹരി എന്ന് പറയുന്ന ദുരന്തത്തിന് എന്ത് നിങ്ങൾ സംസാരിക്കുന്നു? ഇതിന്റെ ഫോഴ്സ്, ഇതിന്റെ വരവിനെ നിർത്തിയാൽ പോരെ, കൊണ്ടുവരുന്നവരെ പിടികൂടിയാൽ പോരെ, മദ്യം ഡിസ്ലൈകൾ പൂട്ടിയാൽ പോരെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ മദ്യം നിർത്തലാക്കിയ ഒരുപാട് ഭരണപരിഷ്കർത്താക്കൾ കേരളത്തിൻ്റെ മണ്ണിലുണ്ട്. EMS നമ്പൂതിരിപ്പാനുള്ള ഏറ്റവും മികവുറ്റ ഭരണപരിഷ്കർത്താക്കൾ ഈ മണ്ണിലുണ്ടായിരുന്നു അല്ലേ. അന്ന് പണ്ടുകാലങ്ങളിൽ അന്ന് നാട്ടുകൂട്ടങ്ങളിൽ വാറ്റുചാരങ്ങൾ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല നിയമ നടപടിയെടുത്ത ഒരു സാമാജികനായ നേതാവായിരുന്നു EMS നമ്പൂതിരിപ്പാട്. അതിനുശേഷം വന്ന നമ്മുടെ AK ആൻ്റണി എന്ന് പറയുന്ന ധീരനായ ഒരു കർമ്മ നേതാവും ഉണ്ടായിരുന്നു ഈ മണ്ണിൽ. ചാരായ നിരോധനം നടപ്പിലാക്കി കേരളത്തിൻ്റെ 1 ലക്ഷത്തിൽ ചില ചാരായ ഷാപ്പുകളെ തൻ്റെ ഉൾക്കാഴ്ച കൊണ്ട് അടച്ചുപൂട്ടിയ ഒരു മഹാനായിരുന്നു AK ആൻ്റണി. പക്ഷേ വന്ന ദുരന്തങ്ങളെല്ലാം പിന്നീട് സങ്കടങ്ങളാണ്. വൈപ്പിൻ മദ്യദുരന്തം, കല്ലുവക്കൽ മദ്യദുരന്തമൊക്കെ ഒരുപാട് മീതയിൽ കടന്ന മദ്യങ്ങളൊക്കെ നിർമ്മിച്ച് ആളുകൾക്ക് കൊടുക്കാൻ തുടങ്ങി. ഇപ്പം നോക്ക്, മദ്യം കിട്ടാത്ത ഒരു രാജ്യവും ഇന്ന് ഈ മണ്ണിലില്ല. ഭൂട്ടാൻ മാത്രമുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയിലും അങ്ങ് റിയാദിൻ്റെ മണ്ണിലുമെല്ലാം അല്ലമീൻ എയർപോർട്ട്, ലോകത്തെ ഏറ്റവും വലിയ എയർപോർട്ടാണ് അല്ലമീൻ എയർപോർട്ട്. പക്ഷേ എയർപോർട്ട് അംഗീകരിക്കണമെങ്കിൽ 5 സ്റ്റാർ ഫെസിലിറ്റീസ് വേണം. ഞാൻ ആ എയർപോർട്ടിൻ്റെ അവിടെ ഞാൻ എക്സിറ്റ് 18 കഴിഞ്ഞ വർഷം ഞാൻ പ്രോഗ്രാമിന് പോയിരുന്നു അവിടെ. അപ്പോൾ എയർപോർട്ടിൻ്റെ പണി ഇങ്ങനെ നടക്കുന്നുണ്ട്, എയർപോർട്ടിൻ്റെ പണി. അപ്പോൾ നോക്കുമ്പോൾ വേൾഡിലെ ഏറ്റവും നമ്പർ 1 എയർപോർട്ട് ആയിട്ടില്ല. ആകണമെങ്കിൽ 5 സ്റ്റാർ ഫെസിലിറ്റീസാണ്. ഇപ്പം നോക്ക്, 5 സ്റ്റാർ ഫെസിലിറ്റീസുകൾ അനുമതി കിട്ടി. കാര്യം ആ രാജ്യം അവിടെ മദ്യം വിളമ്പാൻ കൊടുക്കാം, എയർപോർട്ട് അത് കൊടുക്കാം തീരുമാനമെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മദ്യം ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് കരുതി എൻ്റെ തീരുമാനം അതിനെ നിർത്തലാക്കലല്ല വേണ്ടത്, ബോധ്യവൽക്കരണമാണ് വേണ്ടത്. അങ്ങനെ ഉപഭോക്താവിനെ നമ്മൾ ബോധ്യപ്പെടുത്തിയാൽ ഉൽപ്പാദനത്തിൻ്റെ തോത് കുറയും. ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം, അവിടെ ഈ പറയുന്ന മദ്യശാലകളൊന്നും അടച്ചു പൂട്ടിയിട്ടോ സമരങ്ങൾ നടത്തിയിട്ടൊന്നുമല്ല, ബോധവൽക്കരണങ്ങൾ നടത്തി ഏറ്റവും മികവുറ്റ രീതിയിലെ പ്രവർത്തനങ്ങൾ, പരിഷ്കരണങ്ങൾ നടത്തിയപ്പോൾ ജനതകൾ മുഴുവൻ ബോധവൽക്കരണത്തിലേക്ക് വന്നു. ആ ജനതകൾക്കൊന്നും പിന്നെ അസ്വസ്ഥപ്പെടുന്ന ജനതയല്ല. ഒരു നിമിഷം കൊണ്ട് എല്ലാം അടച്ചു പൂട്ടിയാൽ അസ്വസ്ഥപ്പെടുന്ന ജനങ്ങൾ വരും. അവർ സ്വന്തമായിട്ട് ഒരുപക്ഷെ പഴങ്ങളൊക്കെ പിഴിഞ്ഞ് ഈസ്റ്റൊക്കെ ഇട്ട് വീഞ്ഞാക്കി പൊളിപ്പിച്ച് ആ ലഹരി നുണയാൻ തുടങ്ങും. അല്ലെങ്കിൽ നമുക്കറിയാം അല്ലേ, ലഹരി കിട്ടിയില്ലെങ്കിൽ ദുരന്തം നമുക്കറിയാമല്ലോ. ഷൈൻ ഡോൺ എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പോലീസ് പിടിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നാണ് ചാടിയത്. കാൾ ലൂയിസാണെന്ന് പോലെ അദ്ദേഹം നിലത്തേക്കൂടെ ചാടിയത്. എന്നിട്ട് ഉസൈൻ ബോൾട്ട് ഓടുന്ന പോലെ അദ്ദേഹം ഓടിയത്. പോലീസ് പിടിക്കാൻ പറ്റിയില്ല അല്ലേ. അദ്ദേഹത്തിൻ്റെ റീൽസൊക്കെ കാണുന്നവരായിരിക്കും നമ്മൾ അല്ലേ. കുറച്ച് കാലം എന്തേ സുഖം എന്നൊക്കെ പറയണേ അല്ലേ. ഷൈൻ ഡോൺ എന്ന് പറയുന്ന നടൻ എനിക്കും ഇഷ്ടമാണ്, കലാകാരത്തിനെ ഇഷ്ടമാണ് എനിക്ക് അല്ലേ. പക്ഷേ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചു ചെറുപ്പക്കാരനെ. അദ്ദേഹം വന്നത് 10 മണിക്ക് വരാൻ പറഞ്ഞു. 7 മണിക്കാണ് അദ്ദേഹം വന്നിട്ട് റെഡിയായിട്ട് അവിടെ അദ്ദേഹം കൈയും കെട്ടിയിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോൾ അദ്ദേഹം ആ മേശപ്പുറത്തുനിന്ന് പേന തിന്നാൻ തുടങ്ങി. ആ പേന തിന്നു, പ്ലാസ്റ്റിക്കിൻ്റെ പേന. കാര്യം എന്താ, ചോദ്യം ചെയ്യുന്ന സദസ്സിലേക്ക് വരുമ്പോൾ 2 ദിവസമായിട്ട് ലഹരികൾ ഉപയോഗിച്ചിട്ടില്ല. ഹൈബ്രിഡ് കഞ്ചാവ് കൈവശം വെച്ച് ബന്ധപ്പെട്ടുകൊണ്ടും ഉള്ള കാര്യങ്ങളാണ്. അവിടെ വെച്ചിട്ട് നിലത്തേക്ക് വീണു അദ്ദേഹം. മലയാളത്തിലെ ഏറ്റവും നല്ല 40 ലക്ഷം രൂപ വാങ്ങുന്ന സിനിമ നിലത്ത് വീണു. എക്സൈസ് എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കിടക്കുകയാണ് DH സെൻ്ററിൽ. വിഡ്രോവൽ സിംറ്റംസ്, സാധനം കിട്ടിയിട്ടില്ല എങ്കിൽ ശരീരം കാണിക്കുന്ന പ്രതിപ്രവർത്തനം, അത് കേവലം ഈ സാധനം കിട്ടിത്തുടങ്ങിയവർക്ക് ഇല്ലേ. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ബോധവൽക്കരണങ്ങളും ബോധ്യപ്പെടുത്തലുകളും എവിടെ നടക്കുന്നോ അവിടെ ബോധവും ബോധ്യമുള്ള മനുഷ്യഗണങ്ങളുണ്ടാവും. ആ ബോധമുള്ളവൻ അവൻ ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പം ഒരുപക്ഷെ ഈ പറയുന്ന കസാക്കിസ്ഥാൻ്റെ, ഞാൻ പറഞ്ഞ 70% മുസ്ലിം കൺട്രിയാണ്. അവിടെ എല്ലാ ഇടങ്ങളിലും നിങ്ങൾ യാത്ര ചെയ്ത് നോക്കുക, മദ്യങ്ങൾ കിട്ടും. അവിടെ ബീവറേജിലും മെഡിക്കൽ ഷോപ്പിലും അവിടെ ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റിലും പെട്രോൾ പമ്പിലും പെട്ടിക്കടകളിലും എല്ലാത്തും, ലെതറിൻ്റെ ഷോപ്പിലാണെങ്കിൽ പോലും അവിടെ മദ്യത്തിന് റാക്കുണ്ട്. അവിടെ മദ്യം കിട്ടും. പക്ഷെ അവിടെ ആരും ക്യൂ നിൽക്കുന്നതോ കുടിച്ചിട്ട് കിടക്കുന്നതോ ആരെയും കാണുന്നില്ല. കാര്യം എന്താ, അതെല്ലാം അങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ ടൂറിസത്തിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ബോധവൽക്കരണത്തിലൂടെ ഒരു സമൂഹത്തെ നമുക്ക് തിരികെ പിടിക്കാൻ പറ്റും. അതാവട്ടെ നമ്മുടെ സ്ഥായിയായിട്ട് ലക്ഷ്യമെന്നുകൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്.
അപ്പം അതുകൊണ്ട് അതിനാവട്ടെ നമ്മുടെയൊക്കെ ചിന്തയും തീരുമാനവും ഒക്കെ അതിനായി വരട്ടെ എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ചും കൂടെയൊക്കെ കരുതിയിരിക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് നാളെ എന്താ ഈ ദുരന്തം സംഭവിക്കുന്ന ആർക്കും പ്രവചിക്കാൻ പറ്റുകയില്ല. ഞാൻ വീണ്ടും പറഞ്ഞു, ഈ മഹലിൽപ്പെട്ട എല്ലാവരും ലഹരിക്ക് അടിമപ്പെട്ടവരോ ആശങ്കപ്പെടേണ്ടവരോ ഒന്നുമല്ല. പക്ഷേ നമ്മൾ ആശങ്കപ്പെടണം കാര്യം അല്ലേ, അങ്ങനെയാണ്. നമ്മൾ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് എലി പറഞ്ഞൊരു കഥയുണ്ട് ഒളിയാസിസിൽ, നിങ്ങളെല്ലാം കേട്ടൊരു കഥയാണ്. എലി ഓടി നടന്നിട്ട് പറഞ്ഞു എല്ലാവരോടും, പറഞ്ഞു അതേ അവിടെ കപ്പക്കത്തോട്ടത്തിനകത്ത് കപ്പക്കാട്ടിനകത്ത് കപ്പയിട്ടതിനകത്ത് എലിപ്പെട്ടി വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചോണം എന്നൊക്കെ പറഞ്ഞു. എലി ഇങ്ങനെ പറഞ്ഞു, ആരും കേൾക്കുന്നില്ല. പിന്നെ പോത്തിൻ്റെ കാലെ പോയിട്ട് തോണ്ടിയിട്ട് എലി പറഞ്ഞത്, പോത്തെ അവിടെ എലിപ്പെട്ടി വെച്ചിട്ടുണ്ട്, നീ ശ്രദ്ധിക്കണമെന്ന്. പോത്ത് പറഞ്ഞു, നീ പോയി നോക്കിയാൽ മതി, എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട, നീ നിൻ്റെ ടീമിനോട് പറയാൻ പറഞ്ഞു. അങ്ങനെ എലി വലിയ സങ്കടത്തിൽ പോയി. പിന്നെ കണ്ടത് നമ്മൾ ആടിനെയാണ് കണ്ടത്, മുട്ടനാടിനെ. മുട്ടനാട് പറഞ്ഞു, ആടെ അവിടെ എലിപ്പെട്ടി വെച്ചിട്ടുണ്ട്, നീ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ആട് പറഞ്ഞു, നീ ശ്രദ്ധിച്ചു, നിൻ്റെ ടീമിനൊക്കെ പോയി പറടാ പോടാന്നോ. അങ്ങനെ ഓടിച്ചു വിട്ടു. വലിയ സങ്കടത്തിൽ ആട്. പിന്നെ എലി പോയത് നോക്കുമ്പോൾ അവിടെ നമ്മളെ പൂവങ്കോഴി അവിടെ കൊത്തിപ്പെറുക്കി നിൽക്കുന്നുണ്ട്. അവിടെ പൂവങ്കോഴിയുടെ എലി പറഞ്ഞു, അവിടെ കപ്പക്കാട്ടിനകത്ത് എലിപ്പെട്ടി വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. കോഴിയും പറഞ്ഞു, അത് ഞങ്ങളുടെ ടീമൊന്നും പോയിട്ട് എലിപ്പെട്ടിക്കകത്ത് തലയിടാൻ പോകുന്നൊന്നുമില്ല, അതൊക്കെ നിൻ്റെ പരിപാടി, നിനക്ക് വേണ്ടിയിട്ട് വെച്ച കെണിയാണ്, നീ നോക്കിക്കൊടാന്ന് പറഞ്ഞു. അങ്ങനെ സങ്കടത്തിൽ പോയിട്ട് എലി ഈ ഒരു പാറയുടെ പുറത്ത് കയറി തല വെച്ച് കരഞ്ഞുകൊണ്ട് കിടക്കുക. ഇങ്ങനെ നേരം വെളുത്തപ്പോൾ ഈ വീട്ടുകാരസൻ എലിപ്പെട്ടി വെച്ച വീട്ടുകാരസൻ്റെ ഭാര്യ നോക്കിയപ്പോൾ എലിപ്പെട്ടിയുടെ പുറത്തൊരു ഒച്ച കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ നോക്കുക, ഒരു പാമ്പ് കുടുങ്ങിയിട്ടുണ്ട് എലിപ്പെട്ടിക്കകത്ത്. അങ്ങനെ വീട്ടുകാരസൻ്റെ ഈ ഭാര്യ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പ്രമാണിയാണ്, ഒരു കർഷക കുടുംബമൊക്കെയാണ്. അവർ പോയിട്ട് നോക്കുമ്പോൾ പറഞ്ഞു പാമ്പിനോട്, എൻ്റെ പൊന്നു പാമ്പേ, നിനക്കിട്ട് വെച്ച പണിയല്ല, നീയാണോ വന്ന് കുടുങ്ങിയിരിക്കുന്നത്, കുഴപ്പമില്ല, അതിൻ്റെ വാലല്ലേ, നിനക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാനിപ്പം നിന്നെ തുറന്നു വിടാം, അവന് എലിക്ക് വെച്ചൊരു പണിയാണ്, അവനെ കപ്പയൊക്കെ തിന്നെ അവനിട്ട് വെച്ച പണിയാന്ന് പറഞ്ഞു. അങ്ങനെ 2 കമ്പെടുത്ത് എലിപ്പെട്ടി അങ്ങോട്ട് തുറന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. പാമ്പ് തിരിഞ്ഞൊരൊറ്റ കൊത്തി. അങ്ങനെ വീട്ടുകാരസൻ്റെ ഭാര്യ അങ്ങനെ മരിച്ചുപോയി. അങ്ങനെ വലിയ ജനക്കൂട്ടത്തിൻ്റെ സാക്ഷ്യത്തിൽ ഈ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു. അങ്ങനെ 14ാമത്തെ ദിവസം അവരൊരു അടിയന്തരമൊക്കെ കൊണ്ട് ആഘോഷിച്ചു. ഈ പോത്തിനെയും ആടിനെയും കോഴിയെയും കൊന്ന് കറിയാക്കിയിട്ട്. എലി അപ്പോൾ പാറപ്പുറത്ത് നിന്ന് പെരും ചിരിയിരിച്ചിട്ട് പറഞ്ഞു, അന്നേ ഞവന്മാരോടൊക്കെ പറഞ്ഞത് ആ പോത്തിനും കോഴിയോടും ആടിനോടും, കപ്പത്തോട്ടത്തിനകത്ത് എലിപ്പെട്ടി വെച്ചിട്ടുണ്ട്, സൂക്ഷിക്കണം. അന്ന് ഇവന്മാരെല്ലാം എന്നെ കളിയാക്കി, നീ സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ കാൽച്ചുവട്ടിൽ ഒരു എലിപ്പെട്ടി ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നാളെയുടെ ദിവസങ്ങളിൽ ഇത് നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുന്ന ചില ദുരന്തങ്ങളാണ്. ഒരുപക്ഷെ നമ്മുടെ ജാഗ്രത കുറഞ്ഞു പോയാൽ ഈ ദേശത്തിനകത്ത് ഒരു 10 വർഷം കഴിയുമ്പോൾ ചിന്താശക്തികൾ നഷ്ടപ്പെട്ട, ചിത്തഭ്രമം ബാധിച്ച ചെറുപ്പക്കാരെ ഈ നാടിന് സമ്മാനിക്കേണ്ടി വരും. ഇവിടെയാണ് നമ്മളെല്ലാം ഒരു സ്വരത്തിൽ, ഒരേ സ്നേഹത്തിൽ, ഒരേ കാഴ്ചപ്പാടിൽ ലഹരി എന്ന് പറയുന്ന ദുരന്തത്തിനെതിരെ നമ്മളെല്ലാം സായുധ വിപ്ലവത്തിൽ പങ്കെടുക്കണം. അമ്മമാർക്കൊക്കെ ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്, സഹോദരിമാർക്ക് ഉത്തരവാദിത്തമുണ്ട്. ലഹരി എന്ന് പറയുന്ന ദുരന്തത്തിൽ ഒരുപക്ഷെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ലഹരിക്കെതിരെ. അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി എൻ്റെതായ ഒരിടം എങ്ങനെ എനിക്ക് സമൂഹത്തിൽ സമർപ്പിക്കാൻ പറ്റും, എൻ്റെ കാഴ്ച എങ്ങനെ സമർപ്പിക്കാൻ പറ്റും, എൻ്റെ കേൾവി എങ്ങനെ സമർപ്പിക്കാൻ പറ്റും, എൻ്റെ ശ്രദ്ധ എങ്ങനെ സമർപ്പിക്കാൻ പറ്റും. നമുക്ക് ലഹരിയെക്കുറിച്ച് പറയുന്ന ഒരു വലിയ, ഞാൻ പറഞ്ഞ ഒരു കോൺക്ലേവ് പങ്കെടുത്തപ്പോൾ കിട്ടിയ ഒരു ബോധ്യമാണ്. നിങ്ങളെല്ലാം കുടിക്കുന്ന ചായയുണ്ട്. ചായ കുടിക്കാത്ത എത്ര പേരുണ്ട്? കൈവക്കാമോ? ചായയും കാപ്പിയും കുടിക്കാത്തവർ ഈ സദസ്സിൽ എത്ര പേരുണ്ട്? എല്ലാവരും കുടിക്കും അല്ലേ? ഞാനും കുടിക്കുന്ന ചായ ഇഷ്ടം പോലെ. അതിലുണ്ടോ? എല്ലാവരും കുടിക്കുന്നവരുണ്ടോ? ചായയും കാപ്പിയും കുടിക്കുന്നവരാ? ഒരു മോൻ കുടിക്കാത്തതുണ്ട് മിടുക്ക്. ചായയും കാപ്പിയും കുടിച്ചാൽ വലിയ തെറ്റൊന്നുമില്ല, വലിയ ഉപകാരമൊന്നുമില്ല. കാര്യം ചായക്കകത്തും കാഫിക്കകത്തും ഇരിക്കുന്ന ഇതിൻ്റെ കണ്ടൻറ്റ് കഫീൻ. ഇത് ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഒരു സ്റ്റിമുലേഷൻ തരുന്നുണ്ട്, ഉറങ്ങാതിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടാക്കുന്ന, ബ്രെയിനിൽ ഉണ്ടാക്കുന്ന സ്വാധീനം എന്ന് പറയുന്നത്, ദ ലെവൽ ഓഫ് ദ അഡിക്ഷൻ ചായ കോഫി 10%, 10%. നോക്കണം, 10% ചായ നമ്മളുണ്ടാക്കുന്ന അഡിക്ഷൻ്റെ സ്വാധീനം. സിഗരറ്റ് ഒരു മനുഷ്യനുണ്ടാക്കുന്ന സ്വാധീനം 200 ആണ്. 200% അഡിക്ഷൻ ബ്രെയിനെ സ്വാധീനിക്കുന്നു. 200. ചായ 10, സിഗരറ്റ് 200. നോക്കണം, അന്തരം നോക്കണം. ഇനി അടുത്ത് കേട്ടോണം, മദ്യം, ആൽക്കഹോൾ. ഈ മദ്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റാത്തതിൻ്റെ കാരണമാണ് 800 മുതൽ 1500 വരെയാണ് ബ്രെയിനെ സ്വാധീനിക്കുന്ന അഡിക്ഷൻ ലെവൽ. ഇനി അടുത്ത സ്റ്റേജ് കൂൾ, ഹാൻഡ്സ്, പാൻപരാഗ്, സ്റ്റിക്കർ ആൻഡ് കഞ്ച, ഡിബിനോസ്. ഈ സാധനം മനുഷ്യനുണ്ടാക്കുന്ന അഡിക്ഷൻ 2000 to 3000, 2000 മുതൽ 3000 വരെ മനുഷ്യ ബ്രെയിനെ സ്വാധീനിക്കുന്നു ഇതിൻ്റെ അഡിക്ഷൻ ലെവൽ. ഇനി അടുത്ത 18 പരം സൈക്കോട്രോപ്പി സബ്സ്റ്റൻസുകൾ ഈ പറഞ്ഞ കില്ലർഡ്സ് കാറ്റഗറീസിലാണ്. MDMA, പെത്തഡിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ആഷിക് ഓയിൽ, എക്ടസി, മാൻഡി പോലുള്ള
ഈ മെത്താംഫെറ്റമിൻ അടങ്ങുന്ന അതിതീവ്രമായ ഈ രാസലഹരികൾ മനുഷ്യ ശരീരത്തിനകത്ത് ബ്രെയിനിലുണ്ടാക്കുന്ന സ്വാധീനമെന്ന് പറയുന്നത് 3000 to 6000 ആണ്. 3000 മുതൽ 6000 വരെ അത് ബ്രെയിനെ സ്വാധീനിക്കുന്നു. ഇപ്പം നോക്കണം, 3000 മുതൽ 6000 വരെ ബ്രെയിനെ സ്വാധീനിക്കുന്നു. ഇത് കുറച്ച് ഇഷ്ടങ്ങളാണ്. ശരീരത്തിനെ കബളിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് സുഖം കൊടുക്കുന്ന ഇഷ്ടങ്ങൾ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇഷ്ടങ്ങൾ, പിന്നെ പല ഇഷ്ടങ്ങളുണ്ടാവും. പ്രകൃതിത്വമായ ഇഷ്ടങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. കുട്ടികൾ കളിക്കാൻ പോയാൽ കളിക്കളത്തിൽ ചെറിയ മഴയൊക്കെ ചാറുന്നുണ്ടെങ്കിൽ, കുറച്ച് വെള്ളമൊക്കെ മൈതാനത്തുണ്ടെങ്കിൽ, ആർത്തുല്ലസിച്ച് അവർ പന്ത് തട്ടുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ബ്രെയിനകത്ത് അനുഭവിക്കുന്ന സുഖ സന്തോഷമെന്ന് പറയപ്പെടുന്നത് 300 മുതൽ 850 വരെയാണ്. നോക്കണം, 300 മുതൽ 850 വരെ ഒരു കുഞ്ഞ് കളിക്കളത്തിൽ നിന്ന് അവൻ ലഹരിയുടെ സാന്നിധ്യം അനുഭവിക്കുന്നു. ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. ഒരു അച്ഛൻ മടിയിൽ കയറിയിരിക്കുന്ന ഒരു പൊന്നുമോള് അച്ഛനെ മീശ പിടിച്ചിരിക്കുന്നു, അച്ഛനെ ഉമ്മ വയ്ക്കുന്നു. അച്ഛനെ സമൃദ്ധമായി കെട്ടിപ്പിടിച്ചൊരു മകൾ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുക, അച്ഛൻ്റെ കവിളിലൊക്കെ ഒരു കുഞ്ഞുകുട്ടി. എന്നിട്ട് അവൾ അച്ഛൻ്റെ കൈയൊക്കെ ചുടക്ക് വിടുന്നു. എന്നിട്ട് മൂത്ത മകൻ പോയിട്ട് ആ നെയിൽ കട്ടറൊക്കെ എടുത്തുകൊണ്ട് അച്ഛനെ നഖമൊക്കെ വെട്ടുന്നു. വേറൊരു കുട്ടി അച്ഛൻ്റെ ചെരുപ്പൊക്കെ ഒന്ന് കഴുകിക്കൊണ്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അച്ഛൻ ഉമ്മ കൊടുക്കും. ഒരാൾ പറയും എൻ്റെ ഉപ്പയാണെന്ന് പറയാം, മറ്റാൾ വന്നിട്ട് അല്ല എൻ്റെ ഉപ്പയാണെന്ന് പറയും, മറ്റാൾ പറയും അല്ല എൻ്റെ ഉപ്പയാന്ന് പറയും. അങ്ങനെ അച്ഛനെ ഇങ്ങനെ സ്നേഹിക്കുമ്പം അച്ഛൻ്റെ ബ്രെയിനകത്തുണ്ടാകുന്ന ഒരു സ്റ്റിമുലേഷൻ ഉണ്ട്, ഉത്തേജനമുണ്ട്. അതുണ്ടാക്കുന്നത് 4000 മുതൽ 8000 വരെയാണ്. 4000 to 8000 ആണ്. പക്ഷേ ഇന്നത് കിട്ടുന്നില്ല അച്ഛന്മാർക്ക്. ഇന്ന് അച്ഛന്മാർക്ക് ഈ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് 10 അച്ഛന്മാരിൽ 2-3 അച്ഛന്മാർ മരിച്ചു പോവാണ്. കാർഡിയോ അറസ്റ്റും സൈലന്റ് അറ്റാക്കൊക്കെ വന്ന് പല അച്ഛന്മാരും ഒക്കെ മരിക്കുന്നു. ശാസ്ത്രം പറയുന്നു ആഫ്റ്റർ കോവിഡിന് ശേഷമുള്ള വാക്സിനേഷൻസ് ആണ്, അതേപോലെ സമ്മർദ്ദങ്ങളാണ് ഒക്കെ. ഒരുപക്ഷെ ശരിയായിരിക്കാം. അച്ഛന്മാർ മക്കളോട് ഇടപഴകുന്നില്ല, മക്കൾ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നില്ല, അച്ഛൻ മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്നു, അച്ഛനും അമ്മയും സംസാരിക്കുന്നില്ല. അങ്ങനെ അച്ഛനും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. കാരണം കുടുംബത്തിൻ്റെ കൈകളിൽ മുഴുവനും മൊബൈൽ ഫോണുകൾ കടന്നു വന്നു. വീടെല്ലാം വലുതായി, 4-5 മുറികളായി. ഓരോ മുറിക്കകത്തും ഓടാനുള്ള വാതിലുകൾ വന്നു. 4-5 പേർ ഒരേ മുറിക്കകത്ത് കയറി വാതിലുകൾ കുറ്റിയിട്ട് അവരുടെ കയ്യിരിക്കുന്ന 2-5-3 നീളമുള്ള ഇലക്ട്രോണിക് ഡിവൈസിലേക്ക് മനസ്സ് സമർപ്പിച്ചപ്പോൾ അയൽബന്ധങ്ങളെയും വീട്ടിനകത്തെ രക്തബന്ധങ്ങളെയും എല്ലാം കാണാനും കേൾക്കാനും ഒന്നിച്ചിരുന്ന് സംസാരിക്കാനുമുള്ള നിമിഷങ്ങളെ മറന്ന് വെർച്വലായിട്ട് കാണാനുള്ള സംവിധാനത്തിലേക്ക് ലോകം കടന്നുപോയി. അപ്പം അതുകൊണ്ട് ആ വെർച്വൽ ലോകത്തിലാണ് മനുഷ്യനെല്ലാം നിലകൊള്ളുന്നത്. അപ്പം അതുകൊണ്ട് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അച്ഛൻ്റെ മടിയിൽ ഒരു കുഞ്ഞെന്ന് കയറിയിരിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ വരുമ്പോൾ ഓടി വരും, കുഞ്ഞ് കയറിയിരിക്കും. ഒരു 4-ാം ക്ലാസ്സുകാരി കയറിയിരിക്കും, അല്ലെങ്കിൽ 3-ാം ക്ലാസ്സുകാരി മകൻ കയറിയിരിക്കും. അടുത്ത നടപടി കുഞ്ഞിൻ്റെ കൈയൊന്ന് നീളും, അച്ഛൻ്റെ പോക്കറ്റിലിരിക്കുന്ന ഫോൺ പതുക്കെ ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് ഇങ്ങനെ പറയും ലോക്ക് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടാതെ. അതിന് സോപ്പിട്ട് കൊണ്ടും കൊഞ്ചിക്കൊണ്ടും ഉമ്മയൊക്കെ കൊടുത്തുകൊണ്ട് അച്ഛനെ ലോക്കം കൊണ്ട് മാറ്റി കൊടുക്കും. കുഞ്ഞു കുട്ടിയല്ലേ, മാക്സിമം റീൽസോ ഗെയിമോ കാണുമ്പോൾ മാറ്റി കൊടുക്കും. അത് മതി. അതിനു വേണ്ടിയായിരിക്കും അവൾ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുക ഈ കാലഘട്ടത്തിൽ. അങ്ങനെ ആയിപ്പോയി. പക്ഷെ പഴയൊരു തലമുറ ഇവിടെയുണ്ട്. അച്ഛൻ്റെ മുതുകത്ത് കയറി ആന കളിച്ചതും, അച്ഛനെ മേശ പിടിച്ച് തിരിച്ചതും, അച്ഛനെ ഉറക്കത്തിൽ നല്ല വെള്ളമെടുത്ത് അച്ഛൻ്റെ കണ്ണിലൊഴിച്ചതും, അച്ഛൻ ഉറങ്ങാൻ സമ്മതിക്കാത്തതും ഒക്കെ ആയിട്ടുള്ളാകുന്ന തലമുറയൊക്കെ മണ്ണിലിരിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ബന്ധങ്ങൾ കുറഞ്ഞു. അവർക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അവരുടെ നല്ല നിമിഷങ്ങളിൽ ഇലക്ട്രോണിക് സംവിധാനമായ ഈ മൊബൈൽ ഫോൺ കടന്നു വന്നു. അങ്ങനെ അവരുടെ ജീവിത സുഖങ്ങളിൽ, ജീവിതയാത്രകളിൽ അവർ വഴി ചോദിക്കുന്നതും, അവർ സ്നേഹം പങ്കിടുന്നതും, അവർ പലതും പകുത്തു കൊടുക്കുന്നതും, അരുതാത്തത് പോലും അവർ കൊടുക്കുന്നതെല്ലാം ഒരുപക്ഷെ ഈ ഇലക്ട്രോണിക് ഡിവൈസിലൂടെയാണ്. ഇന്ന് അവരുടെ മനസ്സും അവരുടെ സീക്രട്ടുകളും അവരുടെ പ്രൈവസി മുഴുവനും ഈ 2 GB 4 GB എന്നുള്ള ഇലക്ട്രോണിക്സ് ഡിവൈസിലേക്ക് ഒതുക്കപ്പെട്ടു. അതുകൊണ്ട് മനുഷ്യൻ ഇന്ന് സംസാരിക്കുന്ന മുഴുവൻ ഇതിലൂടെയാണ്. നേരിട്ട് സംസാരങ്ങളൊക്കെ നിന്നു. ഒരു കട്ടിൽ കിടക്കുന്ന ഭാര്യയും ഭർത്താവും പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ റീൽസ് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ചിരിച്ച് ഭർത്താവ് നിലത്ത് വീഴാറായപ്പം ഭർത്താവ് പിടിച്ചൊരു തള്ളി ഭാര്യ നീ കിടക്കട്ടെ. എന്നിട്ട് ഭാര്യ അറിയുന്നില്ല. കാര്യം 2 പേരുടെ ചെവിയിൽ ഇയർബഡ്സ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഭർത്താവ് ഇവൾ കേൾക്കുന്നില്ലെന്ന് തോന്നിയിട്ട് ഭർത്താവ് ഒരു മെസ്സേജ്, പൊന്നുമൊത്തൊന്ന് നീ കിടക്കട്ടെ ഞാനിപ്പോൾ താഴെ പോകുന്നു. ആ മെസ്സേജ് കിട്ടിയപ്പോൾ തന്നെ ഭാര്യ പെട്ടെന്ന് കണ്ടു. അതിൻ്റെ അടിയിൽ ബ്ലൂടിക്ക് കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ സോറിയുടെ കുട്ടാ എന്ന് പറഞ്ഞ മെസ്സേജിന് മറുപടി കൊടുത്തിട്ട് മാറിക്കിടന്നു. ഒരു കട്ടിലിൽ പോലും ഈ മെസ്സേജുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആധുനിക നവമാധ്യമ ഡിജിറ്റൽ കാലഘട്ടം കടന്നു വന്നു. ഇവിടെയാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. ശാസ്ത്രം ഈ ലോകത്തെ വിശേഷിക്കേണ്ടുന്ന രീതികൾ അറിയാമോ അല്ലേ? മില്ലേനിയം ജനറേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. ജനറേഷൻസ്, മില്ലേനിയം ജനറേഷനകത്ത് ആളുകളോട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവില്ല. 1930 ജനിച്ച് നോക്കണം, 1930 ജനിച്ച് 1975 75 വരെ ഈ മണ്ണ് പങ്കിട്ടവർ അല്ലെ, ഈ മണ്ണ് പങ്കിട്ടവരാണ് മില്ലേനിയം ജനറേഷൻസ്. അവരെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഐത്തങ്ങളും അനാചാരങ്ങളും
വികസനങ്ങളും കടന്നു വരാതെ പട്ടിണികളും പരിവട്ടങ്ങളുമായി ഒരു കാലഘട്ടത്തിൽ ഈ മണ്ണിൽ കഴിഞ്ഞവർ. അന്ന് ടെക്നോളജി ഇല്ല, IT ആക്ട് ഇല്ല, അന്ന് യന്ത്രങ്ങളുള്ള മോട്ടോർ വാഹനങ്ങളില്ല, അതുകൊണ്ട് തന്നെ മോട്ടോർ വെഹിക്കിൾ ആക്റ്റുകളില്ല. കാളവണ്ടിയും പോത്തും വണ്ടിയും ചങ്ങാടങ്ങളും ഗ്രാമഫോണുകളും ടെലഗ്രാമും പോസ്റ്റ് ഓഫീസുകളുമുള്ള മണ്ണാൽ മെഴുകപ്പെട്ട അങ്ങ് ഓലയും വൈക്കോലുമെല്ലാം മേയപ്പെട്ട വീടുകളുള്ള പാത്രങ്ങൾ ഇല്ലാത്ത മൺപാത്രങ്ങൾ മാത്രമുള്ള TVയും ഫ്രിഡ്ജും ഗ്യാസുകളും ഒന്നുമില്ലാത്ത ഒരു പരിഷ്കാരങ്ങൾ കടന്നു വരാത്ത ഒരു പഴയ കാലഘട്ടം. ആ കാലഘട്ടം റേഡിയോ ഒക്കെ വരുന്നൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലെ ഒരു മനുഷ്യനെ ഇങ്ങനെ വിളിച്ചൊരു പേരാണ് മില്ലേനിയം ജനറേഷൻസ്. ആ മനുഷ്യഗണങ്ങൾ മുഴുവനും അന്ത്യത്താഴം അത്തിപ്പഴത്തോളം മാത്രം കഴിക്കുന്നവർ. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഭക്ഷണം നിർത്തുകയും ഒരു 7-8 മണിക്ക് കിടന്നുറങ്ങി ശരീരത്തിന് ആവശ്യം വിശ്രമം കൊടുത്ത് സുബൈ നിസ്കാരത്തിന് മുമ്പ് ഉണർന്നെഴുന്നേറ്റ് പ്രഭാതകർമ്മങ്ങളെല്ലാം ചെയ്ത് ശാരീരിക ജീവിതശ രോഗങ്ങളൊന്നുമില്ലാത്ത ഒരു ജനസമുദായത്തെയാണ് ശാസ്ത്രം വിശേഷിക്കപ്പെടുന്നത് മില്ലേനിയം ജനറേഷൻസ്. 1975 തുടങ്ങി 2010 വരെ ജനിച്ച മനുഷ്യഗണങ്ങളെ ശാസ്ത്രം വിളിക്കുന്നത് Z ജനറേഷൻ എന്നാണ്. Z കാറ്റഗറീസ് നോക്കണം. ഞാൻ ആ Z കാറ്റഗറി പെട്ട ഒരാളാണ്. ഫിലിപ്പ് അമ്പട് എന്ന് പറയുന്നത് ഞാൻ 76 ജനിക്കുന്നത്. 1976 ആണ് ഞാൻ ജനിക്കുന്നത്. ഞാൻ Z കാറ്റഗറിയിലാണ്. പ്രത്യേകത എന്താ? ഏറ്റവും മനോഹരമായ ഒരു സുവർണ കാലഘട്ടം. ഈ കാലഘട്ടമാണ് ഏറ്റവും സുവർണമായ കാലഘട്ടം, കണ്ടുപിടുത്തങ്ങളുടെ കാലഘട്ടം. അങ്ങ് സംസ്കാരങ്ങളും സംസ്കൃതികളും കടന്നു വരുന്നൊരു കാലഘട്ടം അല്ലേ? ആ മഴ വരുന്നുണ്ട്, കുറച്ച് സൈഡാക്കിക്കോ. ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിട്ട് സൈഡൊന്ന് ഇതാക്കിയാൽ മതി. മഴ ഇപ്പം പോവും, പേടിക്കൊന്നും വേണ്ട. ഒന്ന് ഈ ഭാഗത്തോട്ടെ ഒന്ന് അറേഞ്ച് ചെയ്തോ, പെട്ടെന്നൊന്ന് അറേഞ്ച് ചെയ്തു. ഇത് ഇവിടെ ക്യാപ്പിൽ കുറേ സ്ഥലം കിടക്കുന്നുണ്ട്. ഇവിടെ ഈ സെൻട്രൽ പോർഷനകത്ത് ഈ കസേര ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറേ ഇങ്ങോട്ട് മക്കളെ ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ടിട്ട് സൈഡിലോട്ടിട്ട് ആ മൈക്ക് സെറ്റ് വെച്ചിരിക്കുന്നത് മൈക്ക് പോയിന്റ് അവിടെ അവിടെ ആ ക്യാപ്പിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത്. കുഴപ്പമൊന്നുമില്ല. ഈ ഏറ്റവും പുറകെ കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കാമല്ലോ അല്ലേ? നല്ല ശബ്ദമാണ്, അത് കുഴപ്പമില്ല. ആരെയാ സൗണ്ട് സിസ്റ്റം? ആരതാ? നല്ല സിസ്റ്റം കേട്ടോ, അടിപൊളിയാണ്. ഓക്കെ. പക്ഷേ ഇത് ഈ ഓഡിറ്റോറിയത്തിലാണ് വെക്കുന്നെങ്കിൽ എന്നോട് ഇമാം പറഞ്ഞിരുന്നു, ഉസ്താദ് പറഞ്ഞു ഓഡിറ്റോറിയത്തിലായിരുന്നു പറഞ്ഞു, വെക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ന് ഒന്നും കേൾക്കാൻ പറ്റില്ല എന്നെ അകത്താകുമ്പോൾ. ഇവിടെ വെച്ചുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് കേൾക്കുന്നത്. ശേഷം കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. എവിടെ ഞാൻ പറഞ്ഞു നിർത്തിയ? എവിടെയാ മക്കൾ? എവിടെ നിർത്തിയ? ഞാൻ പറഞ്ഞു നിർത്തിയ? എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും പറയാം, എൻ്റെ കയ്യിൽ നിന്ന് പോവും. എവിടെയാണ് പറഞ്ഞു നിർത്തിയേ? ഒന്ന് പറഞ്ഞേ. എവിടെയാ കുട്ടാ? പറ. നല്ല ചിരിയാ കേട്ടോ. എവിടെയാ പറഞ്ഞു നിർത്തിയ? പറ. സഹായിക്കണ്ടേ? ഞാൻ എവിടെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. എന്നിട്ട് മിടുക്കം നോക്കണം. 2010 വരെ 1975 തുടങ്ങി 2010 വരെ മണ്ണ് പങ്കിട്ട ജനവിഭാഗത്തെയാണ് Z കാറ്റഗറി എന്ന് പറയുന്നത്. വികസനം കടന്നു വരുന്നത് അല്ലേ? റെഫ്രിജറേറ്ററുകൾ, ഫ്രിഡ്ജുകൾ, TV, പിന്നെ അലുമിനിയം പാത്രങ്ങൾ, ഗ്യാസുകൾ, വഞ്ചികൾ, യന്ത്രം പിടിപ്പിച്ച മോട്ടോർ വാഹനങ്ങൾ, മോട്ടോർ ആക്ട് വന്നു. അങ്ങനെ 1GB ഈ പറയുന്ന ഗ്രാമഫോൺ മാറി, ടെലഗ്രാം മാറി, ഗ്രാമഫോൺ മാറി, പിന്നെ 1GB, 2GB, 3GB, 4GB വരെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട 2010 കാലഘട്ടം ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടന്നൊരു കാലഘട്ടമാണ്. ഏറ്റവും മനോഹരമായ സുവർണ കാലഘട്ടമാണ് ഈ പറഞ്ഞ Z കാറ്റഗറി വിശേഷിക്കപ്പെടുന്നത്. അപ്പം ഈ Z കാറ്റഗറിയുടെ കാലഘട്ടത്തിൻ്റെ ബിഗിനിങ് സമയത്ത്, അതായത് 1975 ഈ മണ്ണ് കണ്ട ഏറ്റവും വലിയ വാർത്ത തിരുവനന്തപുരം നഗരത്തിനകത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഒരു യുവാവിൻ്റെ കയ്യിൽ നിന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് പിടികൂടിയത് കഞ്ചാവിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 60 ഗ്രാം ക്വാണ്ടിറ്റിയാണ് പിടികൂടിയത്. ഏത്? Z കാറ്റഗറി ജനറേഷൻ്റെ കാലഘട്ടത്തിൽ. അത് സ്റ്റേറ്റ് ന്യൂസായിരുന്നു. ഈ പറയുന്ന കൊന്താപ്പള്ളിയിൽ വന്ന് പത്രമുണ്ടെങ്കിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അന്ന് ഇവിടെ കടകളുണ്ടെങ്കിൽ കടയിലിരുന്ന് നമ്മുടെ പഴയ തലമുറ പറഞ്ഞിട്ടുണ്ട് 60 ഗ്രാം കഞ്ചാവ് പിടികൂടി. എന്താ ഇപ്പോൾ ലോകത്തിൻ്റെ പോക്ക്? അതിൻ്റെ അടിയിൽ ഇങ്ങനെ വാർത്ത, തലസ്ഥാന നഗരം ലഹരി വേട്ടക്കാരുടെ കയ്യിൽ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദരവുകളൊക്കെ കൊടുക്കുന്ന ചിത്രമൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ പിടികൂടിയത് എത്രയാ? 60 ഗ്രാം. നമ്മുടെ കയ്യിരിക്കുന്ന ഒരു മൊബൈലിൻ്റെ പകുതി ഭാരമുണ്ടാവും, വെറും 60 ഗ്രാം. 1975 പിടികൂടിയ ഈ പോലീസ് പിടികൂടിയ ഇതിൻ്റെ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്.
എന്നാൽ വർഷം കുറച്ചും കൂടി കഴിഞ്ഞു, സെഡ് കാറ്റഗറി ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഇങ്ങോട്ട് പോരുകയാണ്. ആൽഫ ജനറേഷൻ്റെ കാലഘട്ടത്തിലേക്ക് എൻട്രി ചെയ്തു. ആൽഫ ജനറേഷൻ കാലഘട്ടം ഏതാ? 2010 ജനിച്ച് 2025 വരെ ഉള്ള 15 വർഷത്തെ തലമുറയെ ശാസ്ത്രം, കുറച്ച് തലമുറയെ മാത്രം എടുത്തിട്ട് ശാസ്ത്രലോകം പേര് ചൊല്ലി വിളിക്കുകയാണ് ആൽഫ ജനറേഷൻസ്. പ്രത്യേകത എന്താ? ആൽഫ ജനറേഷൻ്റെ കാലഘട്ടത്തിലാണ് വാർത്ത. The place of occurrence from Thrissur Parmakavu, in front of Parmakavu temple, the detection quantity 1.7 kilogram quantity കഞ്ചാ. നോക്കണം, 1.700 ഗ്രാം കഞ്ചാ പിടിച്ചു പോലീസ്. അപ്പോൾ അത് പിടിച്ച ക്വാണ്ടിറ്റി നമ്മളെല്ലാം വായിച്ചു, 2010 വാർത്തയിൽ വായിച്ചു. തൃശ്ശൂർ നഗരത്തിൽ കഞ്ചാവ് വേട്ട, 1.5 കിലോ കഞ്ചാവ്, വലിയ വാർത്തയായിരുന്നു. ഏത്? ഈ പറയുന്ന ആൽഫ ജനറേഷൻ കാലഘട്ടത്തിൽ. ഇനി ആൽഫ ജനറേഷൻ കഴിഞ്ഞ് ബീറ്റ ജനറേഷൻ വന്നു. 2025 ജാനുവരി 1-ാം തീയതി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, കുളന്തകൾ. അതിനുശേഷം ഇങ്ങോട്ടുള്ള കുട്ടികളെ ശാസ്ത്രം ഇപ്പം തന്നെ പേര് ചൊല്ലി വിളിച്ചു. അതിൻ്റെ എൻഡ് ടു ബിഗിനിങ് വരെയുള്ള സംഭവങ്ങൾ, സ്റ്റാർട്ട് ടു എൻഡ് വരെയുള്ള കണ്ടുപിടിച്ചു. 30 വരെയുള്ളൂ. നോക്കണം, 2025 തുടങ്ങി 2030 വരെയുള്ളൂ. ഈ കാറ്റഗറീസിനെ, ഈ ജനറേഷനെ ശാസ്ത്രം വിളിക്കുന്ന പേരാണ് ബീറ്റ ജനറേഷൻസ്. പ്രത്യേകത പറയുന്നുണ്ട്. ബീറ്റ ജനറേഷൻ തുടങ്ങി 2025 ഫെബ്രുവരി 3-ാം തീയതി ഈ പറയുന്ന പെരിന്തൽമണ്ണ, ഞാൻ ജോലി ചെയ്ത പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഒരു കാറിൽ നിന്ന് പിടികൂടിയത് 198 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. ആ കഞ്ചാവിൻ്റെ വാർത്ത പ്രധാന പേജിൽ വന്നിട്ടില്ല. വാർത്ത പിറ്റേ ദിവസവും വാർത്ത വന്നിട്ടില്ല. രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ പ്രാദേശിക പേജിൽ ആ വാർത്ത വന്നത്. കാര്യം അത് വലിയ പ്രാധാന്യമില്ലായിരുന്നു. അതേ ദിവസം പാലക്കാട് പിടികൂടിയിട്ടുണ്ട് അത്രയും ക്വാണ്ടിറ്റി. അതേ ദിവസം അങ്ങ് തിരുവനന്തപുരത്തും പിടികൂടിയിട്ടുണ്ട് സെയിം ക്വാണ്ടിറ്റി. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഈ സ്റ്റേറ്റ് ന്യൂസ് അല്ല, പ്രാദേശിക വാർത്തകളാക്കി മാറി. കാര്യം പ്രാദേശിക ഇടങ്ങളിൽ പോലും, ഗ്രാമങ്ങളിൽ പോലും ലഹരിയുടെ സാന്നിധ്യമുണ്ട് എന്ന വാർത്ത വന്നതോടുകൂടി വാർത്തയ്ക്ക് പ്രാധാന്യമില്ലാതായി മാറി. മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഈ കാലഘട്ടം അങ്ങനെയാണ്, ബീറ്റ ജനറേഷൻ കാലഘട്ടം. അപ്പം ഞാൻ പറഞ്ഞു സെഡ് ജനറേഷൻ കാലഘട്ടം ഏറ്റവും മഹത്തരമായ കാലഘട്ടം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നൊരു കാലഘട്ടമാണ് ഈ പറയുന്ന ആൽഫ ജനറേഷൻ കാലഘട്ടം. 2010 മുതൽ 2025 വരെ. പ്രത്യേകത എന്താ? ആ കാലഘട്ടം നിങ്ങളുടെ മക്കളുടെ വയസ്സൊന്ന് ആലോചിച്ച് നോക്കണേ. 2010 ജനിച്ച് 2025 വരെയുള്ള ജനറേഷൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. എൻ്റെ കാഴ്ചപ്പാട് ഞാൻ അതിനോട് കൂടുതൽ യോജിക്കുന്നില്ല. എന്നാലും ശാസ്ത്രം പറയുന്നുണ്ട് ഇവർ ക്ഷിപ്രകോപികളാണ്, വിശ്വാസരഹിതരാണ്, ഇവർക്ക് ദേവാലയങ്ങളും ചർച്ചുകളിലും പള്ളികളിലും കൃത്യസമയത്ത് പോകാൻ കഴിയാത്തവരാണ്, അവർ മുൻനിരയിൽ നിൽക്കാത്തവരാണ്, അവർ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് അനലൈസ് ചെയ്യപ്പെടുന്നവരാണ്, അവരുടെ സ്വഭാവ രീതി, ഭാഷാരീതി, പഠനരീതി, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ടോട്ടലി ചേഞ്ചാണ്. അവർ ഉറങ്ങുന്നത് രാത്രിയല്ല പകലാണ്, അവർ പകലിനെ രാത്രിയാക്കും, അവരുടെ രീതികളുമെല്ലാം അടിമുടി മാറിപ്പോവും. അവർ എപ്പോഴും വിഖ്യാതമായ പല സ്റ്റേറ്റ്മെൻറ്റുകളും അവർ ഉദ്ധരിക്കപ്പെടും. അവർ മതപണ്ഡിതർക്കും അവർ സമൂഹത്തിൽ ഉന്നതയിൽ നിൽക്കുന്നവർക്കും നേരെ അവർ കമൻറ്റുകൾ രേഖപ്പെടുത്തും. അടിയിൽ മ്ലേച്ഛമായ ചെയ്തികൾ ഒരുപക്ഷെ അവർ തുറന്നു കാട്ടപ്പെടും. എല്ലാവരും അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം അവർക്ക് ഇഷ്ടമാണ്, വാസന അവർക്ക് ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകുമെന്ന് പറയപ്പെടുക. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, വിരുദ്ധാഹാരങ്ങൾ കഴിക്കുന്നവരാണ്. നിങ്ങൾ ചാറ്റ്ജിപിയിലൊക്കെ കയറിയിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഹോൾമിൻസിൻ്റെ സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന ആൽഫ ജനറേഷനെ കുറിച്ച് ഭയങ്കര രസകരമായിട്ടുണ്ട് പറയുന്നുണ്ട് ഇല്ലേ. നരിമാൻ്റെ ബോൾഡറൊക്കെ വായിച്ചാൽ മതി. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന വ്യക്തിയാണ്. അതിനകത്തൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഈ രീതിയെക്കുറിച്ച് പറയുന്നുണ്ട് രസകരമായി. നിങ്ങളിപ്പം ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മുടെ ഭക്ഷണരീതിയാണ് ഇപ്പോഴത്തെ മക്കളുടെ ഭക്ഷണരീതിയെന്ന്. കാര്യം ഇവരിപ്പോൾ രാത്രിയിലുള്ള ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങൾ നൈറ്റ് പെട്രോളിങ്ങിനൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഈ ചെറിയ നാളെ കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ്, ഞാൻ സർവീസിൽ ഇപ്പോൾ ഇല്ല, കാരണം ഒരു 3 മാസമായിട്ട് ഞാൻ പോലീസിൽ നിന്ന് രാജിവെച്ച് പുറത്തോട്ട് വന്നു കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി ആദ്യം. ഇപ്പം ഞാൻ പോലീസുകാരനല്ല, ഇപ്പം ഞാൻ നിങ്ങളെപ്പോലെ സിവിലിയനാണ്. 7 വർഷവും 2 മാസം കൂടെ സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇങ്ങനെ മോട്ടിവേഷൻ മേഖലയൊക്കെ ഓടി നടക്കുകയാണ്, ഉറക്കമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും നല്ല പൈസയൊക്കെ അല്ലേന്ന്. അത് സത്യം പറഞ്ഞാൽ ശരിയാണ്. ഒരു പ്രോഗ്രാമിനൊക്കെ 30,000-40,000 ഒക്കെ വാങ്ങി ഒരു നാണമില്ലാതെ പോക്കറ്റ് ഇട്ട് ഞാൻ പോകും. ചില ദിവസമൊക്കെ എൻ്റെ നാട്ടിൽ 3 പ്രോഗ്രാം ഉണ്ടെങ്കിൽ 1 lakh rupees ഒക്കെ എൻ്റെ ഇൻകം. അപ്പം പോലീസ് ജോലി ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. രാവിലെ എഴുന്നേക്കണം, അവിടെ ഇൻക്വസ്റ്റ് നടത്തണം, ബോഡി പ്രേത പരിശോധന, പട്ടി കിടക്കുന്ന കിടക്കണം, പന്നി പോലെ തിന്നണം. പക്ഷേ രാജാവിൻ്റെ പ്രൗഢിയുണ്ട്, സ്റ്റാറൊക്കെ തോളിലുണ്ടാവും, മാസം 1 ലക്ഷം രൂപ ശമ്പളം കിട്ടും. ഇവിടെ നോക്കുമ്പോൾ രാവിലെ എഴുന്നേക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്വന്തം വണ്ടിയിലൊക്കെ ഡ്രൈവറെ വെച്ച് യാത്ര ചെയ്യാം. ഒരു ദിവസം 1 ലക്ഷം രൂപ വരുമാനം കിട്ടും, ഒക്കെ കിട്ടുന്നുണ്ട്. കുറച്ച് കളർഫുള്ളാണ്. എല്ലാ രാജ്യങ്ങളോട് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ അടുത്ത മാസം ഞാൻ US പോവുകയാണ്. എല്ലാ സ്ഥലത്ത് പോകാനൊക്കെ പറ്റും, രസകരമാണ്. പക്ഷേ എൻ്റെ സഹപ്രവർത്തകരോടൊക്കെ ഞാൻ പറയും സുഖമാണ്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം കൂടെയുണ്ട്. ഒരു സ്ഥലത്തു നിന്നും ഞാൻ ഒരു നാരങ്ങ വെള്ളം വാങ്ങി പോലും എൻ്റെ സർവീസ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല.
2007 കൊച്ചേസ് ചിറ്റപ്പള്ളി എന്ന് പറയുന്ന മനുഷ്യൻ തന്ന 5,01,000 രൂപ സോഷ്യൽ എക്സലൻസ് പുരസ്കാരം ഞാനും എൻ്റെ സുഹൃത്ത് മഹേഷ് തൃണവും അങ്ങ് എറണാകുളത്ത് നിന്ന് വാങ്ങിയ പൈസ ഞങ്ങൾ ആദ്യം എടുത്ത് ഒരുക്കു കൂട്ടി വെച്ചുകൊണ്ട് തുടങ്ങിയ ഒരു യാത്രയാണ് തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഓഡിറ്റബിൾ ആണ്, ആരെയും കണക്ക് കാണിക്കാനുള്ള, ഞങ്ങളുടെ സ്വന്തം മനസ്സിൻ്റെ സന്തോഷം വേണ്ടിയിട്ടാണ്. 2,96,00,000 രൂപ ഇതുവരെ സമാഹരിച്ചിട്ടുണ്ട്. ഫിലിപ്പമ്പട് എന്ന് പറയുന്ന എൻ്റെ സ്വന്തം അക്കൗണ്ട് SBIയിൽ കിടക്കുന്ന ആ ലിക്വിഡ് മണിയാണത്. വലിയ സന്തോഷമെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രഭാഷണ വേദികളിൽ വിദേശ രാജ്യങ്ങളെല്ലാം ഞാൻ പേയ്മെൻറ്റ് ചോദിച്ച് വാങ്ങുമ്പോൾ അക്കൗണ്ട് വഴി മാത്രമേ വാങ്ങാറുള്ളൂ. അത് ഓഡിറ്റബിൾ ആണ്. ഞാൻ പറയാൻ കാരണം 2027 എൻ്റെ അമ്മ മേരിക്കുട്ടിയുടെ പേരിൽ മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ വേദന അനുഭവിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു ചികിത്സ അഡിക്ഷൻ സെൻറ്റർ സൗജന്യമായി പടുത്തുയർത്തിയാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, പോലീസ് എന്ന് പറയുന്നത് നിന്നാൽ ഒരു ഫിലിപ്പമ്പട് എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ അവിടെ ഇല്ലെങ്കിൽ ഒരു 100 സബ് ഇൻസ്പെക്ടർ റിക്രൂട്ട് ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിയും. പക്ഷേ ഫിലിപ്പമ്പട് എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ മേഖലയിൽ എന്നെ പോലെയുള്ള ഒരു വ്യക്തി ഇല്ല എങ്കിൽ നഷ്ടമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ ഈ ബാക്ക്ഗ്രൗണ്ടിലേക്കും അതുപോലെ തന്നെ എൻ്റെ ഈ പറയുന്ന ഈ മേഖലയിലേക്ക് ഞാൻ ഇറങ്ങി വന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചത്. അല്ലെങ്കിൽ പോലീസുകാരനാണെങ്കിൽ എനിക്ക് പെരുന്തമണ്ണ പോലീസ് സ്റ്റേഷനിൽ SI എനിക്ക് ഇവിടെ ഒന്ന് ഇങ്ങനെ ഫ്ലെക്സും ബോർഡൊക്കെ വെച്ച് സംസാരിക്കാൻ പറ്റുമോ? അതിന് പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്, അനുമതി വാങ്ങണം, ഒക്കെ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ മണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിതമാക്കുക. കുറഞ്ഞ കാലമേ മണ്ണിലൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുകയുള്ളൂ. ആ കുറഞ്ഞ കാലത്തിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം മാക്സിമം ഔട്ട്പുട്ട് നമ്മൾ കൊടുത്ത് നമുക്ക് ചെയ്യാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. അപ്പോൾ വീണ്ടും നമുക്ക് അതിലോട്ട് തന്നെ പോകാം. ഈ പറയുന്ന ആൽഫ ജനറേഷൻസ്. അപ്പോൾ ആൽഫ ജനറേഷൻസ് മോശമാണെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. ആൽഫ ജനറേഷൻസ് ഈ കാലഘട്ടങ്ങളിലൊക്കെ, ഈ ആൽഫ ജനറേഷൻ കാലഘട്ടങ്ങളിൽ കടയുടെ ഉദ്ഘാടനത്തൊക്കെ വിളിക്കുന്നത്, പണ്ട് നമ്മൾ ഈ പറയുന്ന Z ജനറേഷൻ കാലഘട്ടത്തിനകത്ത് എനിക്ക് കടയുണ്ട്, ഒരു ക്രൈസ്തവനാണെങ്കിൽ ഏതെങ്കിലും മതപുരോഹിതനെ വിളിക്കും അല്ലേ, ഫാദർ ഇങ്ങനെ അച്ഛനെയൊക്കെ വിളിച്ചിട്ട് അച്ഛനാണ് ആ കട വെഞ്ചരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരു ഇസ്ലാം വിശ്വാസക്കാരൻ്റെ കടയാണെങ്കിൽ അല്ലേ, പാണക്കാട് തങ്ങൾമാരെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ചീഫ് ഇമാമിനെയൊക്കെ ആയിരിക്കും വിളിച്ച കട ഉദ്ഘാടനം. ഇപ്പം ഇത്തരം ആഘോഷങ്ങളൊക്കെ നിർത്തി പൊതുസമൂഹം. എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഈ ആൽഫ ജനറേഷൻ വന്നതോടുകൂടി ഇതൊക്കെ നിർത്തി. കാരണം അവരൊക്കെ ഇപ്പോൾ കൊണ്ടുവരുന്ന പുതിയ സ്ത്രീകളെയൊക്കെയാണ് കൊണ്ടുവരുന്നത് പല കടയുടെ ഉദ്ഘാടനത്തിനൊക്കെ. സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നില്ല, കാര്യം പറഞ്ഞാൽ ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഇല്ലേ. എൻ്റെ അമ്മയും ഒരു സ്ത്രീയാണ്, നോക്കണം. അങ്ങനെ സ്ത്രീകൾ വന്നാലേ ഇപ്പം ചെറുപ്പക്കാരെ കിട്ടുകയുള്ളൂ. ഈ തിരുവനന്തപുരത്ത് എൻ്റെ സെൽഫോനെ ബന്ധപ്പെട്ടുകൊണ്ട് ദയാബായി സമരം നടത്തി, നിരാകാര സമരം. ഒരു ചെറുപ്പക്കാരൻ പോയിട്ട് ആ സാധുശ്രീ എടുത്ത് പോയിട്ട് കാസർഗോഡിന് വേണ്ടിയിട്ട് അവിടുത്തെ പട്ടണിപ്പാവങ്ങൾക്ക് വേണ്ടി എൻ്റെ സെൽഫോനെ ബന്ധപ്പെട്ടുകൊണ്ട് ഐക്യദാർഢ്യം പ്രവർത്തിച്ചുകൊണ്ട് ഒരു സെൽഫി എടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ കണ്ടില്ല. പക്ഷേ 100 മീറ്റർ അപ്പുറത്ത് കടയുടെ ഉദ്ഘാടനത്തിന് ഒരു സ്ത്രീ വന്നിരുന്നു. ആ തിരുവനന്തപുരം ജില്ലയിലുള്ള ചെറുപ്പക്കാരൻ മുഴുവൻ അവിടെ വന്നു. പോലീസ് ഓടിച്ചൊരാളെ മുട്ടെന്നുള്ള ഓടുന്ന റോഡും ബ്ലോക്കാക്കി വന്നൊക്കെ ബൈക്ക് എടുത്ത് 3 പേര് ഓടിച്ചു വിട്ടു. ഒരുത്തം പറഞ്ഞ് ഇന്നും വൈറലാണ്, ഒന്ന് കണ്ടോട്ടെ തൊട്ടോട്ടെ കാണാൻ വന്നത് അവിടെ നിന്ന് വന്നാന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ നോക്കണം, തലമുറയുടെ ഒരു ചേഞ്ചാണ് തലമുറയുടെ. അപ്പോൾ മക്കള് ഇന്ന് എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു, രാത്രി വണ്ടിയുടെ ഒച്ച വെക്കും. അമ്മ ഓടിപ്പോയി നോക്കുമ്പോൾ വണ്ടി പോയി. പിന്നെ അമ്മ വിളിയാണ്, എവിടെയാ ഉമ്മ വിളിക്കുക, എവിടെ മോനെ നീ ഇപ്പോൾ വരാം. കുറേ വീണ്ടും വിളിച്ചു, എടാ നീ എവിടെയായി രാത്രി 12 മണിക്ക്? ഉമ്മനെ മിണ്ടായിരിക്കുമെന്ന് ഒരു സൗകര്യം തരില്ല, വീട്ടിൽ വന്നാലും സമാധാനം തരില്ല. വെറുതെ വീട്ടിൽ വരാത്ത ഞാൻ ചെറിയ കിള്ളക്കുട്ടിയൊന്നും അല്ല കരാകരം ഇങ്ങനെയായിട്ട് കുറച്ചോണ്ടിരിക്കാൻ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ. എനിക്കിവിടെ എന്താ ഒരു ഗാനമേള കൂടിക്കൂടെ, DJ പാർട്ടി നടക്കണ്ടു. ഉമ്മ അവിടെ, അമ്മ എവിടെ, ഒന്ന് അടങ്ങിയിരിക്കുക അവിടെ. വല്ലാത്തൊരു സമാധാനം തരില്ല അല്ലേ. വീട്ടിൽ ചെന്നാൽ നിന്റെ കണ്ണെന്താടാ ഇങ്ങനെ നിൽക്കുന്നത്, നിന്റെ മുടി വെട്ടടാ, എടാ നിന്റെ ഷർട്ടൊന്ന് കഴുകടാ, നീ കാലൊന്ന് ഉരച്ച് തേച്ച് കുളിക്കടാ, നിന്റെ ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിടടാ. ഇങ്ങനെ 16-17 വയസ്സെന്ന കൗമാരക്കാരനോട് അമ്മ മല്ലടിക്കുകയാണ്. കാര്യം എന്താ? അമ്മയ്ക്ക് ആശങ്കയാണ്. അവൻ്റെ നിറം മങ്ങിയാൽ, അവൻ്റെ കണ്ണ് മങ്ങിയാൽ, അവൻ്റെ മുടി ചീകിയിട്ടില്ലെങ്കിൽ, അവനൊന്ന് കൂർക്കം വലിച്ചാൽ, അവനൊന്ന് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞാലൊക്കെ അമ്മയ്ക്ക് സങ്കടമാ. ഈ മണ്ണിൽ അവളല്ലാതെ മറ്റാരാണ് സങ്കടം അനുഭവിപ്പാൻ ഈ മണ്ണിലുള്ളത്? മകളെ ഓർത്ത് അല്ലേ. അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. നിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഞാനും നിന്റെ അപ്പനും വഴക്കുണ്ടാകണേ. നിന്റെ ഒറ്റ കാരണം കൊണ്ട് നീ പോയി ചാകടാ, പോ, എങ്ങോട്ടേക്ക് നീ പോയി പണ്ടാറങ്ങ് പോ, നീ എൻ്റെ വയറ്റിലാണല്ലോ ഉണ്ടായത്. ഇങ്ങനെ സങ്കടം പറയുന്നവളാ അമ്മ. അവളങ്ങനെ കരഞ്ഞ് സങ്കടം പറഞ്ഞ് കണ്ണീരൊഴുക്കുന്നത് കൊണ്ട് അമ്മമാരുടെ ഹൃദയങ്ങളൊന്നും പൊട്ടി അമ്മമാരൊന്നും അറ്റാക്കൊന്നും മരിക്കൂല കേട്ടോ. ഒരു അമ്മയും മരിക്കാതിരിക്കട്ടെ. ഈ അച്ഛന്മാരൊക്കെയാണ് ഈ അറ്റാക്ക് ഒന്ന് മരിക്കണത്. ഈ ഉപ്പമാരെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. 10 പേര് ഞാൻ ആദ്യം പറഞ്ഞല്ലോ കണക്ക്. ഇത് എൻ്റെ കണക്കല്ല കേട്ടോ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കാണ്. പ്രത്യേകിച്ച് ചൈനയിലും ഇന്ത്യയിലുമുള്ള ഈ അപ്പന്മാർക്കാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്നത്. കാര്യം ഇവർക്കാണ് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുള്ളത്. ഇവർക്കാണ് മക്കളെക്കുറിച്ചുള്ള ആവലാതികളും ആശങ്കകളും വെച്ച് പുലർത്തുന്നത് ചൈനക്കാരും ഇന്ത്യക്കാരുമാണെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ശരാശരി ഇന്ത്യയിലെ ഏതൊരു അപ്പനും ഈ പെൺമക്കളൊക്കെ വളർന്നു വരുന്നതാകുമ്പോൾ വലിയ ആശങ്കയാണ്. അവളുടെ ശരീരം വളരുമ്പോൾ അവളെ കെട്ടിച്ചു വിടണം. അവൾ മൊബൈൽ ഫോൺ കൂടുതൽ നേരം കളിച്ചാൽ, അവൾക്ക് മാർക്കൊന്ന് കുറഞ്ഞു പോയാൽ വിദേശത്തും ജോലി സ്ഥലത്തും എല്ലാം മറ്റൻ ആത്മസംഘർഷം അനുഭവിക്കുക, വല്ലാത്ത വേണ്ടാത്ത വിഷമങ്ങൾ അനുഭവിക്കുക. എന്നിട്ട് ഈ മനുഷ്യൻ പുറത്തു പറയുമോ? പറയില്ല. എല്ലാം ഈ മനുഷ്യൻ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കും.
എന്നിട്ട് അത് ചിലപ്പോൾ ഭാര്യയോടൊരു മുരളിലും ദേഷ്യത്തിലും ഒക്കെ ആക്കി ആ മനുഷ്യൻ കുറച്ച് മാത്രമേ ആ പൊതി അങ്ങോട്ട് അഴിക്കുകയുള്ളൂ. അസമം വീട്ടിൽ ഭാര്യമാരങ്ങനല്ല. അവർ തൊട്ടാലും പിടിച്ചാലും പാത്രം നിലത്ത് വീണാലും പാത്രം തട്ടിയാലും ഇല്ലേ, ഷൂ അവിടെ ഇട്ടാലും ഷൂ മാറ്റിയിട്ടാലും ചൂല തട്ടിയാലും എല്ലാം അമ്മ പറയും, നിനക്ക് നോട്ടമില്ല, കണ്ണില്ല, മുഖത്ത് നോക്കി നടക്കടി, നിന്നെ കെട്ടിച്ച് വിടണ്ടല്ല, നീ എഴുന്നേക്കടി, ഉണ്ണടി, ഒരുങ്ങടി, നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു അമ്മ മക്കളോട് സങ്കടം പറഞ്ഞ് അവൾ കരഞ്ഞ് അവളുടെ ഹൃദയം എല്ലാം നൈർമല്യമുള്ള ഹൃദയം അമ്മമാരുടെ ഹൃദയം. അതുകൊണ്ട് ഈ അമ്മമാരൊന്നും അറ്റാക്ക് വന്നിട്ട് നിങ്ങൾ കണക്കെടുത്ത് നോക്കിയേ, 100-ൽ ഒരാളെ അറ്റാക്ക് ഒന്നും മരിക്കുള്ളൂ അമ്മമാരിൽ. പക്ഷേ പുരുഷന്മാരിൽ 100-ൽ 55% ഞങ്ങൾ പൊട്ടിപ്പോവും. ഉറക്കത്തിൽ, നടത്തത്തിൽ, ഇരുത്തത്തിൽ ഒക്കെ ഞങ്ങളിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും കേട്ടോ സഹോദരിമാരെ. നിങ്ങളതൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഉള്ളിലൊന്നുമില്ല. പ്രത്യേകിച്ച് പ്രവാസ ലോകത്തുള്ള ആളുകളൊക്കെ എനിക്ക് ഒരുപാട്, ഞാൻ ഒരു പ്രവാസ ലോകത്ത് തന്നെ ഒരു 100 ക്ലാസ്സുകൾ സെക്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ട് പ്രവാസ ലോകത്ത്, ഓൾമോസ്റ്റ് GCC സെക്കൻഡിൽ മുഴുവനും. അവിടെ പലരും പറയുന്ന ആശങ്കയുണ്ട്. പലരും പറയുന്നത്, ഭർത്താക്കന്മാർ പറയുന്ന ആശങ്ക വേറെ, അമ്മമാർ പറയുന്ന ആശങ്ക വേറെ. അമ്മമാർക്ക് പറയാനുള്ള, സാറേ ഞാൻ ഈ കുഞ്ഞുങ്ങളെ അയച്ചു തരുന്ന പൈസ ഒതുക്കി വെച്ചുകൊണ്ട് ജീവിക്കാൻ ഇവിടെ സാറേ 16-17 വയസ്സായ കുഞ്ഞ് ഇറങ്ങിപ്പോവും, ഇവരിറങ്ങിപ്പോയി കഴിഞ്ഞാൽ വീട്ടിൽ വരത്തൂല്ല സാറേ, നാക്കെടുത്ത് എൻ്റെ കുഞ്ഞു കള്ളേ പറയുള്ളൂ. ഇവൻ്റെ അപ്പനോട് പറയാൻ പറ്റുമോ? ഒപ്പ അറിഞ്ഞ് നെഞ്ച് പൊട്ടിച്ചാകി മരിക്കും. അയാൾ പോയ അന്ന് കെട്ടിയൊരു വാച്ചാ സാറേ ഇപ്പോഴും അയാളെ കൈ കിടക്കുന്നത്. പക്ഷെ എൻ്റെ മോന് 12 വാച്ചുണ്ട്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ആ മനുഷ്യന് ആ ലഗേജൊക്കെ കെട്ടുമ്പോൾ ഓരോ കാര്യം പറയും. അതിനകത്ത് കുത്തി ഓരോ സാധനങ്ങൾ വെച്ച് കുടുംബത്തിന് അവിടുന്ന് ചുമന്നുകൊണ്ട് വരും. ഇങ്ങനെ ചുമന്നുകൊണ്ട്, കഴുത ചുമക്കുന്നല്ലോ ചുമന്നുകൊണ്ട് വരും ആ മനുഷ്യൻ അങ്ങനെ അവിടെ എല്ലുമുറി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ. എന്നിട്ട് ഈ മകനെക്കുറിച്ചും മകളെക്കുറിച്ചൊക്കെ ആശങ്ക പറയാണ് അമ്മമാർ. അപ്പം ഈ അവിടുന്ന് തിരിച്ചു വരുമ്പോഴോ റിസൾട്ട് ഇവിടെ ഇല്ലെങ്കിലോ ഉപ്പ തകർന്നു പോകും. പിന്നെ കുറ്റം പറയാൻ ആരാളെ? ഭാര്യയുള്ളത്. നീ എന്താടി ഉണ്ടാക്കിയത് ചോദിക്കും അല്ലേ? നിന്നെ ഏൽപ്പിച്ചാൽ ഞാൻ പോയത്, നീ എന്താ അവിടെ ഉണ്ടാക്കിയത്, നീ ശ്രദ്ധിക്കാത്തത് കൊണ്ടാ എന്ന് പറയുന്നിടത്ത് ആ ബന്ധങ്ങൾ തകരാൻ തുടങ്ങും. വലിയ വേദന ഉണ്ടാക്കും അമ്മയ്ക്ക്. കാര്യം അവൾ ഈ സങ്കടമെല്ലാം അവൾ ഉള്ളിൽ ഒതുക്കും. അമ്മമാർ ഭർത്താവ് അറിയാൻ പാടില്ല, ഭർത്താവ് പറഞ്ഞാൽ തകർന്നു പോകും എന്ന കാര്യങ്ങളൊന്നും സോൾവ് ചെയ്യാൻ ഭാര്യയ്ക്ക് പറ്റുന്നുമില്ല. മകൻ്റെ പോക്കറ്റ് തുണികളൊക്കെ എടുത്ത് സിഗരറ്റ് കിട്ടി, അല്ലെ ആൻസിൻ്റെ കവർ കിട്ടി. ഞാൻ ആരോട് പറയും? എൻ്റെ കുഞ്ഞ് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. ഒരമ്മയെ തകർക്കണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഒരു പാക്കറ്റ് ആൻസ് ഉപയോഗിക്കാതെ പോക്കറ്റിൽ വെച്ച ഒരു അമ്മയെ തകർത്ത് തരിപ്പണമാക്കാൻ പറ്റും. അതിന് ആറ്റം ബോംബും അതിന് ആയുധങ്ങളൊന്നും വേണ്ട. ഒരച്ഛനെ നിങ്ങൾക്ക് കൊന്നുകളയണമെങ്കിൽ, ഒരച്ഛൻ്റെ സ്വപ്നങ്ങളെ കൊന്നുകളയണമെങ്കിൽ ഒരു മകൻ സിഗരറ്റ് വലിച്ചു എന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞാൽ മതി. ഒരു മകൻ മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ, ഒരു പ്രായപൂർത്തിയാകാത്ത മകൻ മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ മതി, ഒരു ഉപ്പയെ നിങ്ങൾക്ക് കൊന്നുകളയാൻ പറ്റും, നിഷ്കരണം കൊന്നുകളയാൻ പറ്റും. ആയുധങ്ങളും തോക്കുകളും മൂർച്ചയേറിയ വാളുകളും ഒന്നും വേണ്ട. ഈ ഒരു പ്രതിഭാസം ചെയ്താൽ മതി. ആ മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ പിന്നെ ജീവിച്ചിരിക്കും, പക്ഷെ ജീവച്ഛവമാവും. ജീവനുണ്ടാവും, പക്ഷെ ജീവച്ഛവമാവും. അതുകൊണ്ട് ഫിലിപ്പമ്പാടൻ്റെ ആജ്ഞയിൽ അപേക്ഷയാണ്, ലഹരി എന്ന് പറയുന്ന ഈ സ്വത്വം മനുഷ്യഗണത്തിന് മുഴുവനും അപകടമല്ലാതെ ഒരു സന്മാർഗവും നയിക്കപ്പെടുന്നില്ല. ലോകം ഒരിക്കൽ പോലും കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു മൈത്രേയൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. മൈത്രേയൻ, അതൊരു പേര് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക, നിങ്ങൾ നോക്കൊന്നും വേണം. മൈത്രേയൻ അല്ലേ? അയാൾ കഞ്ചാവിനെ കുറിച്ച് കുറച്ച് വീരവാദമൊക്കെ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ കണ്ടോ, ബുൾഗാന്ത മീശയൊക്കെ വെച്ചിട്ട് മൈത്രേയൻ കഞ്ചാവ് നല്ലതാ കഞ്ചാവ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അത് കൊടുക്കണം, ലൈസൻസ് കൊടുക്കണം. എന്താ കൊടുത്താൽ എല്ലാവരും ഉപയോഗിക്കട്ടെ. അദ്ദേഹം പറയാം ഉപയോഗിക്കട്ടെ. ഇവിടെ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ അപകടം പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ് ബൈക്ക് ഓടിക്കാതിരിക്കുന്നുണ്ടോ? ഹെൽമറ്റ് വെച്ചാൽ പോരെ, സ്പീഡ് കുറച്ചാൽ പോരെ. അതുപോലെ കഞ്ചാവ് അനുമതി കൊടുത്തോണ്ട് ഉപയോഗിക്കണം ചെറുപ്പക്കാർ. കുംഭകോണത്തിൽ സന്യാസിമാർ ഉപയോഗിക്കുന്നില്ലേ? എന്താ ഉപയോഗിച്ചാൽ ചോദിക്കുന്നത് അല്ലേ? അതിൻ്റെ അടി വന്നിട്ട് നല്ല കമൻറ്റുകൾ. മുത്തേ ഞങ്ങൾക്ക് ആളെ കിട്ടി, ഇത് ഞങ്ങളെ ചങ്ക്, ഇത് ഞങ്ങളെ ബ്രാൻഡ് അംബാസിഡർ, ഇത് കൊരങ്ങനെ ആ കിളവനൊന്ന് കേൾപ്പിച്ച് കൊടുക്കട്ടെ, ഇത് ആ മാഷക്ക് മത്തായി മാഷൊന്ന് കേൾപ്പിച്ച് കൊടുക്കട്ടെ. ഇങ്ങനെയൊക്കെ കമൻറ്റുകൾ, അടി മൊത്തം കിടക്കുന്ന കമൻറ്റുകൾ വായിച്ചു നോക്കിക്കേ. ഫുള്ള് കമൻറ്റുകൾ. കാര്യം എന്താ? അവർക്കൊരാളെ കിട്ടി അല്ലേ? ഇത് ഉപയോഗിക്കുന്ന ആൾക്കൊരാളെ കിട്ടി. ഈ കഞ്ചാവ് ഉപയോഗിച്ചിട്ട് ലോകത്ത് എവിടെയെങ്കിലും ഒരു മനുഷ്യ പ്രകാശം വരുത്തിയിട്ടുണ്ടോ? പക്ഷേ ചാറ്റ്ജിപിറ്റിയിലൊക്കെ കയറിയിട്ട് ഈ വില്ലന്മാർ മക്കളെ സെർച്ച്, എന്തിനും ഗൂഗിളിനോടാണ് ചോദ്യം ചോദിക്കുന്നത്. എന്തിനും ഗൂഗിളിനോടും ചാറ്റ്ജിപിറ്റിയും കയറിയിട്ട് ഉത്തരം ചോദിക്കുകയാണ് അല്ലേ? അപ്പോൾ ചാറ്റ്ജിപിറ്റിയും ഗൂഗിളിനോട് ഉത്തരം ചോദിച്ചാൽ എന്താ പറഞ്ഞത്? കഞ്ചാവ് നല്ലതോ ചീത്തയോ? ചാറ്റ്ജിപിറ്റി പറയും കഞ്ചാവ് ലോകത്ത് മുളച്ചു പൊന്തിരിക്കുന്ന ദൈവികമായ പദവി അലങ്കരിക്കുന്ന ആയുർവേദ ഔഷധ ചെടിയാണ് കഞ്ചാവ്. 145 സെൻറ്റിമീറ്റർ ഉയരം വരികയും പൂക്കളുണ്ടാവുകയും മഞ്ഞ് പെയ്യുന്ന മനുഷ്യസ്പർശം കടന്നു വരാത്ത മലമടക്കുകളിൽ തഴച്ചു വളരുന്ന ഒരു ഔഷധ ചെടിയാണ് കഞ്ചാവ്. 55ഓളം വരുന്ന മനുഷ്യ ശരീരത്തിലെ അസുഖങ്ങളെ സുഖപ്പെടുത്താൻ പറ്റുന്ന ദിവ്യ ഔഷധമാണ് കഞ്ചാവ്. ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന ഉത്തേജക ഔഷധം കൂടിയാണ് കഞ്ചാവ്. കഞ്ചാവിനെ കുറിച്ച് ഏറെ പറയാണ്ട് ചാറ്റ്ജിപിറ്റി പറഞ്ഞു തരും. അപ്പം നമ്മളെ മക്കളൊക്കെ കേൾക്കുമ്പോഴോ
കൂട്ടുകാരൻ പറയണ നല്ല ഉണർവ് കിട്ടും, പ്രകൃതിദത്തമായ സാധനമാണ്, രണ്ടടിച്ചോ 2 പുകയെടുത്തോ, നല്ല ഉത്സാഹമായിരിക്കും, പഠിക്കാൻ പറ്റും, നല്ല വൈബാടാന്ന് പറയും, എന്താ നോക്കട്ടെന്ന് പറയും. അങ്ങനെ അടിക്കാതെ നമ്മളെ മക്കൾ ഒരു പുകയൊക്കെ എടുക്കും, പിന്നെ കറങ്ങി മലങ്ങി നിലത്ത് വീണ് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് നടക്കും, പിന്നെ ജീവിതമില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ ഈ ചാജിബിരി ഇത് പറയും, പക്ഷേ ചാജിബിരി വേറൊന്നും കൂടെ പറഞ്ഞു തരുന്ന ഞാൻ ചാജിബിരിയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൾസിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചാജിബിരി റിപ്പീറ്റ് ചെയ്യപ്പെടും അല്ലേ. അപ്പം നോക്കണം, ഇതിനകത്ത് പറയുന്നുണ്ട്, ചരക സംഹിതയിൽ പറയുന്നുണ്ട്, ഈ ലോകപ്രശസ്തനായ ഹിപ്പോക്രാറ്റീസ്, വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഹിപ്പോക്രാറ്റീസ്. അദ്ദേഹം പറയുന്നുണ്ട്, വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് പറയുന്നത്, ഞാൻ വൈദ്യശാസ്ത്രം പഠിച്ചിരിക്കുന്നത് ചരകിൽ നിന്നും സുശ്രുതനിൽ നിന്നുമാണ്. ഇന്ത്യയുടെ സംഭാവനയാണ് ചരകനും സുശ്രുതനും. ഞാൻ വൈദ്യശാസ്ത്രം പഠിച്ചിരിക്കുന്നത് ചരകിൽ നിന്നും സുശ്രുതനുമാണ്. ചരകൻ ചരക സംഹിതയിലും സുശ്രുതൻ സുശ്രുത സംഹിതയിലും പറയുന്നുണ്ട്, കഞ്ചാവ് യാതൊരു കാരണവശാലും നിങ്ങൾ നേരിട്ട് ഉപയോഗിക്കരുത്. അത് മനുഷ്യ മസ്തിഷ്കത്തിനകത്ത് ചിത്തഭ്രമമുണ്ടാക്കുന്ന സ്വാഭാവിക ബുദ്ധിയെ നശിപ്പിച്ച് ഏകത്വത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിച്ച് കടുത്ത മാനസിക വിഭ്രാന്തിയിലെത്തിച്ച് ജീവിതം നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെല്ലാൻ പറ്റുന്ന ഒരു ആയുർവേദ ഔഷധ ചെടി കൂടിയാണ് ഇതെന്നുള്ള സത്യം തിരിച്ചറിയണം. അതുകൊണ്ട് യാതൊരു കാരണവശാലും നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല, ഇൻഡയറക്റ്റ് അല്ല ഉപയോഗിക്കരുത്. പക്ഷേ ലഹരിയുടെ ഇത്തരം ചർച്ചകളിലും സെമിനാറുകളും ക്ലാസ്സുകളിലും ഒന്നും യഥാർത്ഥത്തിലുള്ള ഒരു ഉത്ബോധനങ്ങൾ പക്ഷെ പൊതുസമൂഹത്തിൽ കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നാണ് വലിയ സങ്കടങ്ങൾ. ലഹരിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും അല്ലേ, മക്കളുടെ ബുക്ക് പരിശോധിക്കണം, കോളർ പരിശോധിക്കണം, പുസ്തകം പരിശോധിക്കണം, തുറന്നു നോക്കണം, അവർ വരുമ്പോൾ അവരെ പരിശോധിക്കണം എന്നൊക്കെ പറയും. എല്ലാം പരിശോധിക്കാം നിങ്ങൾക്ക്. ഒരു മകൻ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പരിശോധിച്ച എന്താ കാര്യം, എന്തെങ്കിലും കാര്യമുണ്ടോ? 10% ഉള്ളൂ ചായയുടെ അഡിക്ഷൻ. ദ ലെവൽ ഓഫ് ദ അഡിക്ഷൻ 10%, 10%. അത് നിർത്താൻ പറ്റാത്തവരാണ് നമ്മൾ. ഞാനിവിടെ തന്നെ 2-3 ചായ കുടിച്ചെന്ന്, എനിക്ക് നിർത്താൻ പറ്റില്ല. 10% എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, ബ്രെയിനെ സ്വാധീനിച്ചു. 200% സിഗരറ്റ് വലിക്കുന്ന എൻ്റെ അച്ഛനെ സ്വാധീനിച്ചത്. 200. അച്ഛൻ ആ ദിനേശ് പീടി ഇങ്ങോട്ട് വലിച്ചിട്ട് ആ ലൈറ്റിൽ ഇങ്ങനെ മരം ഷോട്ടർ വെട്ടുമായിരുന്നു. എൻ്റെ അപ്പൻ മരിക്കുന്ന 9 വർഷം മുമ്പ് പുകവലി നിർത്തി. പോകുന്നത് DAD സെൻറ്ററിൽ കൊണ്ടുപോയിട്ടല്ല കേട്ടോ നിർത്തിയത്. ഒരു ക്രിസ്മസിന് എന്നോട് ഉമ്മർ സഖാഫി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല സങ്കടങ്ങൾ പറയുന്ന എൻ്റെ ആത്മസുഹൃത്താണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫിലിപ്പ് ഒന്ന് കെട്ടിപ്പിടിക്കുക, അച്ഛനെ കെട്ടിപ്പിടിക്കണം നീ പുറകിന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കെട്ടിപ്പിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ക്രിസ്മസിന് അച്ഛൻ വന്നിട്ട് ഒരു 12 മണി സമയത്താണ്. അച്ഛന് ശരിക്കും ചെറിയ ആട്ടമൊക്കെ ഉണ്ട്, ഇങ്ങനെ ചെറിയ രീതി മദ്യപിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഷർട്ടിട്ടിട്ടില്ല. ഞാൻ പുറകെ കൂടെ പോയിട്ട് എൻ്റെ അപ്പനെ കെട്ടിക്കൊണ്ട് പിടിച്ചു. എന്നിട്ട് ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ കരഞ്ഞു. അപ്പാ, ഒരുപാട് പ്രാവശ്യം ഞാൻ അപ്പനോട് പറഞ്ഞിട്ടുണ്ട്, വലിക്കരുത്. ഞാൻ മോശപ്പെട്ട വാക്കും അപ്പനെ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പ, എനിക്ക് എൻ്റെ അപ്പനെ കൂടുതൽ കാലം കാണണം, അപ്പോൾ വലി നിർത്ത് എന്നിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുമ്പോൾ അച്ഛനിങ്ങനെ ശ്വാസം എടുക്കുന്നുണ്ട്. ആ ശ്വാസം എടുക്കുന്ന ഫ്ലോ കുറച്ചും കൂടെ കൂടി സങ്കടം കൊണ്ട്. അപ്പോൾ അച്ഛനൊരു കുഞ്ഞു കുട്ടിയെ പോലെയായി. എനിക്ക് എൻ്റെ പഴയ ബാല്യത്തിൽ എൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചൊക്കെ ഓർമ്മ വന്നു. അച്ഛൻ ആ ശരീരത്തിൻ്റെ ആ ഒരു സുഗന്ധം മണം എനിക്ക് കിട്ടി, അച്ഛൻ്റെ മണം. ഇടയ്ക്കെപ്പോഴോ അതൊക്കെ നിന്ന് പോയിരുന്നു. അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ടും പിന്നെ ഒരു അഭിനയമല്ലാതെ യഥാർത്ഥത്തിൽ ഞാൻ കരഞ്ഞുപോയി. ആ കരച്ചിൽ കുറച്ച് നീണ്ടുപോയി. അച്ഛന് സങ്കടപ്പെട്ടു. അച്ഛനിങ്ങനെ തിരിഞ്ഞ് ഈ കൈകൊണ്ട് എന്നെ ഇങ്ങനെ മേത്ത് തൊട്ടു ഇങ്ങനെ. എന്നിട്ട് അച്ഛൻ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയി. പിന്നെ മുറിക്കകത്ത് പോയി അച്ഛൻ അവിടെയുള്ള മദ്യത്തിൻ്റെ കുപ്പിയും 2-3 ദിനേശ് പീടിയുടെ കെട്ടക്കൊണ്ട് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ചാമ്പയുടെ മരമുണ്ട്, അതിനെ മൂട്ടിക്കൊണ്ട് എൻ്റെ അച്ഛനിട്ടു. അതായിരുന്നു അച്ഛൻ്റെ അവസാനത്തെ ആ ലഹരിയുടെ ഒരു നിമിഷത്തിൽ പങ്കെടുത്ത നിമിഷമാണ്. പിന്നീട് ഒരിക്കലും 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോനെ അപ്പന് വായിക്കത്തൊക്കെ പുണ്ണുണ്ട്, അപ്പന് വിശപ്പൊന്നുമില്ല, കയ്യും കാലും വിറയ്ക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ റസാഖ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, എൻ്റെ സുഹൃത്ത് മെഡിക്കൽ കോളേജിൽ. അങ്ങനെ നിക്കോടെക്സ് എന്ന് പറയുന്ന ഗുളികയൊക്കെ തന്നു. പിന്നെ കുറച്ച് പ്രാർത്ഥനയും മെഡിറ്റേഷനൊക്കെ കൂടെ നിന്നു. അങ്ങനെ അച്ഛൻ അതിൽ നിന്ന് 39 വർഷത്തെ പുകവലിയും മദ്യപാനവും അച്ഛൻ ഉപേക്ഷിച്ച് തിരികെ വന്നു. ഏകദേശം ഒരു 9 വർഷം മാത്രം അച്ഛൻ ഏറ്റവും സന്തോഷത്തിലാണ് ജീവിതം നയിക്കപ്പെട്ടത്. പിന്നെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ മരണത്തെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാൻ അവസാന ഭാഗം പറയാം. കാരണം അത് പറഞ്ഞാൽ പിന്നെ എനിക്ക് ക്ലാസ് തുടരാൻ പറ്റില്ല. അപ്പം നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ അഡിക്ഷൻ എന്നാണത് മനസ്സിലാക്കിയ ഒരുപക്ഷെ നമുക്ക് പൊതുസമൂഹത്തിനകത്ത് പലരെയും തിരികെ പിടിക്കാൻ പറ്റും. പക്ഷെ പലർക്കും അഡിക്ഷൻ എന്തെന്ന് മനസ്സിലാകുന്നില്ല. ഒരു ഹൈന്ദവ സഹോദരനാണെങ്കിൽ ശബരിമലയ്ക്ക് മാലയിട്ട് ഒരു 45 ദിവസം അദ്ദേഹം വ്രതമൊക്കെ അനുഷ്ഠിക്കും. താടിയൊക്കെ വെച്ച് മാലയിട്ട് കറുപ്പ് മുണ്ട കൊടുത്ത് ശരണം വിളിച്ച് മലയ്ക്ക് പോകും. തിരികെ വന്നു കഴിഞ്ഞാൽ ആ മാല ഊരിയാൽ പിറ്റേ ദിവസം മദ്യം കുടിക്കും, ഉറപ്പാണ്. കാരണം 45 ദിവസം കുടിച്ച് അദ്ദേഹം നിർത്തിക്കൂടെ അല്ലേ? ഏകദേശം 90 ദിവസത്തോളം ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. എന്നിങ്ങനെ മദ്യം കിട്ടിയിട്ടില്ലെങ്കിലും സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. അതായത് സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം കിട്ടാത്തതിൻ്റെ സ്റ്റിമുലേഷൻ എന്താണ്? അത് വിഡ്രോൾ സിംറ്റംസാണ്.
അത് അസ്വാഭാവികമായ ചലനങ്ങൾ ഉണ്ടാക്കും, വിറയലുണ്ടാക്കും, ഇവനെ ജിജ്ഞാസ ഉണ്ടാക്കും, ഉത്കണ്ഠ ഉണ്ടാക്കും, ആകുലതകളൊക്കെ ഉണ്ടാക്കും, എല്ലാം ഹൈപ്പർ ആക്ടിവിറ്റീസൊക്കെ കാണിക്കും, ശരീരം റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ സാമൂഹ്യം, സാംസ്കാരികം, മാനസികം, ശാരീരികം ഒക്കെയായിട്ട് നമ്മൾ ഒരു ഫ്രെയിമിലേക്ക് ചേർത്ത് പിടിക്കണം അവരെ. ഞങ്ങളുണ്ട്, ഞാനുണ്ടെന്ന് പറഞ്ഞ് അമ്മയും അച്ഛനും എല്ലാം സ്നേഹവും പരിചരണമൊക്കെ കൊടുത്ത് സമ്പത്ത് എല്ലാം ഒരേ ഫ്രെയിമിൽ വന്നാൽ അത് തുടർന്ന് ജീവിതത്തിൽ നിന്ന് പാടിയെടുത്ത് ഉപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഏതെങ്കിലും കുടുംബത്തിൽപ്പെട്ട നിങ്ങൾക്കറിയാമെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ നേരെ വണ്ടി കയറിയിട്ട് മലപ്പുറം ജില്ലയിൽ വന്നിട്ട് ഫിലിപ്പമ്പാടിനെ ആരോട് ചോദിച്ചാൽ എൻ്റെ വീട് കാണിച്ചു തരും. ഒരു സാമ്പത്തിക ചിലവുമില്ല, നിങ്ങൾക്ക് വണ്ടിക്കൂലി മാത്രം എടുത്ത് വന്നാൽ മതി. എൻ്റെ വീട്ടിൽ 4 മണിക്കൂർ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ മതി. ആ വ്യക്തിയെ 754 പേരെ സുബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനാണ് ഗിന്നസ് ബുക്കിൽ ഈ ഉള്ളവൻ്റെ പേരുകൾ എഴുതി ചേർക്കപ്പെട്ടത്. നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് ചെയ്യുമൊന്നും വേണ്ട. നല്ല രീതിയിൽ മനുഷ്യനെ കേൾക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചാൽ മതി. കാത് തന്നിട്ടുണ്ട്, നമുക്ക് കണ്ണ് തന്നിട്ടുണ്ട്, കൈകളും തന്നിട്ടുണ്ട്. കേട്ടാൽ മതി, കണ്ടാൽ മതി, ചേർത്ത് പിടിച്ചാൽ മതി. ഈ ലോകത്തേതൊരു തകർന്ന മനുഷ്യനെയും നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റും. കേൾക്കാൻ ആളില്ല, അതാ ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഇല്ല, കേൾക്കാൻ ആളില്ല. അതുപോലെ കാണാനും ആളില്ല, ചേർത്ത് പിടിക്കാനും ആരുമില്ല. നമ്മുടെ മക്കളുടെ കൂട്ടുകാരെയൊക്കെ ഒരുപക്ഷെ നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തും. നിൻ്റെ കൂട്ടുകാരൻ വീട്ടിൽ കയറ്റി നിനക്കാൻ കാണിച്ചാൽ അവരുടെ കോലം കണ്ടോ, മുടി കണ്ടോ, ആ ഷർട്ട് കണ്ടോ, ഇവൻ എൻ്റെ കൂട്ടുകാരൻ, ഓർഡർ അതിൻ്റെ കൂട്ടുകാരനെ എടുത്ത് പറയും അല്ലേ. പക്ഷെ അവന് ഏറ്റവും വലിയ റോൾ മോഡലായിരുന്നു അവൻ്റെ കൂട്ടുകാരനാണ്. അങ്ങനെ മക്കളെ കൂട്ടുകാരെ ഒന്നും നിങ്ങൾ ഉപദ്രവിക്കല്ലോ കേട്ടോ. മക്കളെ കൂട്ടുകാരെ പഴി പറയരുത്, നിങ്ങൾ തോറ്റുപോകും. ജീവിതത്തിൽ നിങ്ങൾ മക്കളുടെ മുമ്പിൽ പരാജയപ്പെടണമെങ്കിൽ മക്കളുടെ കൂട്ടുകാർ നിങ്ങൾ കുറ്റം പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു. ആസ് പെർ സയാങ് ഗൺസേൻ യു ആർ എ ബിഗ് സീറോ, നോ ഡൗട്ട്. സോ മക്കൾ അവരോടാണ് എല്ലാ സങ്കടങ്ങളും ഷെയർ ചെയ്യുന്നത്. നിങ്ങളോട് ഒന്നും പറയില്ല, വെറുതെ നിങ്ങളുടെ അതിൽ പറയുമോ. മകൻ വന്നിട്ട് ആ ഉമ്മ ഇന്ന് ഞാൻ ഒരു സിഗരറ്റ് വലിച്ചു നോക്കിയുമ്പോൾ 2 പുക എടുത്ത് തുമ്മിയിട്ട് ഞാൻ മുക്കുകൂടൊക്കെ പോകുന്നു, ഇനി നാളെ ഞാൻ മരിക്കൂല കേട്ടോ, പറയുമോ? പറയില്ല. ഒരു ഭാഗം വന്നിട്ട് വരും, ഞാൻ കുറച്ച് ഹാൻഡ്സ് വെച്ച് നോക്കി, എൻ്റെ ചുണ്ടിനടി ഞാൻ കുത്തി കെട്ടി കുറച്ചേ വെച്ചുള്ളേ, കയ്യും കലൊക്കെ വിറച്ച് ഇവിടുന്നൊക്കെ വേർപ്പ് വന്ന് അവസാനം ഞാൻ വെള്ളം കുടിച്ച് ബോധം കിട്ടുമ്പോൾ അപ്പ ഉപ്പ പറയുമോ? പറയില്ല. പറയേണ്ടതേ അവർ നിങ്ങളോട് പറയുള്ളൂ. പക്ഷെ അവൻ്റെ കൂട്ടുകാരോടെല്ലാം അവൻ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ. അവൻ്റെ കൂട്ടുകാരോടെല്ലാം അവൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ? എന്തുകൊണ്ട് നമ്മളോട് പലതും ഒരു മറയ്ക്കുന്നു? നിങ്ങൾ എത്രമാത്രം നിങ്ങളൊരു ഉടമയാകുന്നോ അത്രമേൽ നിങ്ങളുടെ മക്കൾ അടിമയാവും. ഒരടിമയും ആ ഉടമയെ ഇഷ്ടപ്പെട്ടതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നില്ല. നോക്കണം, നിങ്ങൾ എത്രമേൽ ഉടമയാകുന്നോ അത്രമേൽ നിങ്ങളുടെ മക്കൾ അടിമയാവും. ഒരു മകൻ അടിമയായ മകൾ ഒരു ഉടമയെ ഇഷ്ടപ്പെട്ട ചരിത്രത്തിലൊന്നും രേഖപ്പെടുത്തുന്നില്ല. അത് ശാസ്ത്രമാണ്. അവിടെ കേൾക്കാൻ കാതും കാണാൻ കണ്ണും ചേർത്ത് പിടിക്കാൻ കരങ്ങളുമുണ്ടെങ്കിൽ ഇതിന് 3നെ പ്രോസസ്സിങ് നിങ്ങൾ ഒരേ അലൈൻമെന്റിൽ എത്തിച്ചാൽ ഒരു മോട്ടിവേഷൻ ക്ലാസ്സും ഒരു സൈക്കാട്രിക് ഇന്റർവെൻഷനും ഒന്നും നിങ്ങൾക്ക് വേണ്ട, ഒരു പാരന്റിംഗ് ക്ലാസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഈ ലോകത്തിനകത്ത് മക്കളെ ഇങ്ങനെ ഹൃദയത്തിലോട്ട് ചേർത്ത് പിടിക്കാൻ പറ്റും. പക്ഷേ എങ്ങനെല്ലാം ചേർത്ത് പിടിച്ചാലും ഒരുപക്ഷെ ദുരന്തങ്ങൾ മക്കളിലൂടെ നിങ്ങൾക്ക് സമ്മാനം കിട്ടും. അവിടെ തകർന്നു പോകരുത്. ഞാൻ എല്ലാ സമയത്തും പറയുന്നതുണ്ട്, അമ്മമാരോട് ഉപ്പമാരോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കരുത്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്. നിങ്ങൾ ഉരുകുകയാണെങ്കിൽ, നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകണം, ജീവിക്കണം. അത് കണ്ട് നിങ്ങളുടെ മക്കളെ വളർത്തണം. അങ്ങനെ വളർന്നാൽ നിങ്ങളുടെ വാർദ്ധക്യം സമ്പുഷ്ടമാവും, ഉറപ്പാണ്. അത് മക്കൾ കണ്ട് വളരണം. ഇന്നത് മക്കൾ കണ്ട് വളരുന്നില്ല, അതാ വലിയ പ്രശ്നം അല്ലേ. മക്കളുടെയൊക്കെ വിജയത്തിന് വേണ്ടി, മക്കളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങി, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനായി, അല്ലെങ്കിൽ ഒരു സാധുസ്ത്രീ കുറച്ചു നേരം വാർത്ത കേട്ടാൽ, ഒരു ഉമ്മ വാർത്ത കേട്ടാൽ, ഒരു ഉപ്പ വാർത്ത കേട്ടാൽ, ഒരു സീരിയൽ അറിയാതെ വെച്ചാൽ അവരെ പരിഹസിക്കുന്ന ഒരു പരിഷ്കൃതമായ സമൂഹവും ഇന്ന് നമ്മളുടെ ഇടയിലുണ്ട്. അവിടെ എല്ലാം ഓർക്കണം, ഒരു സന്തോഷം പോലും കിട്ടാത്ത 80 വയസ്സുള്ള ഒരപ്പൻ, ഒരു ഉപ്പ ഒരു കുറച്ച് സമയമൊക്കെ വാർത്ത കേട്ടാൽ, അവർക്ക് ഇഷ്ടമുള്ള ചാനൽ വെച്ചാൽ ഈ ലോകം ഇടിഞ്ഞു പൊളിഞ്ഞു പോവുമോ? ഇല്ലല്ലോ. ഇവിടെ എല്ലാം നമ്മൾ ഒന്ന് സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഈ ലോകത്തിൻ്റെ അവസ്ഥയ്ക്കൊക്കെ പ്രധാന കാരണം ഈ കൊടുക്കൽ വാങ്ങലൊന്നുമില്ല, നിന്ന് പോയി. അതാ പ്രശ്നം. ഈ ലഹരിയുടെ പ്രശ്നം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ ഈ ലഹരി ഇങ്ങനെ കൂടാൻ കാരണം എന്താ? ഞാൻ ആദ്യം പറഞ്ഞു വെച്ചല്ലോ, പ്രവാചകൻ പറഞ്ഞൊരു സന്ദേശമുണ്ടല്ലോ, അയൽപക്കത്ത് ബന്ധങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, കരുതുന്നില്ല, അവർക്ക് നമ്മൾ കാവലാകുന്നില്ല, തുണയാകുന്നില്ല, ഇണയുമാകുന്നില്ല. ഇപ്പം നമ്മളെല്ലാം വീട് വെച്ചു, മതിൽ വെച്ചു, CCTV വെച്ചു, നമ്മളെ വീട്ടിലേക്ക് നമ്മൾ ഒതുങ്ങി. ഇപ്പം നമുക്ക് അവരുടെ വീട്ടിൽ നിന്ന് മല്ലിപ്പൊടി വേണ്ട, മുളക് പൊടി വേണ്ട, പഞ്ചാര വേണ്ട, അരി വേണ്ട, കപ്പ വേണ്ട, കറി വേണ്ട, ഒന്നും വേണ്ട. കാര്യം എന്താ? എല്ലാം നമ്മുടെ വീട്ടിലുണ്ട്, അവരുടെ വീട്ടിലുണ്ട്. അവർക്ക് നമ്മളെ ആവശ്യമില്ല, നമുക്ക് അവരെ ആവശ്യമില്ല. ഇന്ന് നമ്മൾ പണ്ടൊക്കെ പോകുമ്പോൾ പുറത്താണ് ഇങ്ങനെ മുറ്റത്ത് നമ്മൾ തുണിയൊക്കെ എടുത്ത്, നമ്മൾ അടുത്ത വീട്ടിൽ പറയും, എൻ്റെ അമ്മ പറയും, സുഭദ്രേ ആ തുണി എടുത്ത് വെക്കണം, മഴ പെയ്യുമ്പോഴേ. ആ പൊയ്ക്കോ ചേച്ചി, നിങ്ങൾ പറഞ്ഞാലേ എടുത്ത് വെക്കുള്ളൂ. എടി ഖദീജ കോഴിക്കോട് അടയ്ക്കാൻ മറന്നുപോയി, ഞാൻ സുഭദ്രയെ വിളിച്ച് കിട്ടിയില്ല, നീ ആ കോഴിക്കോട് അടയ്ക്കണേ. 4 കോഴികളുടെ 2 കുറുക്കം കൊണ്ടുപോയി. എൻ്റെ അമ്മ പറയണ നാട്ടിൽ അവിടെ ഞങ്ങൾ കോട്ടയം, ഞാൻ ജനിച്ച കോട്ടയത്തെ ഇങ്ങോട്ട് വരുമ്പോൾ തിരുവല്ല ഫസ്റ്റ് കയറിയിട്ട് ഞങ്ങൾ കൊണ്ട് വരുന്നത്.
എൻ്റെ മേരി ചേച്ചി ഇനി എന്നാ വരുന്നത്, സങ്കടമല്ലെങ്കിൽ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ തുണികളൊന്നും ഇന്ന് മഴ നനയുന്നില്ലല്ലോ. നമുക്ക് സൗകര്യങ്ങളൊക്കെ കൂടി, നമുക്കിത് വർക്ക് ഏരിയ വന്നു, നമുക്ക് അഡീഷണൽ കിച്ചൺ വന്നു, നമ്മുടെ വീടുകൾക്ക് 2-3 മുറികൾ വന്നു. നമ്മുടെ മക്കൾ മുറിക്കകത്ത് കയറി അപ്സ്റ്റേറിൽ പോയി കയറി ഒരു മുറിക്കകത്ത് കയറി കഥ കുറ്റിയിട്ടാൽ അവർക്കൊക്കെ ഓരോ മുറികൾ വന്നു. അങ്ങനെ നമ്മുടെ വീട്ടിൽ ബന്ധങ്ങൾ കുറഞ്ഞു, അയൽപക്ക ബന്ധം നമുക്ക് ആവശ്യമില്ലാതായി. എൻ്റെ അമ്മ ഇന്നും ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ ആദ്യ കുർബാന നടന്ന സമയത്ത് എൻ്റെ പെങ്ങളുടെ ഈ ഫംഗ്ഷൻ നടന്ന സമയത്ത് അമ്മ 10-15 കരക്കത്തി എടുത്തിട്ട് ഓരോ കരക്കത്തിയും പറയുന്നത് അത് മാളുക്കുട്ടിയുടെ, ഇത് ഖദീജയുടെ, ഇത് ജ്യോതിയുടെ, ഇത് സുഭദ്രയുടെ കത്തി, ഇങ്ങനെ ഓരോ കത്തി എൻ്റെ അമ്മ പറയും. കാര്യം എന്താ, ആ വീടുകളിലെല്ലാം അവിടുത്തെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരവുകൾ ആ വീട്ടിൽ അന്ന് ഉണ്ടായിരുന്നു. അപ്പം അവരുടെയൊക്കെ കാര്യങ്ങൾ അന്ന് നടന്നിരുന്നു. അങ്ങനെ അയൽ വീട്ടിൽ പോക്ക് വരവെല്ലാം അവർ അന്നുണ്ടായിരുന്നു. ഇന്ന് പോക്ക് വരവെല്ലാം ഇല്ല, ഇന്ന് അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഇല്ല അല്ലേ. ഇന്ന് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും പറയുമോ? വേണേ പറയാം, ഉമ്മ നോക്കുന്നുണ്ട് അറിയാം. അപ്പോൾ ഉമ്മ പറയുന്നത് അപ്പം ഇറങ്ങേണ്ടി, കുറച്ച് കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി, അവളെ കണ്ണ് കിട്ടുമോ സാധനത്തിന്, നോട്ടം നോക്കിക്കത് ഇല്ലേ. എന്നാൽ അയൽപക്ക ബന്ധമൊക്കെ അത്ര നമുക്കൊരു ബന്ധം സ്വന്തമല്ലാത്ത രീതിയിലൊക്കെ മാറി ബന്ധങ്ങൾ. അപ്പം നമ്മൾ അയൽപക്ക ബന്ധത്തിനകത്ത് നമുക്ക് നോക്കിയാൽ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ലഹരി എന്ന് പറയുന്ന ദുരന്തത്തിന് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും, സംശയങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ലഹരി എന്നത് നമ്മുടെ കുടുംബമാവട്ടെ, നമ്മൾ കൂടിച്ചേർന്നാട്ടെ ലഹരി. ഒരുപക്ഷെ നമ്മുടെ ഈ കുഞ്ഞു കവലകളിൽ ഒരു ചായക്കടയിൽ പോയിട്ട് കൂട്ടുകാർ ഒന്നിച്ചിരുന്ന ഒരു ചൂട് ചായയും 2 പരിപ്പോടെയും വാങ്ങിയിട്ട് ഒരു വൈകുന്നേര സമയത്ത് ഒന്നിച്ചിരുന്ന് കഴിച്ച പരിപ്പോടെ പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഒരു കിസ പറഞ്ഞുകൊണ്ടുള്ള സൗഹൃദമുണ്ടല്ലോ ലോകത്തിൽ, അതാണ് ഏറ്റവും വലിയ ലഹരി. അതൊന്നും ഒരു MDMA എമ്പത്തടിന് ഹെറോയിനൊന്നും ആ ലഹരിയുടെ സുഖം കിട്ടൂല, ആ സൗഹൃദ സുഖം കിട്ടൂല. പക്ഷെ ഇന്ന് കൂടിച്ചേലെല്ലാം കുറഞ്ഞു. ഇന്ന് മക്കളുടെ കയ്യിലെല്ലാം മൊബൈൽ ഫോണുകളെല്ലാം കടന്നു വന്നു. മൊബൈൽ ഫോണിൽ നിന്ന് ഞാൻ കുറ്റം പറയുന്നില്ല. ലോകത്തിലെ ഏറ്റവും നല്ല ഇലക്ട്രോണിക്സ് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇതാണ്. എന്നെ ഇവിടെ വഴി കൊത്തെടുത്തിച്ചത് ഇവനാണ്. എന്നെ മനോഹരമായ രീതിയിൽ ഒരുപക്ഷെ ഞാൻ വിദേശ രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ അമ്മയുടെ അപ്ഡേറ്റ് ഒക്കെ ഞാൻ ഇതിലൂടെയാണ് കാണാറുള്ളത്, സംസാരിക്കാറുള്ളത്. എൻ്റെ കൃത്യമായിട്ട് എൻ്റെ നല്ല നല്ല വീഡിയോസുകൾ ഞാൻ അതിലൂടെയാണ് പൊതുസമൂഹത്തിൽ ഞാൻ കൊടുക്കാറുള്ളത്. ഏകദേശം 1 ലക്ഷത്തി ചില്ലാൻ രൂപ പ്രതിമാസം മോണിറ്റേഷൻ വാങ്ങുന്നതും ഞാൻ ഇവനിലൂടെയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇവൻ മറ്റു സ്ഥലത്തൊക്കെ പോകാതെ എന്നെ സംരക്ഷിച്ചോളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ ഞാൻ കുറ്റം പറയുന്നതിനാ. പക്ഷേ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ലോകത്തെ ഏറ്റവും നല്ല ഇലക്ട്രോണിക് ഡിവൈസ് മൊബൈൽ ഫോണാണ്. പക്ഷെ നമ്മുടെയൊക്കെ അധപചിന്തകൾ കടന്നു വന്നാൽ അസമയങ്ങളിൽ നമ്മൾ ഇല്ലാതാക്കി മറ്റുള്ള ഒരുവനെ മുഖം പോലും ഭാവം പോലും തിരിച്ചറിയാത്ത അവനെ ഫിൽട്ടർ ചെയ്ത ചിത്രം മാത്രം കണ്ടുകൊണ്ട് ഹായ് ഹോയ് പറഞ്ഞ് അവനുമായിട്ട് സൗഹൃദമുണ്ടാക്കി നമ്മുടെ സകലതും അവനിലേക്ക് നമ്മൾ പകുത്തുകൊടുത്ത്, നമ്മുടെ പ്രൈവസി മുഴുവൻ പകുത്തുകൊടുത്ത് അവസാനം അവൻ പറയുന്ന ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് ജീവിതം ഇങ്ങനെ സ്പന്ദനമാക്കി പഠിക്കാൻ പറ്റാതെ, ഉണ്ണാൻ പറ്റാതെ, ഉറങ്ങാൻ പറ്റാതെ, വിശ്വസിക്കാൻ പറ്റാതെ, നമുക്ക് നല്ലതിൽ നിസ്കരിക്കാൻ പറ്റാതെ എത്രയോ കുഞ്ഞുങ്ങൾ മറ്റുള്ളവൻ്റെ കാൽക്കീഴിലേക്ക് തൻ്റെ പ്രൈവസികളെ കൊണ്ട് പകുത്തു കൊടുത്തുകൊണ്ട് ഈ മണ്ണിൽ ജീവിക്കുന്നുണ്ട് അല്ലേ. പിന്നീട് കാര്യങ്ങളൊക്കെ തിരിച്ചറിയും. അപ്പോഴേക്കും അതൊന്ന് പിന്തിരിച്ച് നടക്കാൻ നോക്കും, അപ്പോഴേക്ക് നടക്കാൻ സമ്മതിക്കൂല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിന്റെ ന്യൂഡ് ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, നീ കളിക്കേണ്ടതിന് ആങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുക്കും, എനിക്ക് കാണണം ഒരിക്കൽ കൂടി, നീ വരണം പോകണം എന്നൊക്കെ പറയും. അവൻ പറയുന്ന വസ്ത്രം ഇടണം, അവൻ പറയുന്ന സ്ഥലത്ത് പോകണം, അവൻ പറയുന്നത് തുള്ളണം, നടക്കണം, ഇരിക്കണം, ഒക്കെ ചെയ്യണം. അപ്പോൾ ഒരു കണ്ടീഷൻ വന്നു അല്ലേ, ഒരു കണ്ടീഷൻ വന്നു. അപ്പം അതുകൊണ്ട് കൗമാരക്കാരെ എൻ്റെ മക്കളോടെല്ലാം ഞാൻ പറയാം, ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾ മറ്റുള്ള ഒരുവനുമായി ഒരു കണ്ടീഷനായിട്ട് നിങ്ങൾ ജീവിക്കരുത്. അൺകണ്ടീഷനായിട്ട് നിങ്ങൾ എന്നാണോ ജീവിതം തുടങ്ങേണ്ടത് അന്ന് നിങ്ങൾക്കൊരു സ്ഥായിയായി ജോലി വേണം. മതവിശ്വാസത്തിൻ്റെ ഒരു ബലച്ചട്ടക്കൂട് നിങ്ങൾക്ക് വേണം. കയ്യിൽ സ്വന്തമായി നിൽക്കാനുള്ള ഒരു ആയുധം നിങ്ങൾക്ക് ഉണ്ടാവണം, സാമ്പത്തിക ആയുധം. അതായത് നിങ്ങൾ ജോലി നേടണം. എന്നതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു തുണ കടന്നു വരാനുള്ളൂ. ആ തുണ നിങ്ങൾക്ക് ഇണയായി മാറണം. അങ്ങനെ ഇണയും തുണയുമാകുന്ന ജീവിതമാണ് ഏറ്റവും വിജയകരമായി തീരുക. അല്ലാതെ ഒരു മറ്റൊരു വീട്ടിൽ പോയിട്ട് ചട്ടി മാത്രം കഴുകാനൊന്നും എൻ്റെ പെൺമക്കൾ പോകരുത്. ആ വീടിനെ സന്തോഷമായി നോക്കണം, സാമ്പത്തികം കൊണ്ട് ജോലി കൊണ്ട് നോക്കണം. മാന്യമായിട്ട് ആ വീട്ടിലെ ബന്ധു സഹചരെ എല്ലാം നിങ്ങൾ വിശ്വാസത്തിലും സംഹിതം എടുക്കുന്നിടത്താണ് ഒരു കുടുംബത്തിന് ഏറ്റവും ലഹരി കുടികൊള്ളുന്നത്. അല്ലാത്ത എല്ലാം അനർത്ഥങ്ങളാണ്, സംശയങ്ങളും അനർത്ഥങ്ങളാണ്. ഓത്യസ് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ഗ്രീക്ക് തത്വജ്ഞൻ അദ്ദേഹം പറയുന്നുണ്ട്, സ്ത്രീപക്ഷക്കാരോട് പറയുന്നത്, അദ്ദേഹം പറയുന്നുണ്ട്, അല്ലയോ സ്ത്രീപക്ഷക്കാരെ, നിങ്ങളിപ്പോൾ വിവാഹിതരാണോ? അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചു കൊള്ളുക, നീ ഇപ്പോൾ വസിക്കുന്നത് നിന്റെ ഭർത്തൃഗൃഹത്തിലാണ്, നീ ഇപ്പോൾ വസിക്കുന്നത് നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ്. നിനക്കൊരു സന്ദേശം ഞാൻ, സാരോപദേശം ഞാൻ നൽകുകയാണ്. ഓത്യസ് പറയുകയാണ്, ഒരിക്കൽ പോലും നിന്റെ വാർദ്ധക്യ സഹജമായ വേദന അനുഭവിക്കുന്ന നിന്റെ മാതാപിതാക്കളെ അവരുടെ അന്ത്യനാളുകളിൽ അവരുടെ അടുത്ത് പോയി ഇരിക്കാനോ കൂട്ടിരിക്കാനോ നീണ്ടാക്കുന്ന ഭക്ഷണം കൊടുക്കാനോ ആശുപത്രി പോയി അവരുടെ അവസാന സമയങ്ങൾ വരെ ഇരിക്കാൻ ഞാൻ നിനക്ക് അവസരം തന്നു എന്ന് വരില്ല. ആ ഒരു അവസരം മറ്റൊരു വീട്ടിൽ പിറന്ന പെൺകുട്ടിക്ക് ഞാൻ പകുത്തു കൊടുത്തിട്ടുണ്ട്. അതവൾ അവിടെ ഭംഗിയായി നിർവഹിച്ചു കൊള്ളും. അതിൽ നീ ആശങ്കപ്പെടേണ്ട. നീ ആശങ്കപ്പെടേണ്ടത് നിലവിൽ വിയർപ്പ് കൊണ്ട് നിനക്ക് അപ്പം ചുട്ട് നൽകപ്പെടുന്ന നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും
കാണാതെ അവരെ നീ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഖമരണത്തിലേക്ക് നയിക്കാനാണ് ഞാൻ നിനക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അത് നീ ഭംഗിയായി നിർവഹിച്ചോളാ. അങ്ങനെയെങ്കിൽ സ്വർഗത്തിന്റെ കവാടത്തിൽ ഞാൻ നിനക്ക് വിരുന്നൊരുക്കി തരാം. പക്ഷേ ഈ വിരുന്ന് കഴിക്കാൻ കേരളത്തിന്റെ മണ്ണിൽ ഒരു പെണ്ണിനും സാധിക്കൂല എന്നാണ് എൻ്റെ വിശ്വാസം. ബഹുഭൂരിപക്ഷം പേരതൊക്കെ ഈ വിരുന്ന് കഴിക്കാൻ സാധിക്കുമോ? ഈ മണ്ണിലാണ് അമ്മായിപ്പം പോരും അമ്മായിമ്മ പോരൊക്കെ ഉള്ളത് അല്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടെല്ലാം ഞാൻ ചോദിക്കാം, നിങ്ങളുടെ കയ്യിലൊക്കെ സഹോദരിമാരുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണുണ്ട്. 6 വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആരെങ്കിലും മൊബൈൽ ഫോണിൻ്റെ വാൾപേപ്പറിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ അമ്മയുടെ ഫോട്ടോയോ ഉപ്പയുടെ ഫോട്ടോയോ ഉണ്ടോ? ഗാലറിയിലല്ല, വാൾപേപ്പറിൽ. മൊബൈൽ ഇങ്ങോട്ട് ഓണായ അമ്മായിമ്മ ചിരിച്ചോണ്ടിരിക്കണം കേട്ട് അല്ലേ? അമ്മായിപ്പം ചിരിച്ചോണ്ടിരിക്കണം ഇങ്ങനെ അല്ലേ? ആ വെച്ചാൽ മാത്രമേ അവർ സ്നേഹിക്കുന്നുള്ള അർത്ഥമുള്ളൂ കേട്ടോ, വെറുതെ പറഞ്ഞെന്നുള്ളൂ. പക്ഷെ പല വേദി ഞാൻ കായംകുളത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ഒരു സഹോദരി പറഞ്ഞു, ഉണ്ട് സാർ എൻ്റെ അമ്മയാന്ന് പറഞ്ഞാൽ അമ്മയല്ല അമ്മായിമ്മയുടെ കാര്യം സാറേ, എൻ്റെ അമ്മയാണ്, ഞാൻ അമ്മായിമ്മ എന്ന വാക്ക് ഉദ്ദേശിക്കുന്നില്ല. നോക്കണം, ഓത്യാസ് പറഞ്ഞിരിക്കുക വെറുതെ അല്ല. നീ നിന്റെ മാതാപിതാക്കളെ ഓർത്ത് ആശങ്കപ്പെടേണ്ട. നീ ആശങ്കപ്പെടേണ്ടത് നിനക്ക് വിയർപ്പ് കൊണ്ട് അപ്പം ചുട്ട് നൽകപ്പെടുന്ന നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ. വീണ്ടും പറയാണ്, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഓത്യാസ് വിശകലനം ചെയ്യാണ്. അവരുടെ തെറ്റുകളും കുറ്റങ്ങളും കാണാതെ അവരെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഖമരണത്തിലേക്ക് നയിക്കാൻ നിനക്ക് സാധിച്ചാൽ കുറച്ച് ടാസ്ക്കാണ് അല്ലേ? അത്ര സുഖമൊന്നും ഉണ്ടാവില്ല ചില വീട്ടിൽ. ആ വന്ന് കയറുന്ന മകളായി കാണാൻ ചില അമ്മമാർക്ക് കഴിയാറില്ല. അത് തന്നെ വലിയ ഇതാത്ത പ്രശ്നം. സ്വന്തം മകളെ കാണും, മകളെ ഇങ്ങനെ പൊലിപ്പിച്ച് പറയുന്ന അമ്മമാരുണ്ട്, ബഹുഭൂരിപക്ഷം അമ്മമാരും. പക്ഷെ വരുന്ന മകളെ കാണൂല. അതൊക്കെ തന്നെയാണ് കുടുംബത്തിന് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അവിടെ ഓത്യാസ് പറയുകയാണ്, അവർ വാർദ്ധക്യമുണ്ട് അവർക്ക്. പിന്നെ വോളിയം 6 അടിയിലേക്ക് പോവുകയാണ്. അവർ പറയുന്ന അവർ വാർദ്ധക്യമുണ്ട്, അവർ വളയില്ല, ഒടിഞ്ഞു പോകും, വളയ്ക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് വളയാം, കാര്യം നിങ്ങൾ യൗവനമാണ്. കൗമാരത്തിൻ്റെ യൗവനത്തിൻ്റെയും ഇടയിലുള്ള നല്ല ജീവിതം തുടങ്ങുന്നവരെ നിങ്ങൾക്ക് വളയാം, അവരെ വളയ്ക്കാൻ ശ്രമിക്കേണ്ട. അതുകൊണ്ട് അവരുടെ തെറ്റുകളും കുറ്റങ്ങളും കാണാതെ അവരെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഖമരണത്തിലേക്ക് നയിക്കാൻ നിനക്ക് സാധിക്കുന്നിടത്താണ് നിന്റെ വിജയം കുടികൊള്ളുന്നത്. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ അവരെ സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനൊക്കെ ഇവിടെ ഇരിക്കുന്ന വീട്ടിലേക്ക് വന്ന പെൺകുട്ടികൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി വീണ്ടും ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ലഹരിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഈ ലഹരി വസ്തുക്കളൊക്കെ നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ലഹരി വസ്തുവിൻ്റെ സാന്നിധ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ, ഇവിടെ ഒന്നുമില്ല, ഈ നാട്ടിലൊന്നും ഇല്ല. ഇവിടെ അങ്ങനത്തെ സാധനങ്ങൾ പേടിക്കും, നമ്മുടെ സംഘടനയൊന്നും ഇല്ല ഇവിടെ. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഞാനിപ്പം പെരുന്തമണ്ണ എസ് ആയിരുന്നപ്പോൾ തന്നെ 6 ആൻസ് വിൽക്കുന്ന ഒരു ആൻസ് നിർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഹാൻസ് പോലുള്ള സാധനം വിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിച്ച് അറിയിക്കരുത്. എൻ്റെ അപേക്ഷ കേട്ടോ, അറിയിക്കരുത്. പോലീസിന് ഒരിക്കലും ഹാൻസ് വിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കരുത്. കഞ്ചാവും MDMA പോലുള്ള ഈ അതിതീവ്രമായ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് വിൽപ്പന നടത്തുന്നതുകൊണ്ട് അറിയിച്ചാൽ മതി. ഹാൻസ് പിടിക്കുന്നുണ്ടെങ്കിൽ കച്ചവടം ചെയ്യുന്നുണ്ട് അറിയിക്കരുത്. കാര്യമില്ല കേട്ടോ, ഒരു രക്ഷയില്ല. കാര്യം എന്താ വെച്ചാൽ ഈ സാധനം ഹോൾസെയിൽ റേറ്റിൽ 3 രൂപയ്ക്ക് സാധനം കിട്ടും. വിൽക്കുന്നത് 60-70 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 10 പാക്കറ്റ് വിറ്റാൽ 700 രൂപ കിട്ടും കേട്ടോ. ആകെ 30 രൂപ ചിലവേ ഉള്ളൂ 10 പാക്കറ്റിന്. നിരോധിക്കപ്പെട്ടൊരു പാൻ മസാല ഉൽപ്പന്നമാണ് ഹാൻസ്, കൂള് പോലുള്ള സാധനങ്ങൾ. ഇതൊന്ന് ഗവൺമെൻറ് സ്കൂളുകൾ, ഇഷ്ടംപോലെ സ്കൂളുകളുടെ അകത്തൊക്കെ പോയി ബാത്റൂമിൻ്റെ പുറകിലും കോളേജുകൾ ഏറ്റവും ക്യാമ്പസിനകത്ത് ഈ കൂളുണ്ട്. കൂൾ എന്ന് പറഞ്ഞാൽ ചെറിയ സഞ്ചി പോലത്തെ ഒരു സാധനമാണ്. ഈ ചെറിയൊരു സഞ്ചി തലകണ പൊലിക്കുന്ന കുഞ്ഞു സാധനം, അണിവരലിൻ്റെ വലിപ്പം ഉണ്ടാവുള്ളൂ ഈ സാധനം. ഇത് ഭയങ്കര മോസ്റ്റ് ഡേഞ്ചറാണ് ഈ സാധനം. ഈ പറഞ്ഞ സാധനത്തിനകത്ത് ഹൈദരാബാദിലെ നാഷണൽ എക്യുപ്മെൻറ്റ് ഫിസിക്കൽ ഹെൽത്ത് ലബോറട്ടറി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനകത്ത് പാരാനെട്രിഫിനോളും പോളിപ്രപ്പിൽ മെറ്റീരിയലും അതുപോലെ ഗ്ലാസ് കുപ്പിച്ചിലിൻ്റെ പൊടി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ കുപ്പിച്ചിലിൻ്റെ പൊടി അടങ്ങിയിട്ടുണ്ട്. ഈ സാധനമാണ് കയ്യിൽ വെച്ച് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചുണ്ടിലടിയെ കുത്തിക്കയറ്റി വെക്കുന്നത്. ഈ വെക്കുന്ന സമയത്ത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ആരും കാണുന്നില്ല നോക്കും. പിന്നെ ഭയങ്കര സേഫാണ്. കാരണം എന്താ, പിന്നെ ചുണ്ടിലടിയിലാണല്ലോ ഇരിക്കുന്നത്, ആരും കാണുന്നില്ലല്ലോ. ഒരു കണ്ടിന്യൂസ്ലി ആയിട്ട് ബ്രെയിനിനകത്തേക്ക് ഷോർട്ട് ഏരിയയാണ്, ഇങ്ങോട്ട് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. കാര്യം അതിൻ്റെ ലെവൽ ഓഫ് ദ അഡിക്ഷൻ എത്രയാണ്? 2000 to 3000 ആണ്. 2000 മുതൽ 3000 വരെയാണ് ബ്രെയിനെ സ്വാധീനിക്കുന്ന അഡിക്ഷൻ ലെവൽ. പക്ഷേ ആ കവറിൻ്റെ പുറത്ത് 2 ചിത്രം കൊടുത്തിട്ടുണ്ട്, ആൻസിൻ്റെ കൂടിൻ്റെ പുറത്ത്. ആ ചിത്രം ഈ 2 പാർശ്വങ്ങളും ഇങ്ങനെ ദ്രവിച്ച് പഴുത്ത് ഓട്ടയായിട്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. അതിൻ്റെ പേര് സബ് മ്യൂക്കസ് ഓറൽ ഫൈറോസിസ് സിൻഡ്രം എന്നാണ്. മൃദുലമായ കോശഭാഗം ദ്രവിച്ച് പഴുപ്പും സ്രവവും ദുർഗന്ധത്തോടു കൂടി ഒഴുകും, മുറുകരിയാതെ ഒഴുകുന്ന ഈ പാർശ്വങ്ങൾ ഓട്ട വരുന്ന അത് വലുതായി അവസാനം പല്ലും ഈ പറയുന്ന ഈ കണ്ട നാളങ്ങളെല്ലാം കാണുന്ന രീതിയിലേക്ക് ഇത് വലുതായി 3 വർഷങ്ങൾ കൊണ്ട് മരണത്തിലേക്ക് എത്തും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിഭാവനം ചെയ്യുന്ന ഈ ജില്ലയിൽ തന്നെ 16 പേര് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് RC റിജണൽ ക്യാൻസർ സെൻ്ററിൽ. ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലാണ്, 3 കാസർഗോഡാണ് 2ാം സ്ഥാനം. നോക്കണം, ഈ സാധനം ഇപ്പോഴാണ് കൂടി വരുന്നത്. ഈ സബ് മ്യൂക്കസ് ഫൈറോസിസ് സിൻഡ്രം കൂടി വരികയാണ്. അപ്പം ഞാൻ ഈ കാര്യം ക്ലാസ് എടുത്ത് പോകുന്നു കേട്ടോ. നിലമ്പൂർ സ്കൂളിൽ പോയി ക്ലാസ് എടുത്ത് പോകുന്നു.
കാരണം ഞാൻ വ്യക്തമായിട്ടൊരു മൈൻഡ് ടൂണി എന്ന് പറയുന്ന സെക്ഷനാണ് ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. മൈൻഡ് ടൂണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രഭാഷണമല്ല, അത് കുട്ടികൾ ഏറ്റവും സെമി സർക്കിൾ ഇരുത്തി ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ അവിടെ ഇരുത്തും. ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സെക്ഷനാണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന കുട്ടികൾ അവരെ അറിയാതെ അവരെ നല്ല കുട്ടികളുടെ ഇടയിൽ മിക്സ് ചെയ്തിട്ട് ഇരുത്തും. മറ്റേ അവരെ മാത്രം ടീച്ചർമാർ സെലക്ട് ചെയ്ത് അവർക്കറിയാം ഞങ്ങൾ ഉപദേശിക്കാനാണ്. ഉപദേശം അവർക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ നല്ല കുട്ടികളും ഇവരെയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്മാർട്ട് ഒരു 100 ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ 100 ഗ്രൂപ്പിൽ അതിനകത്ത് ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന കുട്ടികളും ഉണ്ടാവും, അല്ലാത്തവരും കൊണ്ട് മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ടാണ് ഈ സെക്ഷൻ തുടങ്ങുക. നല്ല റിസൾട്ട് ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. കാരണം അതിനകത്ത് ഒരു മാങ്ങയുടെ കാര്യം കാണിച്ചുകൊണ്ട് കുട്ടികൾ വിശ്വസിക്കും പെട്ടെന്ന്. ഈ ഒരു മാങ്ങ ഇപ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണിക്കുകയാണ്. മാങ്ങ ഞാൻ ഇടിച്ചിങ്ങനെ പൊട്ടിച്ചു വിടാം. മാങ്ങ ഇടിച്ച് പൊട്ടിച്ചിങ്ങനെ. എന്നിട്ട് നിങ്ങളെ മാങ്ങ ഞാനിങ്ങനെ പൊളിച്ചു മാങ്ങ. എന്നിട്ട് ആ മാങ്ങയ്ക്ക് നല്ല ചെനച്ച മാങ്ങയാണ്. എന്നിട്ട് കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടു അതിനകത്ത്. ഞാൻ ഉപ്പ് മുളക് പൊടി ഇട്ടിട്ട് ഞാൻ എന്നിട്ട് ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ വായിൽ വെള്ളം വരാൻ തുടങ്ങി. ഞാൻ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മാങ്ങ പിടിച്ച് ഞെക്കി ഇങ്ങനെ. അപ്പം ചതഞ്ഞ മാങ്ങയാണ്, നല്ല നീര് വരുന്നുണ്ട്, നല്ല മണമുണ്ട്, ചെനച്ച മാങ്ങയാണ്, വലിയ പുളിയൊന്നുമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഉപ്പും മുളക് പൊടി എല്ലാം കൂടെ ആ വെള്ളം ഇങ്ങനെ ഉറ്റി എൻ്റെ കയ്യിൽ വീണിട്ട് കൈ അങ്ങോട്ട് നിറഞ്ഞു. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് എന്നിട്ട് കുടിച്ചിങ്ങനെ. അല്ല വായിൽ വെള്ളം വന്നോ? ഓരോന്നിരുന്ന് ഇറക്കി നോക്കാം. ഇങ്ങനെ കൈ എങ്ങനെ കൊച്ചൊക്കെ ഇറക്കണേ. ഇല്ല പറഞ്ഞപ്പോൾ തന്നെ ഇറക്കാൻ തുടങ്ങി. ഇങ്ങനെ നോക്കണം. എവിടുന്ന് ഉമ്മനീര് വന്ന എവിടുന്നാ? ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ കണ്ണ് കണ്ടു, ബ്രെയിനകത്തേക്ക് സന്ദേശം വന്നു. നിങ്ങളത് വിർച്വലായിട്ട് നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി അല്ലേ? ഒരു റിയാലിറ്റി വന്നപ്പം വായിക്കകത്ത് സമൃദ്ധമായിട്ട് ഉമ്മിനീർ ഗ്രന്ഥികളുണ്ട്, രുചി കുമിളയുണ്ട്. അതിനകത്തോട് ഉമ്മിനീർ വായിക്കകത്തേക്ക് വന്നു. കാര്യം എന്താ പറയുക, ദഹനത്തിൻ്റെ പ്രോസസ്സിംഗ് ആണല്ലോ. അപ്പോൾ നോക്കണം, ഈ സമൃദ്ധമായിട്ട് ഉമ്മിനീർ ഗ്രന്ഥികളുള്ള രുചി കുമിളകളുള്ള ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ് ഈ പറയുന്ന ഹാൻഡ്സ് പോലെ സാധനങ്ങൾ വെക്കുന്നത്. നമ്മൾ സാധാരണ ഗുളിയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എവിടെ വെക്കുന്നത്? സാധാരണ നാവിൻ്റെ തുമ്പത്താണോ? അല്ലല്ലോ, രുചി അറിയും. കാരണം രുചികുമളകൾ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഈ പുളി, അതുപോലെ തന്നെ നമ്മളെ തേന്, മധുരങ്ങൾ, രുചിയൊക്കെ നമ്മൾ നാവിൻ്റെ എൻഡിലാണ് നോക്കണേ. പക്ഷേ ഈ നാവിനകത്തേക്ക് വെച്ചിട്ട് ഗുളിക നമ്മൾ കഴിക്കുക. കാര്യം അവിടെ രുചികുമളകൾ കുറവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ രുചിയുള്ള ഈ സെൻസേഷണൽ ഏരിയയിലാണ് ഈ പറയുന്ന ഹാൻഡ്സൊക്കെ ചുരുട്ടി എന്താ ഉള്ളത് അതിനകത്ത്? പോളിപർപ്പിമെറ്റിൽ, പാരാനോട്ടിഫിനോൾ, ഗ്ലാസ് പൗഡർ, പിന്നെ പറയുന്ന ചുണ്ണാമ്പടങ്ങുന്ന ഈ പറയുന്ന പുകലയടങ്ങുന്ന സാധനത്തിനെയാണ് ചുരുട്ടി ഇങ്ങനെ ആക്കി നമ്മളിങ്ങനെ തിരികെ വെക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ദുരന്തം എന്താ? നമ്മളെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ അഡിക്ഷൻ ലെവൽ എത്രയാണ്? 2000-3000. ദാമ്പത്യ ജീവിതം പരാജയമാണ്. ഭാര്യ-ഭർത്തൃ ബന്ധം പരാജയപ്പെടും. ഡെഫിനറ്റ്ലി ന്യൂറോ സിസ്റ്റത്തിനെ മൊത്തം ബാധിക്കും. അവർ ചിത്തഭ്രമം എന്ന പ്രോസസ്സിങ്ങിലൊക്കെ കൺവേർട്ട് ചെയ്യും. അതിനെക്കുറിച്ച് നിൽക്കട്ടെ, ഞാൻ ഷോർട്ടാക്കുകയാണ്. ഞാൻ ഈ കാര്യം പറഞ്ഞ് നിലമ്പൂരിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇവിടെ ഈ കൊന്താപ്പള്ളിയിലെ മഹലിൽ എല്ലാ പെൺകുട്ടികളും ശ്രദ്ധിച്ചോണം കേട്ടോ. ചെറിയ കുട്ടികൾ ലഹരിക്കെതിരെ ഫിലിപ്പമ്പാട് ക്ലാസ് എടുത്ത് പോകുമ്പോൾ നാളെ തൊട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാഞ്ഞിരപ്പള്ളി നടന്ന സംഭവത്തെക്കുറിച്ച് ഞാൻ പറയാം. 2 സാധനങ്ങൾ പറയാം. ഞാൻ ക്ലാസ് എടുത്ത് പോയി. അവിടുന്ന് പിറ്റേ ദിവസം ഒരു 5 മണി സമയത്ത് എന്നെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, ഫിലിപ്പ് സാർ സ്കൂളിലോട്ടൊന്ന് വരണം, കാരണം ഒരു ചടങ്ങുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ 4-ാമത്തെ ദിവസം ഞാൻ ആ സ്കൂളിലേക്ക് ചെല്ലുകയാണ്. ആ സ്കൂളിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഒരു വലിയ മനുഷ്യൻ ഒരു കത്തുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു കുട്ടി അപ്പുറത്തുണ്ട്, ടീച്ചറുണ്ട്, 100-300 കുട്ടികളുമുണ്ട്. അവിടെ ഒരു കത്തെഴുതി ഒരു പെൺകുട്ടി. കത്ത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ഇക്ക, എൻ്റെ പേര് അൻഷിത സി, മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂർ 10C ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ വീട് വടവർത്താണ്. എൻ്റെ ഉപ്പ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ഇപ്പോൾ സമയം രാത്രി 12:15. എനിക്ക് ഉറക്കം വരുന്നില്ല. കാരണം ഇന്ന് എൻ്റെ സ്കൂളിൽ വന്ന് ഫിലിപ്പ് സാറും മഹേഷ് സാറും വന്ന് ലഹരിക്കെതിരെ ക്ലാസ് എടുത്തപ്പോൾ സത്യത്തിൽ ഞാൻ കരഞ്ഞുപോയി. കാരണം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വിവേക് എന്ന് പറയുന്ന കുട്ടി നിങ്ങളുടെ കടയിൽ നിന്നാണ് ഹാൻഡ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ക്യാൻസർ പൊതി വാങ്ങി ഉപയോഗിക്കുന്നത്. അവൻ പാവമാണ്. നോക്കണം, അവൻ പാവമാണ്. എൻ്റെ കത്ത് നിങ്ങൾ വായിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശേഷം നിങ്ങളുടെ കടയിലെ ക്യാൻസർ പൊതികൾ എവിടെയാണോ വെച്ചതെല്ലാം എടുത്ത് ഉപേക്ഷിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കത്ത് അവസാനിപ്പിക്കട്ടെ. സ്നേഹപൂർവ്വം അൻഷിത സി, മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂർ. എന്നിട്ട് കത്ത് അവളെ വെച്ചു നമ്മോള് പറയണേ. രാവിലെ എഴുന്നിട്ട് വീണ്ടും ആ കുട്ടി വേറൊരു പേനയെടുത്ത്, വേറെ മഷിയുള്ള പേനയെടുത്തിട്ട് കത്തിൽ എഴുതിയിട്ടുണ്ട്. മോള് പറയുകയാണെന്ന്, രാവിലെ ഉറക്കം വന്നില്ല അങ്ങളെ, പിന്നെ ഞാൻ എഴുതിയതാണ്. എന്നിട്ട് അടി എഴുതി, പ്രിയപ്പെട്ടേക്ക്, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ, ഭാവിയിൽ അവരെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർ കടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണ് തിരിച്ചറിയുമ്പോൾ ഉപ്പ എന്ന സ്ഥാനത്തുകൊണ്ടും ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ? ഇതൊരു ചോദ്യമാണ്. എന്നിട്ട് കത്ത് അവിടെ വെച്ചിട്ട് ഈ കത്ത കൊണ്ട് കൊടുത്ത കടയിൽ പോണ വഴിക്ക് എന്നാന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു? വായിക്കാൻ പറഞ്ഞു. വൈകുന്നേരം വന്നപ്പോൾ കട അടഞ്ഞു കിടക്കണോ? നോക്കണം, അടഞ്ഞു കിടക്കണോ. 2ാമത്തെ ദിവസം സ്കൂളിൽ പോയപ്പോൾ അടഞ്ഞ. ടീച്ചറോട് പറഞ്ഞു, ടീച്ചറുടെ അടുത്ത് കത്തുമായിട്ട് മനുഷ്യൻ പോയത്, എനിക്ക് ആ കുട്ടിയെ ഒന്ന് ഹഗ് ചെയ്യണം, എൻ്റെ പൊന്നു മോളോ, ഫിലിപ്പ് സാറും മഹേഷ് സാറും വിളിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും ആ ചടങ്ങിൽ പങ്കെടുത്തു. നോക്കണം, അവിടെ വെച്ചിട്ട് മനുഷ്യൻ പറയുകയാണ്, 16 വർഷം റിയാദിൻ്റെ മണ്ണിൽ ജോലി ചെയ്ത് സാറേ, ഞാൻ 12ക്ക് വാടക കോട്ടേഴ്സ് ഉണ്ട് സാറേ, ബംഗാളിമാരാണ് താമസിക്കുന്നത്, എനിക്കൊരു പലചരക്ക് കച്ചവടം ഉണ്ട് സാറേ, ആ പലചരക്ക് ഇടയിൽ ഈ ആൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ കച്ചവടം നിന്ന് പോകും സാറേ, അല്ല കുട്ടിയൊക്കെ ഞാൻ അറിഞ്ഞു കൊടുത്തിട്ടില്ല. 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് എന്നെ പിടിച്ചിട്ടുണ്ട് സാറേ, പക്ഷെ എനിക്ക് നിർത്താൻ പറ്റിയിട്ടില്ല. 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് എന്നെ പിടിച്ചിട്ടുണ്ട് സാറേ, പക്ഷെ എനിക്ക് നിർത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പൊ ഈ മോൾ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. 14 വയസ്സുകാരെ മകള് രാത്രി പേനയും പേപ്പറും എടുത്ത് ഉറങ്ങാതെ അവൾ കേട്ട ക്ലാസ്
ക്ലാസ്സിൽ നിന്ന് അവൾ ഉൾക്കണ്ട ആ അറിവിനെ അവൾ ഉപയോഗിച്ചു, പേനയും പേപ്പറും എടുത്ത് അതൊരു മനുഷ്യനെ മാനസാന്തരപ്പെടുത്തി. അല്ലേ? പോലീസിന്റെ അധികാരമുള്ളതായിട്ടും 5 പ്രാവശ്യം പോലീസ് പിടിച്ച് FIR കോൺടാക്ട് പറയാൻ FIR ഇട്ടിട്ടും ഒരു മനുഷ്യനെ മാനസാന്തരപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അവിടെ അൻഷിത എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് ആ മനുഷ്യനെ ആ കച്ചവടം നിർത്താൻ സാധിച്ചു. കാഞ്ഞിരപ്പള്ളി ടൗണില് പൊൻകുന്നത്തേക്ക് ബസ് കാത്തു നിന്ന ഒരു പെൺകുട്ടി ഒരു ആള് സിഗരറ്റ് വലിക്കുന്ന കണ്ടു. ആ കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങുമ്പോൾ ലാമ്പ് അവിടെ കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ഇങ്ങനെ നോക്കി. ബസ് വരാൻ സമയമുണ്ട്. അവൾ ഇരുന്നിട്ട് ബാഗിനകത്ത് നോട്ട്ബുക്ക് എടുത്തിട്ട് അവൾ ഇങ്ങനെ എഴുതി, പ്രിയപ്പെട്ട ചേട്ടാ, കടയുടെ മുമ്പിൽ നിന്ന് ഇപ്പോൾ സിഗരറ്റ് വാങ്ങിയ ആളെ ഞാൻ കണ്ടു. എൻ്റെ അച്ഛനെ പോലുണ്ട്. എൻ്റെ അച്ഛൻ മരിച്ചുപോയി ഒരു അപകടത്തിൽ. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ സിഗരറ്റ് ഒന്നും കൊടുക്കല്ലേ. ഈ പൈസകളൊക്കെ ഉരുക്കൂട്ടിയാൽ ആ കുടുംബം സന്തോഷമായിട്ട് കഴിയും. ഇതിൻ്റെ ലാഭം നിർത്താൻ പറ്റുമോ? എത്ര സ്റ്റോക്കുണ്ട്, സ്റ്റോക്ക് തീരുന്നവരെ കച്ചവടം ചെയ്ത് നിർത്തുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്നേഹപൂർവ്വം മകളെന്ന് കരുതും എന്ന് പറഞ്ഞ് ഈ കത്തവിടെ കൊണ്ട് കൊടുത്തു കുട്ടി. എന്നിട്ട് ബസ് വന്നപ്പോൾ കയറി ഓടി കുഞ്ഞ്. പിറ്റേ ദിവസം കണ്ടത് 20,000 രൂപയുടെ സിഗരറ്റ് ഉൽപ്പന്നങ്ങൾ കാഞ്ഞിരപ്പേരി ബസ് സ്റ്റാൻഡിൽ കൂട്ടിയിട്ട മനുഷ്യൻ കത്തിച്ച് ഒരു ബോർഡും വെച്ച് അവിടെ ഈ പൊന്നുമോളുടെ ലെറ്റർ മുട്ടിച്ച് വെച്ചിട്ട് പറഞ്ഞു, തെറ്റിൽ നിന്ന് എന്നെ വിജ്ഞാനത്തിന്റെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു കൂട്ടുകാരെ ഒരു കുഞ്ഞിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ബോർഡ് വെച്ചു. അത് ഞാൻ ഷെയർ ചെയ്തു കേട്ടോ. ലക്ഷക്കണക്കിന് ആൾക്കാർ ഷെയർ ചെയ്തു. ഇത് തന്നു. ദുൽഖർ സൽമാൻ പോലും അതിനെ ഷെയർ ചെയ്തിരുന്നു. പറഞ്ഞു വരുന്നത്, ഈ കൊന്താപ്പള്ളി മഹലിരിക്കുന്ന മക്കള് ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെതിരെ എല്ലാ രീതികളും നിങ്ങൾ ഇടപെടണം. അല്ലേ? പ്രസംഗവേദി പ്രസംഗിക്കുന്നത് മാത്രമല്ലല്ലോ, കത്തിലൂടെ, ആംഗ്യങ്ങളിലൂടെ, കഥകളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, സെമിനാറുകളും കൺവെൻഷനുകളും എല്ലാം നിങ്ങൾ ഉപയോഗിക്കണം. നന്നായിട്ട് വായിക്കണം എൻ്റെ മക്കൾ. എന്നിട്ട് നിങ്ങൾ ഇതിനെതിരെ സായുധ വിപ്ലവത്തിൽ നിങ്ങൾ പങ്കെടുക്കണം. മതാധിഷ്ഠിതമായ മതത്തിൻ്റെ ചട്ടക്കൂടി നിന്നുകൊണ്ട് ഈ ദുരന്തത്തിനെതിരെ ഒന്നടങ്കം നമ്മളെല്ലാം പങ്കെടുക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ആരെ സങ്കടപ്പെടുത്തിയാലും എനിക്ക് ഒറ്റ അപേക്ഷയുള്ളൂ, നിങ്ങൾ അമ്മമാരെ, നിങ്ങൾ അപ്പന്മാരെ ഒന്നും സങ്കടപ്പെടുത്തരുത് എൻ്റെ പൊന്നുമക്കൾ. കാരണം അവരൊന്നും കുറഞ്ഞ കാലം മാത്രമേ മണ്ണിലൊക്കെ ജീവിച്ചിരിക്കുകയുള്ളൂ. ഞാൻ ഒരു 5 മിനിറ്റ് വൈൻഡപ്പ് സെക്ഷനാണ്. ഈ സെക്ഷനിൽ ആരും എഴുന്നേറ്റ് അങ്ങോട്ട് പോകരുത്, സംസാരിക്കുകയും ചെയ്യരുത്. 5 മിനിറ്റ്. അപ്പോൾ നോക്കണം, 12 മണി ഉസ്താദ് എനിക്ക് സമയം പറഞ്ഞത്. കഴിഞ്ഞു 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ ഒരു പരിപാടിയുണ്ട്, ഉസ്താദ് പറയും. അതുവരെയും എൻ്റെ മക്കൾ ഇവിടെ ഇരിക്കണം. നമ്മളെല്ലാം ജീവിക്കുന്ന നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ വീട്, ഭർത്താവ്, ഭാര്യ അല്ലെങ്കിൽ മക്കൾ, അവരുടെ പഠനം, അവരുടെ വിശ്വാസ രീതി, അവരുടെ മാർക്ക്, അവർക്ക് A+, അവർക്ക് ഒരു ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ അതേപോലെ സെയിം കാറ്റഗറിപ്പെട്ട ഒരാൾ വന്ന് കല്യാണം കഴിക്കും. ഇതാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും. നമുക്ക് അസുഖമൊന്നും വരാം, നമ്മൾ ബ്ലഡ് പരിശോധിച്ചാൽ നമുക്ക് പ്രഷറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്. ഞാൻ സ്വസ്ഥനായിട്ടിരിക്കണം. അയൽപക്കത്തും മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും ഇപ്പം നമ്മളെ അത് ബാധിക്കില്ല. ഈ ഒരു മനോചിന്താഗതിയൊക്കെ നമ്മുടെ സമൂഹത്തിൽ കൂടി വരാൻ തുടങ്ങിയപ്പോഴാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എല്ലാം നമ്മൾ ഒന്നും കൂടെ മനസ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ അവരായി വളർത്തുകയാണ് നിങ്ങൾ വേണ്ടത്. നിങ്ങളുടെ ഒരു രീതിയിലും അവനെ നിങ്ങൾ മുൻപോട്ട് നയിക്കപ്പെടരുത്. അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ആഗ്രഹത്തിലേക്ക് നയിക്കപ്പെടാൻ അവൻ്റെ കഴിവിനെ നിങ്ങൾ വിശകലനം ചെയ്യുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു കരിയർ ഗൈഡൻസിലെ കാര്യം ഒന്നും കൊണ്ട് ഇരുത്തിയിട്ട് കുട്ടികളെ അവരുടെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യിപ്പിക്കരുത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളായി വളരട്ടെ. ആ വളർച്ചയായിരിക്കും ഏറ്റവും നല്ല ഒരു വ്യക്തിയായി, ഒരു നല്ല മാഷായി, നല്ല ഡോക്ടറായി, നല്ല എഞ്ചിനീയറായി, നല്ല മെക്കാനിക്കായി, നല്ല ഒരു പട്ടാളക്കാരനായി, നല്ലൊരു പോലീസ് ഓഫീസറായി ഒക്കെ അവർ വിഭാവനം ചെയ്യണമെങ്കിൽ, നിർബന്ധിക്കാതെ സ്വമേധയാ ഒരു മതമേലധ്യക്ഷനായ ഉസ്താദൊക്കെ ആകണമെങ്കിൽ അവരാഗ്രഹമുണ്ടാകണം, ജീവിതത്തിൽ ആഗ്രഹം. അതായിരിക്കും ഏറ്റവും മനോഹരമായ ഒരു ടീമിനെ നയിക്കപ്പെടാൻ പറ്റുന്നവരൊക്കെ അവരായിരിക്കും ജീവിതത്തിനകത്ത്. അങ്ങനെ ആയി തീരട്ടെ എന്ന് കൂടെ ആശംസിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എൻ്റെ മക്കളോട് മാത്രമാണ് ഈ കാര്യം ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ഉപ്പമാരും ഉമ്മമാരെയും ഒന്നും സങ്കടപ്പെടുത്തരുത്. കാരണം എൻ്റെ അച്ഛൻ മരിച്ചിപ്പോൾ 3 വർഷമായി. ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയതാണ്. എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് ഒരു 6 മാസം മുമ്പ് തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അച്ഛൻ്റെ കൂടെ 54 ദിവസം ഞാനാണ് അച്ഛനെ നോക്കിയത്, ഒറ്റയ്ക്ക് നിന്നതൊക്കെ കൊറോണ സമയത്ത്. അത് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ വീട്ടിൽ വന്നു, സുഖം പ്രാപിച്ചു, കാര്യങ്ങളെല്ലാം കൊറോണയൊക്കെ മാറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ചെർപ്പുളശ്ശേരിയിൽ ഒരു സ്കൂളിൽ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കലക്ടർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് പൊതുവെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള അമ്മയാണ്. ഞാൻ വെറുതെ ഭാര്യ എന്ന് പറയുന്ന മഴവിൽ മനോരമയിലെ റിയാലിറ്റി ഷോയിലെ ഫൈനൽ കണ്ടസ്റ്റൻസാണ് ഞാൻ. ആ സമയത്താണ് എൻ്റെ അമ്മയ്ക്കൊരു ഭാഗം കുഴഞ്ഞു പോകുന്നത്. ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി അമ്മ നടക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അമ്മ ഒരു ആയുർവേദ ആശുപത്രി കൊണ്ടുപോയി 1 വർഷമോടെ കിടത്തി ചികിത്സിച്ചു. പിന്നെ അമ്മ നടക്കാൻ തുടങ്ങി. അമ്മയുടെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് നടക്കാം, പക്ഷേ കൈ ഇങ്ങനെ പൊക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. വണ്ടി കയറണമെങ്കിൽ അമ്മയെ പിടിക്കണം, സ്റ്റെപ്പ് കയറണമെങ്കിൽ അമ്മയെ പിടിക്കണം, കാലൊക്കെ പൊക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് അമ്മ പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. അമ്മ കാണാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. അമ്മ പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. അതേപോലെ അമ്മ പോകാത്ത ബന്ധുമിത്രാദികളില്ല. എല്ലാ സ്ഥലത്തും അമ്മയെ കൊണ്ടുപോകും. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റ് എൻ്റെ അമ്മയ്ക്ക് ഞാൻ റിസർവ് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് അമ്മ ഇന്നും 76 വയസ്സിലും അവൾ ഇന്നും ആരോഗ്യവതിയാണ്. പാർശ്വം തളർന്നു പോയെങ്കിലും മനസ്സിലും ആ അവസ്ഥയ്ക്കൊന്നും ഒരു സങ്കടങ്ങളുമില്ല. പക്ഷേ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് അമ്മ തീർത്തും ഒറ്റപ്പെട്ടു പോയത്. കാരണം അന്ന് അച്ഛന്
എന്നോട് ഞാൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ അമ്മ പറയണത് രാത്രി ഉറങ്ങിയിട്ടില്ല അപ്പൻ എന്ന് പറഞ്ഞു. ഞാൻ അടുത്തേന്ന് ചോദിച്ചു എന്ത് പറ്റി അപ്പാന്ന് ചോദിച്ചു. ഇങ്ങനെ അത് ഞാൻ വാച്ചിൽ നോക്കിയിട്ട് ചോദിച്ചു എന്ത് പറ്റിയെന്ന്. ഇങ്ങനെ ഓൾറെഡി ടൈം കുറച്ച് ഡിലേ ആയിരുന്നു. അപ്പോൾ പറഞ്ഞു വേദനയായിരുന്നു മക്കളെ, ഇന്നലെയൊക്കെ ഞാൻ അമ്മ ചൂട് പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പിടിച്ച് ഞെക്കി. ഇവിടെയാണോ ചോദിച്ചു. അപ്പോൾ അവിടെ പറഞ്ഞു ഇവിടെയാണെന്ന് പറഞ്ഞു. ഇവിടെയാന്ന് ചോദിച്ചു. അല്ല അവിടെ അല്ലാറ്. പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പറഞ്ഞു ഇവിടെയാണ് മക്കളെ നടുക്കാന്ന് പറഞ്ഞു. ഞാൻ നടുക്ക് തിരിച്ച് ഇവിടെ ഞെക്കി. അവിടെ ഞെക്കിയിട്ടും അച്ഛന് പറഞ്ഞു അവിടെയല്ല, ഇത് ഇവിടെ ഈ തോളിൻ്റെ താഴെയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഉറപ്പിച്ചൊന്ന് പറയാറുണ്ട്, ഒന്ന് ഉറപ്പിച്ച് പറ. അപ്പോൾ ഞാൻ മുഖത്തിങ്ങനെ നോക്കി. അപ്പം അച്ഛനും ദയനീയമായിട്ടൊരു നോട്ടം നോക്കിയിട്ടുണ്ട്. ആ നോട്ടമാണ് എൻ്റെ അച്ഛൻ്റെ ഒരു അവസാനത്തെ ഫ്രെയിം എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ അച്ഛൻ അച്ഛനോട് ചോദിച്ചു കൊണ്ടുപോകണോ വേണേ പറ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ധൃതിയാന്ന് അച്ഛന് മനസ്സിലായി. എൻ്റെ മക്കൾക്ക് ക്ലാസ് ഉണ്ട് പൊയ്ക്കൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എപ്പോഴേലും പോകാമെന്ന് പറഞ്ഞു. പിന്നെ വണ്ടി കയറി ഞാൻ നല്ല സ്പീഡിലാണ് വണ്ടി വിടുന്നത്. ചെർപ്പുളശ്ശേരി എത്തി അവിടെ കലക്ടർ പങ്കെടുക്കുന്ന പരിപാടി. ഏകദേശം 10,000-3000 പേരുണ്ട്. അങ്ങനെ മൊബൈൽ ഫോൺ സൈലൻറ്റ് മോഡിലാക്കിയിട്ട് എവിടെയും ഞാൻ വണ്ടിയിൽ എവിടെ വെക്കാറ് സാധാരണ പതിവ്. അങ്ങനെ ഫംഗ്ഷൻ കഴിഞ്ഞു. അവിടെ സംഘാടകരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. തിരിച്ച് വണ്ടി വന്ന് വെറുതെ വണ്ടി സ്റ്റാർട്ടേ കുറച്ച് വന്നപ്പോൾ 2-3 മണിക്കൂറായല്ലോ. മൊബൈൽ സൈലൻറ്റ് മാറ്റിയില്ല എന്ന് പറഞ്ഞ് സൈലൻറ്റ് മോഡ് മാറ്റാൻ നോക്കുമ്പോൾ എൻ്റെ അയൽവാസി രതീഷ് എന്ന് പറയുന്ന അയൽവാസി വിളിക്കുന്നുണ്ട്. ചോദിച്ചു എൻ്റെ ഫിലിപ്പേട്ട എന്തൊരു മോശത്തരം നിങ്ങൾ ഈ ചെയ്യുന്നത്, അതൊരു മാന്യതയില്ലാത്ത പരിപാടി കേട്ടോ. എന്ത് പറ്റിയിടാൻ ചോദിച്ചു. എത്ര വട്ടം നിങ്ങളെല്ലാവരും വിളിക്കണം, എന്താ ചോദിച്ചു. നിങ്ങൾ അച്ഛന് തീരെ വയ്യാന്ന് പറഞ്ഞു. അത് കേട്ടതും ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. അച്ഛന് തീരെ വയ്യാന്ന്. അപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം. ദൈവം ഇത്ര നേരമായിട്ട് അച്ഛനെ ഞാൻ വിളിച്ച് ചോദിച്ചില്ലല്ലോ, അമ്മയോട് ചോദിച്ചില്ലോ. പിന്നെ മൊബൈൽ നോക്കുമ്പോൾ 54 മിസ് കോൾ ഉണ്ട് എൻ്റെ അമ്മയുടെ. 54 മിസ് കോൾ അമ്മയുടെ. പിന്നെ വീട്ടിലോട്ട് വണ്ടി എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് 3/4 മണിക്കൂർ ഓട്ടമുണ്ട്. 25 മിനിറ്റ് കൊണ്ട് ഞാൻ വണ്ടി എത്തിച്ചു അവിടെ. അപ്പം എൻ്റെ ഗ്രാമത്തിലൂടെയൊക്കെ നാട്ടുകാരിങ്ങനെ വരുന്നുണ്ട്. ഓരോരുത്തരും ബൈക്കിലും കാറിലും ഓട്ടോറിക്ഷയൊക്കെ എൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. വണ്ടി കൊണ്ട് നിർത്തി ഇറങ്ങി ഞാൻ ഓടി. മുറിക്കകത്ത് പോയപ്പോൾ അച്ഛൻ ഇങ്ങനെ കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കണ്ണുകളൊന്നും ശരിക്കും അടഞ്ഞിട്ടൊന്നുമില്ല. അമ്മ അടുത്തുണ്ട്. അമ്മയുടെ കാലിൽ നിറച്ചും ചോരയുണ്ട്. അച്ഛൻ കാർഡിയോ അറസ്റ്റ് ആയിരുന്നു. മൂക്കും വായിന്നും ഇങ്ങനെ ബ്ലാക്ക് രക്തം കറുത്ത് ചോര ഇങ്ങനെ വരുന്നുണ്ട്. മുഖത്ത് കുറച്ച് നേരം നോക്കി നിന്നു ഇങ്ങനെ ഞാൻ. അപ്പോൾ എല്ലാം മനസ്സിൽ പറഞ്ഞത് കൊണ്ടുപോകണോ വേണമെങ്കിൽ പറ, കൊണ്ടുപോകണോ വേണേ പറ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പോയതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് അമ്മയെ അച്ഛൻ വിളിക്കുന്നുണ്ട്. നീ അവനോട് പറ, അവന് ഡോക്ടർമാരെ നല്ല പരിചയമല്ലേ, മോൻ വന്ന് കൊണ്ടുപോകും, നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട, അവൻ വന്നെന്നെ കൊണ്ടുപോകും, അവനെ നല്ല പരിചയമുണ്ട് ഡോക്ടർമാരെ, അവൻ പോയ ഡോക്ടർമാരൊക്കെ എന്നെ നന്നായിട്ട് നോക്കുമെന്ന് പറഞ്ഞ് അച്ഛൻ ആ വേദനകളെ എങ്ങനെ കടിച്ചില്ലാതാക്കിയതാണ്. അങ്ങനെ കാർഡിയോ അറസ്റ്റാണ്. അച്ഛൻ മരിച്ചുപോയി. പിറ്റേ ദിവസം ഫ്യൂണറൽ കഴിഞ്ഞതിൻ്റെ അന്ന് രാത്രിയിൽ ഞാൻ വണ്ടിയെടുത്ത് നേരെ സെമിത്തേരിയിലേക്ക് പോയി. ആ സെമിത്തേരിയിൽ, ആ സെമിൻ്റ് ഉണങ്ങാത്ത സെമിത്തേരി, പൂക്കളും മെഴുകുതിരികളെല്ലാം ഉള്ള സെമിത്തേരിയിൽ എൻ്റെ അച്ഛൻ്റെ കല്ലറയിൽ ജീവിതത്തിൽ ഏറ്റവും ഉച്ചത്തിൽ ഞാൻ കരഞ്ഞു പോയൊരു നിമിഷമാണ്. ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയ നിമിഷം കൂടിയാണ്. അന്ന് തൊട്ട് എല്ലാ ഞായറാഴ്ചകളും ഞാൻ പള്ളിയിൽ പോകുമ്പോൾ, ദേവാലയത്തിൽ പോകുമ്പോൾ അച്ഛൻ്റെ കല്ലറയിൽ സെമിത്തേരിയിൽ പോയി ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പറയും, അപ്പാ ഇന്നു മുതൽ എല്ലാ രാജ്യങ്ങൾ ഏതിടങ്ങളിൽ ഞാൻ പോയാലും സദസ്സിൽ എൻ്റെ അപ്പനെ ഞാൻ ശ്രദ്ധിക്കാതെ പോയതിൻ്റെ വേദനയെക്കുറിച്ച് പറയാതെ ഞാൻ വേദി വിടില്ല എന്ന് പറയാറുണ്ട്. ആ സുഹൃത്തുക്കൾ എൻ്റെ അപ്പന് പ്രാർത്ഥനയായി മാറും, സംശയമില്ല. ഇവിടെ എല്ലാം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഉപ്പമാരും ഉമ്മമാരും ഒക്കെ ചെറിയ ആശങ്കകൾ പറഞ്ഞാൽ അത് കാണാതെ പോകരുത്. നാളെ ആക്കാമെന്ന് വിചാരിച്ചൊരു പക്ഷേ നിങ്ങൾക്ക് പിന്നെ അത് ചെയ്തു കൊടുക്കാൻ ദൈവം അവസരം തന്നൊന്നും വരില്ല. ദ പ്രസൻറ്റ് മൂമെൻറ്റ് ഓഫ് ഇന്നവറ്റബിൾ. ഈ നിമിഷം അനിവാര്യമാണ്. ഈ നിമിഷത്തിൽ അവരെ കാണുക. ഞാൻ പറഞ്ഞു, എല്ലാ മഹഗ്രന്ഥങ്ങളും ആർത്തിയോടെ വായിച്ച് അവസാനിപ്പിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പരിശുദ്ധ ഖുർആൻ്റെ 25-ാമത്തെ ആയത്തിനകത്ത് പറയുന്നുണ്ട്, വാല തക്കല്ലുഹുമ ഉഫിൻ, മാതാപിതാക്കളെ നിങ്ങൾ ചേ എന്ന വാക്കുകൊണ്ട് പോലും ഉച്ചരിക്കപ്പെടരുത്, പാപപങ്കിലതമാണ് ചേ. ഈ വാക്ക് എന്നെ സ്പർശിച്ചൊരു വാക്കാണ്. പരിശുദ്ധ ഖുർആൻ്റെ ഒരു വചനമാണത്. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ചേ എന്ന വാക്കുകൊണ്ട് പോലും അഭിസംബോധന ചെയ്യരുത്, പാപപങ്കിലതമാണ്. നമ്മളൊക്കെ സമർപ്പിക്കേണ്ടത് മാതാപിതാക്കൾ അവരുടെ അവസ്ഥയിൽ അവരെ സ്നേഹിക്കുക, അവരെ ഒരുക്കുക, സന്തോഷത്തിൽ അവരെ മണ്ണിൽ നിന്ന് യാത്രയാക്കി നടത്താണ് ഒരു മകൻ മകൾ ഈ ഭൂമിയിൽ ഏറ്റവും സമാധാനപ്രിയയായി മണ്ണിൽ നിന്ന് വിജയം പൂർത്തിയാക്കുക. അല്ലാത്തതൊന്നും വിജയങ്ങളല്ല, അല്ലാത്തതെല്ലാം പരാജയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കളെ കൊല്ലുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ഒരുപക്ഷെ അവരെ ചേർത്ത് പിടിക്കുന്ന മക്കൾ മറ്റുള്ളവർക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. പിന്നെ അമ്മമാർ ഇപ്പോഴും രാത്രിയിലെ എത്ര സമയത്ത് വണ്ടി വൈകി വീട്ടിൽ ചെന്നാലും ആ കാർ പോർച്ചിലേക്ക് എൻ്റെ വണ്ടി കയറുമ്പോൾ അമ്മ ആ വീട്ടിൻ്റെ കട്ടിലിനകത്ത് നിന്ന് അമ്മ ഈ കയ്യെ പൊങ്ങുള്ളൂ. സ്വിച്ച് 3 പോർഷനാണ്. അമ്മ ഫസ്റ്റ് സ്വിച്ച് ഇടുമ്പോൾ എൻ്റെ വണ്ടി പോർച്ചിൽ കയറുമ്പോൾ അമ്മ ഫസ്റ്റ് സ്വിച്ച് ഇടുമ്പോൾ എങ്ങനെ എനിക്കറിയില്ല ഈ മാജിക് അമ്മ ചെയ്യണേ. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഡോറടച്ച് ഞാൻ നേരെ വന്ന് സിറ്റൗട്ട് കയറുമ്പം അമ്മ പോർച്ചിലെ ലൈറ്റ് കെടുത്തും, സിറ്റൗട്ടിലെ ലൈറ്റ് മെയിൻ ലൈറ്റ് കത്തും. അവിടുന്ന് ഷൂ ഒരു അകത്ത് കയറുമ്പം സിറ്റൗട്ടിലെ മെയിൻ ലൈറ്റ് ഓഫ് ആവും, ഡൂം ലൈറ്റ് കത്തും, പിന്നെ ഡൈനിങ് ഹാളിലെ ലൈറ്റ് അമ്മ ഓണാക്കും. പക്ഷേ അവൾ ഈ മണ്ണിൽ എന്ന് മാഞ്ഞു പോകുന്നു അന്ന് ആ ലൈറ്റുകൾ
അത്ര കൃത്യമായി പ്രകാശിക്കില്ല. എന്നമ്മ ഈ മണ്ണിൽ നിന്ന് മാഞ്ഞു പോകുന്നോ അന്ന് ആ ലൈറ്റുകൾ അത്ര കൃത്യമായി അണയുകയുമില്ല. ജീവിതത്തിൽ ഓർക്കുക, അവസരങ്ങളിൽ നമ്മളോട് ഈ ലോകം എല്ലാവരും നമ്മളെ ഒറ്റിപ്പെടുത്തി കൊടുത്താലും ലോകത്തിൻ്റെ അവസാന നിമിഷത്ത് പോലും ഒറ്റിക്കൊടുക്കാത്തവൾ ഒരുവിൽ മണ്ണിലുണ്ടെങ്കിൽ അവളാണ് അമ്മ, ഉമ്മ. മഞ്ഞാറമുട്ടിൽ നടന്ന ആ കൂട്ടക്കൊലയിൽ ഉറ്റവരെയും എല്ലാവരെയും കൊന്ന് ഞാനും മരണപ്പെടുമായിരുന്നല്ലോ എന്നറിഞ്ഞിട്ടും ആ മകൻ ചെയ്ത തെറ്റിനെ പുറത്തു കൊടുത്ത ഒരു ഉമ്മയാണ് ലോകത്തോട് പറയുകയാണ്. അതാണ് പേറ്റുനോവിൻ്റെ ചരിത്രം. സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളും ഒക്കെ തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന ജന്മങ്ങളാണ് നമ്മുടെയൊക്കെ ഉമ്മമാർ. അവരെ ഒന്നും നിങ്ങൾ വേദനിപ്പിക്കരുത്. ഒരുപക്ഷെ നമ്മുടെ വരവെന്ന് വൈകിയാൽ ഉമ്മറപ്പടിയിൽ മറ്റൊരു പ്രസവേന അനുഭവിച്ച് മക്കളെ ഓർത്ത് കാത്തിരിക്കുന്നവളുടെ പേരാണ് ഉമ്മ. അവളെ ഒന്നും സങ്കടപ്പെടുത്തരുത്. നമ്മളൊരു അണ്ണാങ്കുഞ്ഞിനെ പിടിച്ച് കളിക്കുഞ്ഞിനെ പിടിച്ച് ചെറുപ്പത്തിൽ താലോലിക്കുമ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയും, മോനെ മോളെ എന്നെ തുറന്നു വിടും മക്കളെ, ആ കുഞ്ഞുങ്ങളെ കണ്ടില്ലെങ്കിൽ എൻ്റെ തള്ള കരഞ്ഞുകൊണ്ട് വരുമെന്ന് പറയുന്ന പേറ്റുനോവിൻ്റെ ഉടമയാണ് ഓരോ ഉമ്മമാരും. അങ്ങനെ ഉമ്മമാരെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. ഗൃഹാന്തരീക്ഷത്തിൻ്റെ ഇരുണ്ടിടനാടിയിൽ ചൂടിനോടും ചാരത്തോടും പടവെട്ടി ചുക്കി ചുളിഞ്ഞു പോയ ഒരു പഴന്തുണി കഷ്ണം വീട്ടിലുണ്ടോ? അത് ഉമ്മയാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. എൻ്റെയും നിൻ്റെയും ഒക്കെ വിഴുപ്പലക്കാൻ വിധിക്കപ്പെട്ട സ്ത്രീ ജന്മങ്ങളുടെ പേരാണ് അമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. വിളമ്പിക്കൊടുത്ത് തനിക്ക് ചെയ്യാതെ വരുമ്പോൾ, മക്കളെ അമ്മയ്ക്കത് ഇഷ്ടമല്ല മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങൾ കഴിച്ചോ എന്ന് കള്ളം പറയുന്നവളുടെ പേരാണ് അമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. ദൈവത്തോടുള്ള പരിഭവം പറച്ചിലിൽ സ്വന്തം സങ്കടങ്ങളും ആകുലതകളും വേദനകളും മറച്ചു വെച്ച് മക്കൾക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നവളാണ് ഓരോ ഉമ്മമാരും. അങ്ങനെ ഉമ്മമാരെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. ഒടുവിൽ ഈ സാഗരം കളമൊഴിഞ്ഞു പോകുമ്പോൾ വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും, എൻ്റെ ഉമ്മയില്ലാത്ത വീട്, എൻ്റെ അമ്മയില്ലാത്ത വീട് വീടെയല്ല. അവളെ മണ്ണിൽ ജീവിച്ചിരിക്കുന്ന കാലം അത്രമേ നിങ്ങൾ സന്തോഷം അനുഭവിപ്പത് ഈ മണ്ണിൽ. അതുകൊണ്ട് മാതാപിതാക്കളാകട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി, ഒന്നിച്ചുള്ള ഭക്ഷണങ്ങളാകട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി, കളിക്കളങ്ങളാകട്ടെ നമ്മുടെ ഏറ്റവും വലിയ ലഹരി, വായനയാകട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരി. അതിനോട് കഴിഞ്ഞ് മറ്റൊന്നും ഈ ലോകത്ത് മറ്റൊരു സൈക്കോട്രോപ്പി സബ്സ്റ്റൻസിനും നമുക്ക് തരാൻ കഴിയില്ല ലഹരി എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫിലിപ്പമ്മയുടെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് 12 മണി കൃത്യം സമയമായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് വേണേൽ ചോദിക്കാം. ഒറ്റ സെക്കൻഡ് ചോദിക്കാൻ പറ്റും. ആർക്കും താല്പര്യമുണ്ട് അതിന് അറിയാമെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീണ്ടും ഒരു കാര്യം കൂടെ ഉണർത്തുകയാണ്. ഫിലിപ്പ് മമ്പാടിൻ്റെ സോഷ്യൽ മീഡിയ പേജ് ഫിലിപ്പ് മമ്പാട് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം ലൈക്ക് ആൻഡ് ഷെയർ ചെയ്തോളൂ. കുറച്ചും കൂടെ മോണിറ്റേഷൻ കൂടിക്കോട്ടെ, വരുമാനം കൂടട്ടെ. വരുമാനം കൂടിയാൽ കാത്തിരിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ട്. റബ്ബറും പെൻഷനൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സിനനുസരിച്ച് ഫോളോവറൊക്കെ കൂടിയാൽ അതിൻ്റെ മോണിറ്റേഷൻ എനിക്ക് കൂടും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാൻ. കൊന്താപ്പള്ളി വന്നിട്ട് ഈ മകളിൽ സംസാരിച്ച് പോകുമ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ ഫിലിപ്പ് മമ്പാടിൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം നോക്കും, ആരൊക്കെയാണ് ഷെയറും ലൈക്കും ചെയ്തേക്കുന്നൊക്കെ നോക്കും. മറുപടി തീർച്ചയായിട്ടും തരും കേട്ടോ. അപ്പോൾ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ മകളിൻ്റെ ഇവിടുത്തെ വരവും. വലിയൊരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഇവിടെ സമ്മാനിച്ചത്. അതുപോലെ തന്നെ എന്നെ വന്നപ്പം എന്നെ നല്ല രീതിയിൽ ഇവിടെ കൊണ്ടുവന്ന് അത് ആ മനുഷ്യൻ നമ്മുടെ സിയാദ്ക്കയായിരുന്നു. സിയാദ്ക്ക ഡ്രൈവർ, എയർപോർട്ടിൽ ടാക്സി ഡ്രൈവർ ഓടുന്ന സിയാദ്ക്ക പറഞ്ഞ് വീട്ടിൽ പോകാൻ എനിക്ക് 2 മക്കളെ സാറേ എന്ന് പറഞ്ഞ് 1 മണിക്കൂറോളം സിയാദ്ക്ക കുടുംബത്തെക്കുറിച്ചും ഈ മകലിനെക്കുറിച്ചും ഇവിടുത്തെ ഇമാമിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം റിസ്ക് എടുത്തുകൊണ്ട് അവിടുന്ന് വന്നു. വലിയ സന്തോഷമായിരുന്നു. വരുന്ന വഴിക്ക് നല്ലൊരു കുഞ്ഞു കടയുണ്ട്,